Hello everyone, welcome to the online classes organized by the School of Distance Education, University of Calicut. ഈ വീഡിയോയിൽ നമ്മൾ 4th സെമസ്റ്റർ ബികോം BBA പേപ്പറായ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന ഏരിയയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പേപ്പറിൽ ശരിക്കും നമുക്ക് 5 ഏരിയയാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. BBA ഒക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അത് ഇൻട്രൊഡക്ഷൻ, അതേപോലെ ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്, Correlation and Regression Analysis, Probability, അതേപോലെ Theoretical Distribution. ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ കിടക്കുന്നത്. നമുക്ക് ബികോം BBAക്ക് കോമൺ ആയിട്ടുള്ള ആദ്യത്തെ യൂണിറ്റ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റിൽ സിലബസിൽ പറയുന്ന ഏരിയ ഇതാണ്: ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, എല്ലാ സബ്ജക്റ്റ് പോലെയും ഇൻട്രൊഡക്ഷൻ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് QT. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് QT ഇൻ ബിസിനസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഈ ഏരിയയിൽ നിന്ന് ഈ ഒരു പേപ്പർ മിക്കവാറും നമുക്ക് ചോദിക്കാൻ 2 പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് QT എന്നുള്ളത് എന്തായാലും ചോദിക്കാം, നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന്. രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് QT എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് അതാണ് പിന്നീട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പ്രധാനമായിട്ടും. നമുക്ക് നോക്കാം. സോ QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് പ്രൊവൈഡ് എ decision makers a systematic and powerful means of analysis based on quantitative data. സോ ഇതൊരു ഡിസിഷൻ മേക്കേഴ്സ്, എസ്പെഷ്യലി ആരാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ? എസ്പെഷ്യലി ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ്. സോ അവർക്കുള്ള ഒരു അനാലിസിസിന് വേണ്ടിയുള്ള ഒരു പവർഫുൾ ടൂളായിട്ടാണ് അല്ലെങ്കിൽ ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സയൻറ്റിഫിക് മെത്തേഡ് എംപ്ലോയിഡ് ഫോർ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബൈ ദ മാനേജ്മെൻറ്റ്. സോ നമുക്കിതിൻ്റെ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാവും എവിടെ എങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇത് സഹായകമാകുന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ബേസിക്കലി ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 broader areas. That is mathematical quantitative techniques, then statistical quantitative techniques and programming quantitative techniques. ഇങ്ങനെ 3 ബ്രാഞ്ചുകളായിട്ട് നമുക്ക് ഇതിനെ തരംതിരിക്കാം. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ എന്തൊക്കെ വരും എന്നുള്ള ആദ്യം നോക്കാം. സോ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് മീൻസ് ഇറ്റ്സ് എ ടെക്നിക് ഇൻ വിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ യൂസ്ഡ് അലോങ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ്. ഒന്നുമില്ല, QT പ്ലസ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, അതിൽ ലോസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സിനാണ് എന്ത് പറയുന്നത്? മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനാണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അതേപോലെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെലക്ഷൻ ഓർ ഗ്രൂപ്പിംഗ് ഓഫ് ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദെയർ ഓർഡർ. സോ നമ്പർ ഓഫ് കോമ്പിനേഷൻ നമുക്ക് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ പെർമ്യൂട്ടേഷൻ മീൻസ് ഇറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് എന്താണ് ഒബ്ജക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ ഈസ് കോൾഡ് പെർമ്യൂട്ടേഷൻ. സോ അതേപോലെ സെറ്റ് തിയറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സെറ്റ് തിയറിയിൽ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അതിൽ വേറെ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ മെട്രിക്സ്, ആൾജിബ്ര, ദെൻ അതേപോലെ ഡിറ്റർമിനൻസ്, ഡിഫറൻഷിയേഷൻ, ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന, അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓൾ ദീസ് മാത്തമാറ്റിക്കൽ ടൂൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സോ ഇതാണ് ഒരു ബ്രോഡർ ക്ലാസിഫിക്കേഷൻ. ദെൻ അപ്പോൾ ഇതൊരു പാരഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തേതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സ്റ്റാറ്റി എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ. അതാണ് സ്റ്റാറ്റി എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഡെഫിനിഷൻ നമ്മളെ മൈൻഡിൽ വരിക. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് മീൻസ് these are those techniques which are used in conducting statistical enquiry. Statistical enquiry means statistics എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാറ്റ കളക്ഷൻ അല്ലേ. സോ the statistical enquiry, the process of statistical enquiry relate with the collection of data. It is analysis, it is interpretation, ഇങ്ങനെ ഫൈൻഡിങ്സിലേക്ക് എത്തുക എന്നുള്ള ആ വഴി. സോ the statistical technical tools അതിൽ വരുന്നത് ഏതൊക്കെ ചോദിച്ചാൽ ഒന്ന് ഡാറ്റ കളക്ഷൻ. ഓക്കെ, ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് നമുക്കറിയാം. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഉണ്ട്. സോ there are a number of methods to collect the data through the interview, through questionnaire. So this is the first area in statistical quantitative techniques എന്ന് പറയുന്നത്. രണ്ടാമത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സോ സെൻട്രൽ ടെൻഡൻസി, ഒരു ഡാറ്റയുടെ സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യാൻ നമുക്ക് മീൻ, മീഡിയൻ, മോഡ് പോലെയുള്ള ടൂൾസ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഡിസ്പേർഷൻ, സ്ക്യൂനെസ് ആൻഡ് കട്ടോസിസ്.
സോ ഇതാണ് സ്റ്റാറ്റിയുടെ ഈ ടൂൾസ് നമ്മൾ QT ആയിട്ട് ഉപയോഗിക്കുന്നത് പറയും. ആൻഡ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ നമുക്ക് ഇതിലൊരു സെപ്പറേറ്റ് വേറെ ഏരിയ പഠിക്കാനുണ്ട്. ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ്, അതേപോലെ ടൈം സീരീസ് അനാലിസിസ്, ഇൻ്റർപോളേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ SQC, ദെൻ റേഷ്യോ അനാലിസിസ്, പ്രോബബിലിറ്റി തിയറി നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ probability theory എന്ന് പറയുമ്പോൾ that means the theory of probability means it is provides numerical values of likelihood of the occurrence of an event. അത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അത് ഹെഡ് ആവാനും ടെയിൽ ആവാനുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് പ്രോബബിലിറ്റി, ഇത്തരം ടൂൾസൊക്കെ ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നടത്തും. ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോസിസ്. സോ ആൾ ദീസ് ആർ റിലേറ്റഡ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്കൽ QT. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബ്രാഞ്ച് പറഞ്ഞു കഴിഞ്ഞു. തേർഡ് ബ്രാഞ്ചാണെന്ന് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. സോ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കൽ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആർ ദ മോഡൽ ബിൽഡിംഗ് ടെക്നിക്സ് യൂസ്ഡ് ബൈ ഡിസിഷൻ മേക്കേഴ്സ്. ഓക്കെ, സോ എസ്പെഷ്യലി ഇൻ ബിസിനസ്സിലൊക്കെ ഒരുപാട് ഡിസിഷൻ മേക്കിങ്ങിന്, അതേപോലെ എന്താണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് സംഭവങ്ങൾ, അതേപോലെ PERT, CPM പോലെയുള്ള ഒരുപാട് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നിക്സുകളൊക്കെ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ QT ആൻഡ് ആൾസോ OR. സോ പ്രോഗ്രാമിംഗ് ടെക്നിക്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ കൺസേൺഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, ഇൻവെൻറ്ററി തിയറി, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്, സിമുലേഷൻ, റീപ്ലേസ്മെൻറ്റ് തിയറി, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, സീക്വൻസിങ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, അതേപോലെ എന്താണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്സ്. സോ ഓൾ ദീസ് ആർ ദ ടെക്നിക്സ് in associated with the QT and program techniques in associated with the QT. Okay, so ഇത്രയാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ബ്രോഡർ സെൻസിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങളോട് ലിമിറ്റേഷൻസ് ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. സോ കമ്പാരിറ്റീവ്ലി മാത്തമാറ്റിക്സ് പോലെയുള്ള മറ്റ് സബ്ജക്റ്റുകളുടെ ലിമിറ്റേഷൻസ് എല്ലാം QTക്ക് ഉണ്ടായിരിക്കും. സോ QT ഇൻവോൾവ്സ് ദ മാത്തമാറ്റിക്കൽ മോഡൽസ്, സോ ഇക്വേഷൻസ് ആൻഡ് അതർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. സോ അതിൻ്റേതായ എന്താണ് ഈ ലിമിറ്റേഷൻസ് നമ്മൾ QTയിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലും അതിന് വരും എന്നുള്ളതാണ്. ദെൻ QT ടെക്നിക്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് അസംഷൻസ്. അപ്പോൾ ഈ നമ്പർ ഓഫ് അസംഷൻസിൽ നമുക്ക് വൈൽ വി ആർ ടേക്കിംഗ് എ നമ്പർ ഇറ്റ് മസ്റ്റ് ബി കറക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ അത് ബാധിക്കും. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. Then techniques do not take into consideration intangible facts like skill, attitude. ഇപ്പോൾ സ്കില്ല്, ആറ്റിറ്റ്യൂഡ് പോലെയുള്ള ഗുഡ് വില്ല് പോലെയുള്ള സംഭവങ്ങളും അങ്ങനെ മാത്തമാറ്റിക്കൽ ഡാറ്റയിലേക്ക് എത്രത്തോളം എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് നിങ്ങൾ മെറ്റീരിയലിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതാണ്. പിന്നെ വേണമെങ്കിൽ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് QT എന്ന് വേണമെങ്കിൽ ചോദിക്കും. സിലബസിൽ പറയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ടല്ലാതെ വേണമെങ്കിൽ അത് ചോദിക്കാം. QTയുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റാറ്റിക്, വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് മാത്തമാറ്റിക്സ് ഇൻ ബിസിനസ്സിലേക്കാണ് കൂടുതൽ നമ്മളത് ഫോക്കസ് ചെയ്യേണ്ടത് മാത്രം. സോ QT ബേസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, എസ്പെഷ്യലി അതാണ് നമ്മുടെ മെയിൻ. അതേപോലെ എന്താണ് ഇറ്റ് പ്രൊവൈഡ്സ് എ ടൂൾ ഫോർ സയൻറ്റിഫിക് റിസർച്ച്, എസ്പെഷ്യലി മാർക്കറ്റിംഗ് റിസർച്ച്. എ നമ്പർ ഓഫ് റിസർച്ചസ് ആർ ദർ, എസ്പെഷ്യലി ബിസിനസ് ഈസ് ഫോക്കസിങ് ഫോർ മാർക്കറ്റിംഗ് റിസർച്ച്. So on that area QT or quantitative techniques helps in different ways, and it helps it enables in proper deployment of resources of the organization. It helps in minimizing cost, also it helps in minimizing the total processing time. അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്ത്. Then QT is useful in business and industry. Okay, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇന്ന് ഉപയോഗിക്കുന്നതും ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലുമാണ്. ഡിസിഷൻ മേക്കിംഗ് മെയിനായിട്ട് നമ്മൾ മൈൻഡിൽ ഉണ്ടാവേണ്ട പോയിൻ്റ് അതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത്. നമുക്ക് അടുത്ത ചാപ്റ്ററിനെ കുറിച്ച് അടുത്ത് നോക്കാം. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ സെക്കൻഡ് മൊഡ്യൂൾ, ദറ്റ് ഈസ് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഈ വീഡിയോ കാണുന്ന എൻ്റെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇത് BBAക്ക് മാത്രമാണ് ഈ ചാപ്റ്റർ ഉള്ളത്. BCom വിദ്യാർത്ഥികൾക്ക് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ഏരിയ പഠിക്കാനില്ല. അതിന് പകരം അവർക്ക് 5ാമത്തെ ടോപ്പിക്ക്, ലാസ്റ്റ് ടോപ്പിക്ക്
ആയിട്ടുള്ള വേറൊരു പേപ്പറാണ് ലീനിയർ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ടു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നൊരു പേപ്പറാണുള്ളത്. അതുകൊണ്ട് BBA കുട്ടികൾ മാത്രമാണ് സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ഇത് പഠിക്കുന്നത്. BCom വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് മൊഡ്യൂൾ കോറിലേഷനാണ്. ഓക്കെ, സോ ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതിൽ ടൈം സീരീസ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ സിലബസിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ടൈം സീരീസ് ആൻഡ് ഇറ്റ്സ് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ദെൻ യൂട്ടിലിറ്റി, കോമ്പണൻസ് ഓഫ് ടൈം സീരീസ്, മെഷർമെൻറ്റ് ഓഫ് ട്രെൻഡ്, ദെൻ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, ദെൻ പാരാബോളിക് ട്രെൻഡ് ആൻഡ് ലോഗരിതം ട്രെൻഡ്, പിന്നെ ഇൻഡെക്സ് നമ്പർ അതിൻ്റെ കാൽക്കുലേഷനാണ് രണ്ടാമത് പറയുന്നത്. നമുക്കിതിൽ ടൈം സീരീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കാം. So time series means that name it indicate that it is the arrangement of data according to the time, according to time of occurrence അല്ലേ. ഇപ്പോൾ ഒരു ഓർഡറിനനുസരിച്ച് നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത്, അതായത് ടൈമിൻ്റെ ഓരോ 2010, 2011 ഇങ്ങനെ ഓരോ ഡാറ്റ നമുക്ക് ഓരോ വർഷത്തെയും പോപ്പുലേഷൻ്റെതോ അല്ലെങ്കിൽ GDP എല്ലാ ഡാറ്റയും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ആ അറേഞ്ച്മെൻ്റ് ആണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ സെയിൽസ് in 2019, sales in 2020, sales in 2021, then what will be the sales in 2022 and 23 നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടൈം സീരീസ്. അതിന് നമ്മൾ ഒരുപാട് മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിവേ, സോ വാട്ട്സ് ഇമ്പോർട്ടൻസ് മീൻസ് ടൈം സീരീസ് അനാലിസിസ് ഹെൽപ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ് ബിഹേവിയർ. പാസ്റ്റ് ബിഹേവിയർ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കൂടെ തന്നെ എന്താണ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫോർ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് ഫോർ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷന്, ബിസിനസ്സിന് അതിൻ്റെ ഫ്യൂച്ചർ സെയിൽസ്, ഫ്യൂച്ചർ ഡിമാൻഡ് ദീസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഫോർ ദ കമ്പാരിസൺ. സോ നമ്മൾ ഓർഗനൈസേഷൻ്റെ പാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ വർഷത്തെ സെയിൽസും ദിസ് ഇയേഴ്സ് സെയിൽസ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ്. സോ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ദർ ഈസ് എനി ഡീവിയേഷൻസ്, വൈ ഇറ്റ് ഈസ് ഡീവിയേറ്റഡ്, എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ കണ്ടെത്താൻ പറ്റും. ദെൻ ഇൻക്രീസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻക്രീസ്, നമ്മളത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റോ മറ്റ് ടെക്നിക്കുകൾ എന്തെങ്കിലും അതിന് ഫേവറബിൾ ആയിട്ട് വന്നു. സോ all this can be decided with the help of this time series analysis. Anyway, we have 4 components of time series or 4 areas of time series. Secular trend will be there in time series, or seasonal variations will be there, cyclic variation and irregular variations. So നമുക്ക് ഫസ്റ്റ് ട്രെൻഡ് നോക്കാം. സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ ട്രെൻഡ്, it is the change over a long period of time. That means the significance of trend is greater when the period of time is very long. ഒരു സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ലോങ് പീരിയഡിലേക്കുള്ള എന്നർത്ഥം. സീസണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പേരിലുണ്ടല്ലേ. സീസണൽ വേരിയേഷൻ മീൻസ് ഇറ്റ് മെഷേഴ്സ് ഫോർ ദ വൺ കലണ്ടർ ഇയർ. സോ സീസണൽ വേരിയേഷണൽ ട്രെൻഡ് ആണെങ്കിൽ that measures the variation or trend in one calendar year. It is a variation which occurs some degrees of regularity, for example climate condition, social customs, etc. Okay, then cyclical variation. Cyclical variation means the variations are those variation which occur on account of business cycle. Business cycle ആയ എന്താണ്, ഡിപ്രഷൻ, റിക്കവറി, ബൂം, ദെൻ റെസഷൻ, ഇങ്ങനെ പോകുന്ന ഈ ബിസിനസ് സൈക്കിൾ അനുസരിച്ചുള്ള ഒരു ട്രെൻഡ് എന്താണ് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും അത് ഉണ്ടാകും. സോ അത്തരത്തിലുള്ളൊരു അനാലിസിസിലാണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് വൺ ഈസ് irregular fluctuation. Irregular fluctuation means one change of variables could not be predicted due to the irregular movements. എസ്പെഷ്യലി ഇറഗുലർ മൂവ്മെൻറ്റ്സിലേക്ക് എന്താണ്, ഫ്ലഡ് വന്നു, ഇപ്പോൾ കൊറോണ വന്നു, ഇത്തരം ഇഷ്യൂസിന് തമ്മിൽ വാറോ അല്ലെങ്കിൽ ഫമൈൻ, ചേഞ്ചസ് ഇൻ ടെക്നോളജി, ഓൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് എ ചേഞ്ച് ഇൻ ദ ആക്ടിവിറ്റീസ്. സോ ദാറ്റ് റിഫ്ലക്ട് ഇൻ ദ ഇറഗുലർ ഫ്ലക്ച്വേഷൻ. സോ വി ഹാവ് 4 types of trend, that is there will be a secular trend, then the seasonal variation will be the cyclical variation. Seasonal variation വ്യത്യാസം. Cyclical variation means എന്താണ്, which occur on account of business cycle ആയി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്കണോമിക്സിൽ. റെസഷൻ, റിക്കവറി, ബൂം, ഈ ഒരു ഇതിൽ വരുന്ന ചേഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറഗുലർ ഫ്ലക്ച്വേഷൻ മീൻസ് അൺഫോർസീൻ ഇവൻറ്റ്സ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിലെല്ലാം സംഭവിക്കുന്ന ചേഞ്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഇതാണ്, പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിൻ്റ് ഇതാണ് ഈ ഒരു ടൈം സീരീസ് അനാലിസിസിൽ. ഇതിലൊക്കെ ഷോർട്ടായിട്ടുള്ള നോട്ട്സും അതിൻ്റെ ഷോർട്ട് എക്സ്പ്ലനേഷനാണ് നമ്മൾ പറയുന്നത്. സെയിം സംഭവങ്ങൾ ഇതിൻ്റെ കണ്ടൻറ്റ് തന്നെ നമ്മൾ ബുക്കിൽ നിങ്ങൾ നോക്കണം. ബുക്കിൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അതേപോലെ ഈ കണ്ടൻറ്റ് തന്നെ പറയുന്നുണ്ട്. അതിന് എക്സാംസും കൂടുതൽ അതിലുണ്ട്, അതുകൂടെ നിങ്ങൾ നോക്കണം. വീഡിയോ ആകുമ്പോൾ അതിൻ്റെ ഷോർട്ടസ്റ്റ് വ്യൂ മോഡിലാണ് ചെയ്യുന്നത്. സോ മെത്തേഡ് ഓഫ് മെഷറിംഗ് ട്രെൻഡ്, ഗ്രാഫിക് മെത്തേഡ് ഉണ്ട്, ദെൻ സെമി ആവറേജ് മെത്തേഡ് ഉണ്ട്, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ് ഉണ്ട്, ആൻഡ് ഓൾസോ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ മെത്തേഡ് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഫ്രീ ഹാൻഡ് മെത്തേഡ്. സോ അണ്ടർ ദിസ് മെത്തേഡ് ദ ഒറിജിനൽ ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് പേപ്പർ. ഗ്രാഫിൽ നമ്മളിങ്ങനെ ഒരു ഒറിജിനൽ ഡാറ്റ ഇങ്ങനെ മെഷർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സെയിൽസ് ഇങ്ങനെയാണെന്നൊരു സങ്കല്പിക്കാം. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് നമുക്ക് ഒരുപാട് ഡിസിഷൻ, നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിന് ഡിസിഷൻ മേക്കിങ്ങിനാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, എസ്പെഷ്യലി ഇൻ ബിസിനസ്. ഞാനത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. സോ സെയിൽസ് ഇങ്ങനെയാണ്, ദാറ്റ് മീൻസ് എന്താണ്? ദർ ഇസ് എ അപ്പ് ട്രെൻഡ് അല്ലേ, ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും അപ്പ് ട്രെൻഡാണ്. അപ്പോൾ ഇത്തരം ട്രെൻഡ് എസ്പെഷ്യലി ഷെയർ മാർക്കറ്റിലേക്ക് ഷെയറുകളുടെ ട്രെൻഡുകൾ നമുക്ക് ഇത് മനസ്സിലാക്കും. ചില ഷെയറുകൾ ഇങ്ങനെ അപ്പായിക്കൊണ്ടേയിരിക്കും, ചിലതാണെങ്കിൽ ഡൗൺ ആയിരിക്കും. സോ ഇത് നമുക്ക് ഈ ഷെയറിന് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും. സോ ഹിയർ വി ആർ മെഷറിംഗ് ബേസ്ഡ് ഓൺ ദ ഗ്രാഫിക്സ് മെത്തേഡ്. ഗ്രാഫിക് മെത്തേഡ് മീൻസ് എന്താണ്? ദ ഒറിജിനൽ ഡാറ്റ വിൽ ബി പ്ലോട്ടഡ് ഓൺ എ graph paper and the plotted points should be joined. We get a curve. A straight line should be drawn through the curve, middle of the area of the curve. So അതിൽ ഈ ലൈന് നമുക്ക് എന്ത് കിട്ടും? നമുക്കിങ്ങനെ മനസ്സിലാക്കി തരും അതിൻ്റെ ടെൻഡൻസി അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ, ഇൻകം കൂടുകയാണോ കുറയണോ, ആൾ ദീസ് തിങ്. Okay, now another method is semi-average method. Semi-average method means the whole data are divided into two parts and average of these are to be calculated. And the two averages are to be plotted in the graph. The 2 points plotted should be joined so as to get a straight line. നമുക്ക് ടോട്ടൽ ഡാറ്റ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അത് 2 parts and average of these are to be calculated. ആവറേജിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാഫിക്കലായിട്ട് നമ്മളതിൻ്റെ പിന്നെ മെഷർ ചെയ്യുന്നു. ഇത് പ്ലോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനം നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ട്രെൻഡ്, ഇതിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കുക എന്നുള്ളതാണ്. മൂവ്മെൻറ്റ് അങ്ങോട്ട് അപ്പാണോ അതല്ല ഡൗൺ ആണോ, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണോ, അങ്ങനെ ഒരു എന്താണ് സൈഡ് വൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലെവലിലേക്ക് പോവുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടിലും പുറമെ ഇനിയാണ് നമുക്കിന്ന് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജും പറയുന്നത്. മൂവിങ് ആവറേജ് മെത്തേഡൊക്കെ ശരിക്കും ഷെയർ മാർക്കറ്റിലേക്ക് ട്രെൻഡ് അനാലിസിനൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളാണ്. അതേപോലെ സെയിൽസിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത്. സോ അണ്ടർ ദിസ് മെത്തേഡ് എ സീരീസ് ഓഫ് സക്സസീവ് ആവറേജ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫ്രം എ സീരീസ് ഓഫ് വാല്യൂസ്. മൂവിങ് ആവറേജ് എന്താണ്? നമുക്കവിടെ ഒരു 3, 4, 5, 6 വർഷങ്ങളുടെ പോയിന്റുകൾ എടുത്തിട്ട് അതിനെ എങ്ങനെ, ഇപ്പോൾ നമ്മളോട് പറയുന്നത് 3 years മൂവിങ് ആവറേജ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. A+B+3 ഓരോ വർഷത്തെയും ഇയറിൻ്റെ ആവറേജ്, ദെൻ അടുത്ത നെക്സ്റ്റ് ഫിഗർ B+ എന്താണ്? B മീൻസ് രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം, അതിൻ്റെ ആവറേജ് മീൻസ് by3 ചെയ്യുമ്പോൾ അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇനി ഇത് 5 yearsൻ്റെ മൂവിങ് ആവറേജ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ 5 വർഷത്തിൻ്റെ ആവറേജ് കാണും, പിന്നത്തെ 5 വർഷത്തിൻ്റെ ആവറേജ്, ഇങ്ങനെ കണ്ടിട്ട് എന്ത് ചെയ്യും? ഒരു ഡാറ്റ ഉണ്ടാക്കാൻ പറ്റും. നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ യു ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ ഫ്രം 2002 to 2012. ഇതാണ് ഡാറ്റ ഉള്ളത്. ദ സെയിൽസ് ഇൻ 2002 ഈസ് 50,000 യൂണിറ്റ്. ഓക്കെ, ദെൻ 47, 59, 151 ഇങ്ങനെ പോകുന്നുണ്ട് 2012 വരെ. സോ ഇത് നമ്മളങ്ങനെ നമ്മൾ ചോദിച്ചത് എന്താണ്? 3 years മൂവിങ് ആവറേജ് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. 3 years മൂവിങ് ആവറേജ് പറയുമ്പോൾ എന്താണ്? A+B+C/3, ദെൻ പിന്നെന്താ? B+C+D/3 ഇങ്ങനെ ചെയ്യാം. A+B+ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എയും ബിയും ഒക്കെ എന്താ? ഇവിടെ എയും ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റത്തെ, ഇതാണ് എ അല്ലേ, ബി, സി. സോ ഇത് മൂന്നും ആഡ് ചെയ്യുന്നു, അതിൻ്റെ ആവറേജ് നമ്മളൊരു ഫിഗർ കാണുന്നു. അതായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2003 ഇതിൻ്റെ 3ൻ്റെയും കാണും. നമുക്കതിൻ്റെ ഉത്തരം കാണിക്കാം ഞാൻ.
See here, so question is calculate 3 years മൂവിങ് ആവറേജ്. സോ ഫസ്റ്റ് 3 years ഏതാണ്, നിങ്ങളിത് ആഡ് ചെയ്ത് നോക്കുക. സോ 55, 47, 59 ടോട്ടൽ നമുക്ക് കിട്ടും 161 ഡിവൈഡ് ബൈ 3. യു വിൽ ഗെറ്റ് ആവറേജ് എന്താണ്, സെയിൽസ് ഇൻ ക്വാണ്ടിറ്റി ഈ 3 വർഷം 53.67 ആണ്. അടുത്തതെടുക്കുന്നു, അടുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 47, 59, 151 ഇതാണ് എടുക്കുക. ഇതിൻ്റെ ടോട്ടലാണ് 257. ആവറേജ് 3 ചെയ്യുമ്പോൾ നമുക്ക് 85.67 കിട്ടുന്നു. നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് വീണ്ടും റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാം. നമ്മൾ എടുക്കേണ്ടത് 2004 50 151 59 ദെൻ 79. എങ്ങനെയാണ് ഓരോ ഗ്രൂപ്പായിട്ടാണ് ഇങ്ങനെ എടുക്കണം ഓരോ 3 വർഷം. ഇത് 5 year ആണെങ്കിൽ ഒന്നുമില്ല, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ താഴെ 2012 ഉണ്ടാവും, ഫിഗർ ഇവിടെ കാണുന്നില്ല എന്നേ ഉള്ളൂ. 5 year ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 5 year എടുക്കുന്നു, അതിൻ്റെ ആവറേജ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഗ്രാഫ് ഒരു ടേബിൾ വരച്ചിട്ട് ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം BBA കുട്ടികൾ. ഓക്കെ, ഇനി നമുക്കിതിൽ വേറൊരു മെത്തേഡുണ്ട്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിലൊരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിൽ നമുക്ക് ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ടാക്കുക എങ്ങനെ വെച്ചാൽ, ഇത് നമുക്കതിനൊന്ന് നോട്ടിലൂടെ പോകാം. സോ ദിസ് എ പോപ്പുലർ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ട്രെൻഡ് ലൈൻ. ഓക്കെ, സോ ദ ട്രെൻഡ് ലൈൻ ഒബ്റ്റെയിൻ ത്രൂ ദിസ് മെത്തേഡ് ഈസ് കാൾഡ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും കൂടെ നോക്കണം. എ ട്രെൻഡ് ലൈൻ obtained through the method of least square is called line of best fit. Okay, then one trend line is represented as y is equal to, ഇതാണ് ട്രെൻഡ് ലൈൻ ശരിക്ക്, y is equal to a plus bx, നമ്മൾ റിഗ്രഷനൊക്കെ ചെയ്ത പോലെ. ദെൻ സോ ഇവിടെ എയും ബിയും എന്താണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. എ ആൻഡ് ബി ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ സോൾവിങ് ദ ഫോളോയിങ് 2 നോർമൽ ഇക്വേഷൻ. ദാറ്റ് മീൻസ് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു, ഇതാണ് ഇതിൻ്റെ നോർമൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. സിഗ്മ വൈ എന്ന് പറയുന്നതാണ് എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്, സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ദെൻ ഇവിടെ നമ്മൾ എക്സ് ടൈം ആവുമ്പോൾ എക്സ് നമ്മളിവിടെ ടൈം ആയിട്ടും, ദെൻ വൈ റെപ്രസെൻറ്റ് ദ വാല്യൂ, വൈ ഇസ് ദ വാല്യൂ. എന്താണ് ഒരു 2015 അല്ലെങ്കിൽ 20 വാല്യൂ ആയിരിക്കും അത്. അപ്പോൾ എത്ര ആയിരിക്കും, നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഇല്ലേ, അൺനോൺ ഫിഗർ. ദെൻ എ ആൻഡ് ബി എന്താണ് കോൺസ്റ്റൻറ്റ് ആൻഡ് എൻ റെപ്രസെൻറ്റ് ദ ടോട്ടൽ നമ്പർ. സോ ഇവിടെ നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ കാണിച്ചാൽ, ഇവിടെ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മിഡിലിലെ നമുക്ക് തന്ന ഡാറ്റയിലെ മിഡിൽ ഇയർ അത് എക്സ് മീൻസ് 0, അത് ഒറിജിനായിട്ട് നമ്മൾ എടുക്കുന്നു എന്നർത്ഥം. അതിൻ്റെ പിന്നോട്ടുള്ള വർഷം നിൽക്കുമ്പോൾ 2015 ആണ് മിഡിൽ ഇയർ എങ്കിൽ 2014 എന്ന് പറഞ്ഞാൽ -1 ഇയർ ആണ്. 2013 എന്ന് പറയുമ്പോൾ അത് -2 ഇയർ ആണ്. നമുക്കതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിവിടെ സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എൻ എ എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറ്റും, സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ എൻ എന്ന് ചെയ്യാൻ പറ്റും. അതാണ് നിൽക്കട്ടെ. അതേപോലെ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു ബി സിഗ്മ എക്സ് സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് എന്ത് പറ്റും, ഇത് എ അല്ല ബി ആണ്. സിഗ്മ ബി ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ. ഇത് നിങ്ങളുടെ ബുക്കിലുണ്ട്. ഇവിടെ ബി ആണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്യണം, അത് ഒരു എഡിറ്റിംഗ് എറർ ഉണ്ട് ഇവിടെ. ഓക്കെ, സോ നമുക്കതിൽ ഒരു പ്രോബ്ലം നോക്കാം. So following data related with the output of factory for 7 years. So calculate the trend value through the method of least square. Least square നമുക്ക് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നിട്ട് വേറെ എന്താണ്, ആൻഡ് ആൾസോ ഫോർകാസ്റ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ലൈൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫോർകാസ്റ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് 2013 ആൻഡ് 14. ഓക്കെ, അപ്പോൾ 13 ആൻഡ് 15 നമുക്കിവിടെ 12 വരെയാണ് ഡാറ്റ തന്നത്. ഇതിൻ്റെ ബേസിൽ നമുക്ക് 13 ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഡാറ്റ ഇതാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഇതാണ് ഇതിൻ്റെ ആൻസർ. ഞാൻ അത് ഒരു വഴിയിൽ പറയാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഇയർ 2006 to നമുക്ക് 12 വരെ തന്നതാണെന്ത് ഇയർ മീൻസ് ഇയർ എന്താണ്, ടൈമാണ്, ടൈം. ദെൻ പ്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണെന്ത്, പ്രൊഡക്ഷനാണ് നമ്മുടെ ഔട്ട്പുട്ട് വൈ എന്ന് പറയുന്നത്. നമുക്ക് അൺനോൺ ഫിഗർ കാണാമെന്ന് പറഞ്ഞാൽ, അൺനോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി 2015 13 എത്ര ആയിരിക്കും നമ്മൾ കാണാനുള്ളത്. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇവിടെ നമ്മൾ മിഡിൽ ഇയർ എന്തായിരിക്കും എക്സ് ആയിട്ട് എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഇവിടെ മിഡിൽ ഇയർ എന്നത് 2009 ആണ്. 2009 ആണ് ഇവിടെ മിഡിൽ ഇയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായി? ഓക്കെ. സോ അത് 88 ആണ്. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം മൈനസ് നമ്മുടെ മിഡിൽ ഇയർ. അപ്പോൾ ഇവിടെ ഓരോ വർഷം 2006 ഈ മിഡിൽ ഇയറിന് എത്ര മൈനസാണ്? -3 ആണ്. 3 വർഷം. ദെൻ ടൈം 2 വർഷം മൈനസാണ് 1 ഇയർ. ദെൻ അടുത്ത ഓരോ വർഷമായിരിക്കും +1 +2 അങ്ങനെ 3 എന്ന് വരും അല്ലേ. ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ ബി 0. ഓക്കെ. നൗ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് 0 ആണെന്നുള്ളത് നമ്മളിവിടെ സിഗ്മ ആദ്യം എന്ത് ചെയ്യണം? എ എന്താണെന്ന് കാണണം. സ്മോൾ ലെറ്റർ എ ആണ്. അത് ശരിക്കും ഇത് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ വന്നാണ്. എ ഈസ് ഈക്വൽ ടു വാട്ട്? എ ഈസ് ഈക്വൽ ടു സിഗ്മ XY/N. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിഗ്മ Y/N നമുക്കിവിടെ എഴുതാം. സിഗ്മ Y/N എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ സിഗ്മ Y എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഇതാ ഞാൻ റെഡ് കൊണ്ട് റൗണ്ട് ചെയ്ത ഭാഗം 595. ടോട്ടൽ എത്ര വർഷമാണ്? 7. സോ N നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് 85 എന്ന് കിട്ടും. നമ്മുടെ ട്രെൻഡ് ലൈൻ എന്താണ്? ട്രെൻഡ് ലൈൻ കാണണമെങ്കിൽ എന്താണ്? നമ്മൾ ഈ ഇക്വേഷനാണ് ചെയ്യേണ്ടത്. Y ഈസ് ഈക്വൽ ടു A പ്ലസ് Y ഈസ് ഈക്വൽ ടു A പ്ലസ് BX ആണ് നമുക്ക് വേണ്ടത്. അതിൽ A കിട്ടി, 85 കിട്ടി. ഇനി ബി എന്താണ്? ബി സിക്വൽ ഞാൻ നേരത്തെ ഇക്വേഷനിൽ കാണിച്ചു തന്നിരുന്നു. സിഗ്മ XY/X സിഗ്മ X². XY നമുക്കിവിടെ XY ഇവിടെ ആൾറെഡി ഞാൻ ചെയ്ത് വെച്ച് നിങ്ങളത് ആ മോഡൽ ചെയ്യണമെന്നേ ഉള്ളൂ. XY ദെൻ എന്താണ്? X² ഇവിടെ ഉണ്ട്. സോ സിഗ്മ XY ടോട്ടൽ 308 ദെൻ 308 ഡിവൈഡഡ് ബൈ ഇവിടെ 28 ഉണ്ട്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 11 എന്ന് കിട്ടും. ഇതിവിടെ ആൻസറാണ് ഇത് കേട്ടോ. ആൻസർ അത് ഇങ്ങോട്ട് മാറി. ഓക്കെ, സ്ലൈഡിൽ മാറിയത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ വർഷത്തെയും ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിൽ ട്രെൻഡ് ലൈൻ വെച്ചിട്ടുണ്ട്. 2006 85 ആണ് എ. ദെൻ ബി എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. സോ എ പ്ലസ് നിങ്ങളിത് കാണുന്നുണ്ടാവും. 85 + 11 × -3. അപ്പോൾ എത്രയാണ്? നമുക്ക് ഇതിൻ്റെ ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ നമുക്ക് 52 കിട്ടും. 7-ലാവുമ്പോൾ 63. ഇങ്ങനെ പോയിട്ട് നമ്മോട് ചോദിച്ചെന്താ? 12 വരെ നമുക്കിത് ട്രെൻഡ് ലൈൻ എഴുതാൻ പറ്റും. 13-ലെ ഡാറ്റ എന്തായിരിക്കും എന്നുള്ളതാണ്. 13-ലെ ഡാറ്റ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ 13. ഈ ട്രെൻഡ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? Y = A പ്ലസ് ദാറ്റ് മീൻസ് 85 പ്ലസ് ദെൻ എന്താണ്? 85 പ്ലസ് ബി മീൻസ് 11 ഇൻറ്റു എത്ര വർഷം? ഇത് ഇവിടെ നോക്കൂ, ഇവിടെ 3 ആണ്. 2012 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ഒറിജിനിൽ നിന്നും. ഇപ്പോൾ 13 ആകുമ്പോൾ 4th ഇയർ ഇൻറ്റു 4. സോ 129 ടൺ എന്ന് കിട്ടും. ദിസ് ഈസ് യുവർ പ്രൊഡിക്ഷൻ. ദെൻ ഈ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് അടുത്തൊരു പ്രൊഡിക്ഷൻ നടത്താം. അടുത്ത പ്രൊഡിക്ഷൻ എന്താ? 2015 എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. 15 നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. 15 എത്രയാണ്? നമ്മൾ എന്ത് ചെയ്താൽ ട്രെൻഡ് ലൈനിൽ വീണ്ടും വെക്കുന്നു. A പ്ലസ് 85 പ്ലസ് ഇത് പ്ലസ് ആണ്, ഇത് ഇൻറ്റു ആയിട്ടുണ്ട്. 85 പ്ലസ് ദെൻ വാട്ട്? ബി 11 ഇൻറ്റു 6. വൈ ടി 6. നമുക്കിവിടെ 2012 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ 15 എന്ന് പറയുമ്പോൾ പിന്നെയും എന്ത് ചെയ്യും? നമുക്കവിടെ 3 വർഷം വരുന്നുണ്ട്. സോ 6 എന്ന് വരുമ്പോൾ നമുക്ക് അവിടെ 151 ടൺ എന്ന് കിട്ടും. 151 ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഈ സിമ്പിൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷന് മുകളിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എനിവേ, സോ ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻസ് വരിക. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയേ ഉള്ളൂ വെച്ചാൽ കോമ്പണൻസ് ഓഫ് ട്രെൻഡ് ടൈം സീരീസ്, അതായത് സെക്യുലർ ട്രെൻഡ്, സീസണൽ വേരിയേഷൻ, സൈക്ലിക് വേരിയേഷൻ, ഇറഗുലർ വേരിയേഷൻ. അതേപോലെ ഒരു എങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് മെഷറിംഗ് ട്രെൻഡ്. സോ ട്രെൻഡ് ക്യാൻ ബി മെഷേർഡ് ബേസ്ഡ് ഓൺ ഗ്രാഫിക് മെത്തേഡ്. ദെൻ ഗ്രാഫിക് മെത്തേഡ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിലൊരു ഇത് ട്രെൻഡ് എങ്ങോട്ടാണ്? അപ്വേർഡ്, ഡൗൺവേർഡ് എന്നുള്ളത്. സെമി ആവറേജ് മെത്തേഡ് ഇതേപോലെ ട്രെൻഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. പിന്നെ പ്രധാനപ്പെട്ട നമ്മൾ സിലബസിൽ പ്രത്യേകിച്ച് പറഞ്ഞ 2 മെത്തേഡാണ്: മൂവിങ് ആവറേജ് മെത്തേഡും മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അപ്പോൾ ഒരു ലീസ്റ്റ് സ്ക്വയറിലാണ് കുറച്ച് ഇക്വേഷൻസ് ഉള്ളതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കണം. പ്രോബ്ലംസ് നമ്മളിതിലേക്ക് ഒരു മോഡൽ ക്വസ്റ്റിനെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കും BBA സ്റ്റുഡൻസിന് മാത്രമാണ് സിലബസിലുള്ളത്, BCom സ്റ്റുഡൻസിനില്ല. സോ നമുക്കിതിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ്, അതിൻ്റെ മീനിങ്, അത്തരം ടെക്നിക്കൽ ടേമിലേക്ക് നോക്കാം. സിലബസ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു.
Okay. So what is index number? Index number is a relative number which expresses the relation between two variables or two groups of variables. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതിനാണ് ഇൻഡെക്സ് നമ്പർ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ബിസിനസ് ഫീൽഡിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ. സോ വാട്ട് ആർ ദ യൂസസ്? അപ്പോൾ ഇൻഡെക്സ് നമ്പറുമായി നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു സിഗ്നിഫിക്കൻസ് ഓർ യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പർ, അതിൻ്റെ മീനിങ്. സോ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ദ ചേഞ്ചസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. അങ്ങനെ നമുക്ക് ഇൻഡെക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്യാം. മെഷറിംഗ് ദ change in group of related variables. So the importance or use of index number include: it is a measure of trend values, or index numbers facilitate for policy decisions. Policy making decisions in index numbers use ചെയ്യുന്നു. Then index numbers help in comparing the standard of living. ഇപ്പോൾ നമുക്ക് വ്യത്യസ്ത സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡാറ്റകൾ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഇൻഡെക്സ് കൂടിയോ കുറഞ്ഞോ, കോസ്റ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പോലെയുള്ള, അതേപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പോലെ ഇൻഡെക്സുകൾ നമുക്ക് ഈ ഇൻഡെക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത്തരം നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പോലെയുള്ള GDPയുടെ അനാലിസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യും. ദെൻ ഇറ്റ് മെഷർ ദ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ. ഓക്കെ. ആൻഡ് ഓൾസോ these are the economic parameter ആയിട്ട് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കും. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ നമ്പറുകൾ ഓരോ വർഷവും കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇക്കണോമിക് ലെവൽ അപ്വാർഡ് ഡൗൺവാർഡൊക്കെ നമുക്ക് ഇൻഡെക്സ് നമ്പറുകൾ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. സിംപ്ലി ഇൻഡെക്സ് നമ്പർ ഈസ് യൂസ്ഫുൾ ഫോർ എസ്പെഷ്യലി ഇൻ ഇക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻ പർപ്പസ്. ഓക്കെ. So which are the problems involved in construction of index number? So index number ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവിടെ ഡിഫിക്കൽട്ടീസ്, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ദാറ്റ് വി ആർ ഫേസിങ്, അല്ലെങ്കിൽ അതിൽ ലിമിറ്റേഷൻ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം ഈസ് എ ക്ലിയർ ഡെഫിനിഷൻ ഓഫ് ദ പേർപ്പസ് ഫോർ വിച്ച് ദ ഇൻഡെക്സ് നമ്പർ ഈസ് കാൽക്കുലേറ്റഡ് ഓർ കൺസ്ട്രക്റ്റഡ് ഷുഡ് ബി മെയ്ഡ്. ഇപ്പോൾ എന്തിൻ്റെ നമ്മൾ വാട്ട് ഈസ് അവർ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓർ this index number is, it must be defined. Then the selection of number of item is very important. Then the base period നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്, ബേസ് പീരീഡിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പറിൻ്റെ ട്രെൻഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ബേസ് പീരീഡ് ഏതെടുക്കും എന്നുള്ളതിലൊരു ഇറ്റ്സ് എ ഇഷ്യൂ ഓർ പ്രോബ്ലം. ഓക്കെ. സോ അത് ആ ഡിസിഷൻ നമ്മൾ കെയർഫുള്ളായിട്ട് എടുക്കണം എന്നർത്ഥം. ദെൻ വെയ്റ്റ്, അപ്രോപ്രിയേറ്റ് ഉള്ള വെയ്റ്റുകൾ എത്രത്തോളം എങ്ങനെയെന്നുള്ളതും, അതേപോലെ അഡോപ്ഷൻ ഓഫ് സ്യൂട്ടബിൾ ഫോർമുല ഫോർ കൺസ്ട്രക്ഷൻ. നമുക്ക് ഒരുപാട് ഫോർമുല ഉണ്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ. അത് നമ്മൾ അടുത്ത സ്ലൈഡിലൂടെ അത് പറയും, വിച്ച് ആർ ദ മെത്തേഡ് ഓർ ഫോർമുലാസ്. അപ്പോൾ ഏത് മെത്തേഡ് ഏത് ഫോർമുല ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം എന്താണ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതെടുക്കുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആളുടെ കപ്പാസിറ്റി അതിനെപോലെ എന്താണ് ഡിസിഷൻ അനുസരിച്ചിരിക്കും. സോ ഇതെല്ലാം ഇതിൻ്റെ ഇൻഡെക്സ് നമ്പറുടെ ഫൈനൽ റിസൾട്ടിൽ ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളാണെന്ന് അർത്ഥം. നമുക്കിവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ടൈപ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പറിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇൻഡെക്സ് നമ്പർ നമുക്ക് ബ്രോഡായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ഇതിൽ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡെക്സ് നമ്പേഴ്സ്. സോ വിച്ച് ആർ ദ മെത്തേഡ്? വി ഹാവ് ടു മെത്തേഡ്. വട്ട് ഈസ് നമുക്കിങ്ങനെ പറയാം അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ എന്താണ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്ന രീതിയിൽ പറയാം. നമുക്കിങ്ങനെ പറയാം അഗ്രിഗേറ്റീവ് മെത്തേഡ്, അതേപോലെ തന്നെ റിലേറ്റീവ് മെത്തേഡ്. അഗ്രിഗേറ്റീവ് മെത്തേഡ് നമുക്ക് സിമ്പിൾ അഗ്രിഗേറ്റീവ് ഫോർമുല മെത്തേഡ്, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഫോർമുല മെത്തേഡ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഫോർമുല മെത്തേഡിലാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഫേമസ് മെത്തേഡുകൾക്ക്, അതായത് ലാസ്പേയേഴ്സ് ഫോർമുല, പാച്ചീസ് ഫോർമുല, അതേപോലെ എഡ്വേർഡ് മാർഷൽ ഫോർമുല ആൻഡ് ഫിഷേഴ്സ് ഐഡിയൽ ഫോർമുല. ഇങ്ങനെ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഫോർമുലയിൽ പറയുന്നുണ്ട്. അതേപോലെ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ്, അതേപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് നമുക്ക് ഒന്നും കൂടെ ചുരുക്കി ഇങ്ങനെ പറയാവുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സിന് അൺവെയ്റ്റഡ് മെഷേഴ്സ് എന്നും അതേപോലെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിന് 2 ബ്രോഡർ ക്ലാസ്സിൽ പറയാം. അപ്പോൾ അൺവെയ്റ്റഡ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പറാണ് എന്ത് അൺവെയ്റ്റഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇതിലുള്ള സിമ്പിൾ എന്ന് പറയുന്നത്. അതിൽ കാൽക്കുലേഷൻസ് അത്ര കോംപ്ലക്സ് അല്ല എന്നർത്ഥം. ഞാൻ അതിൻ്റെ ഓരോന്നും ഡിഫൈൻ ചെയ്യാം. സോ അണ്ടർ ദിസ് അൺവെയ്റ്റഡ് മെത്തേഡ് ഓർ സിമ്പിൾ ഇൻഡെക്സ് മെത്തേഡ്
the price of each commodity in the current year is taken as a percentage of the price of corresponding item of the base year, and index is obtained by averaging these percentages. So ഇവിടെ ഇൻഡെക്സ് ഇതിൻ്റെ കറണ്ട് ഇയറും ബേസ് ഇയറിൻ്റെയും ആവറേജിങ്ങിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ജോമെട്രിക് മീനൊക്കെ ഇവിടെ ആവറേജിങ് മെത്തേഡിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഈസ് യുവർ ഫോർമുല. സിമ്പിൾ ആവറേജ് മെത്തേഡിൽ നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. എന്താണ്? സിഗ്മ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 വോൾ ഡിവൈഡഡ് ബൈ N. ഇത് നമുക്ക് അപ്പോൾ ഇത് ഇങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, അൺവെയ്റ്റഡ് മെഷേഴ്സിൽ നമുക്ക് എന്താണ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡിൽ നമ്മളിങ്ങനെ ഇക്വേഷൻ ഇതിനൊന്നുകൂടെ നമുക്ക് വേറെ രീതിയിൽ ഇങ്ങനെ പറയാം. ഇവിടെ പി എന്താണെന്നുള്ളത്, ഓക്കെ, പി മീൻസ് പ്രൈസ് ഓഫ് കറണ്ട് ഇയർ ആൻഡ് P0 മീൻസ് പ്രൈസ് ഓഫ് ദി ബേസ് ഇയർ, ദെൻ കറണ്ട് ഇയർ ബേസ് ഇയർ, ദെൻ N എന്താ ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഇനി നമുക്ക് സിമ്പിൾ ആവറേജ് അഗ്രിഗേറ്റ് മെത്തേഡ്, അൺവെയ്റ്റഡ് മെത്തേഡിൽ നമുക്ക് രണ്ട് മെത്തേഡിൽ സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ് രണ്ട് ഞാൻ ഇത് ഈ കറക്റ്റ് ഇതിൻ്റെ നിങ്ങൾക്ക് ബുക്കിൽ കറക്റ്റ് ഇതിൻ്റെ മെത്തേഡ് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു ഈ ഏരിയയുള്ളൂ. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നില്ല ഇതിൽ. അപ്പോൾ സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞു. അത് നിങ്ങളുടെ ബുക്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ എന്താണ് സിഗ്മ P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റോട്ടഡ് ബൈ N എന്നുള്ളതിന് പകരം ഇതേ ഇക്വേഷൻ സിഗ്മ I ഡിവൈഡ് ബൈ N എന്നാണ്. I മീൻസ് എന്താണ് P1 ബൈ P0 ഇൻറ്റു 100 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിൽ അത് എഴുതാം. ദെൻ സെക്കൻഡ് മെത്തേഡ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എത്രയേ ഉള്ളൂ, P01 ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് ഇൻഡെക്സ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഓഫ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു എന്താ സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഒക്കെ അപ്പോൾ നമുക്ക് കറണ്ട് ഇയറും ബേസ് ഇയറും ഡാറ്റ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് കാൽക്കുലേഷൻ ഇല്ലെന്ന് കരുതി സങ്കടപ്പെടണം. മീൻസ് കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ഇത് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ അറിയാനുള്ളൂ. അപ്പോൾ സിഗ്മ P1 എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു കാണുന്നു. P1 എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ഓഫ് ദി കറണ്ട് ഇയറിലെ ടോട്ടൽ ചെയ്യുന്നു ടേബിൾ. ഓക്കെ, ദെൻ P0 എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ഓഫ് ബേസ് ഇയർ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇതിൻ്റെ ടോട്ടലും എടുക്കുന്നു. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ദാറ്റ് മീൻസ് പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നു എന്നർത്ഥം. വി വിൽ ഗെറ്റ് എ ഫിഗർ ദാറ്റ് ഈസ് എ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡിൽ ഇൻഡെക്സ് നമ്പർ അതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു കമ്പാരിസൺ ആണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, അതേപോലെ സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ പ്രോബ്ലം ചെയ്യാത്തതിൽ കാര്യമായിട്ട് ഇവിടെ എന്താണ് വലിയൊരു കൺഫ്യൂഷനൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ പ്രോബ്ലം നമ്മൾ ചെയ്യാത്തത്. പ്രോബ്ലംസ് നിങ്ങൾ ബുക്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളെന്ന് പറയുന്നത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് വി ക്യാൻ ക്ലാസിഫൈ ഇൻറ്റു ബ്രോഡ്ലി വെയ്റ്റഡ് ആൻഡ് അൺവെയ്റ്റഡ്. അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറാണ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡും സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡും പറഞ്ഞത്. ക്ലിയർ? നൗ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്, നേരത്തെ പറഞ്ഞത് തന്നെ അവിടെ വെയ്റ്റഡ് കൂടെ ആഡ് ചെയ്താൽ മതി. വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് മെത്തേഡ്, ഇങ്ങനെ രണ്ട് ഏരിയ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ്. ഞാൻ ആദ്യം വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് നമ്പർ ഇവിടെ പറയാം. സോ ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വെയ്റ്റ് അല്ലേ, നിങ്ങൾ അഡീഷണൽ ഒരു പേര് അവിടെ കണ്ടിട്ട് ഒരു ടേം വെയ്റ്റ് കൊടുക്കും. സോ ഇൻ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് the price relative for the current year are calculated on the based on the base year price. Okay, അവിടെ these price relatives are multiplied by the respective weight of item. ഇത്രയാണ് പ്രത്യേകത ഉള്ളത്. ഓരോ വർഷത്തിനും നമ്മൾ വെയ്റ്റുകൾ കൊടുക്കും. ഫസ്റ്റ് ഓരോ വർഷത്തിനും അതിൻ്റെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, നൗ ദീസ് പ്രൊഡക്ട്സ് ഈ റിസൾട്ട് അല്ലേ ആർ ആഡഡ് അപ്പ് ആൻഡ് ഡിവൈഡഡ് ബൈ ദ സം ഓഫ് ദ വെയ്റ്റ്സ്. വെയ്റ്റിൻ്റെ സമ്മ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, അതായത് നമ്മുടെ പ്രൈസ് റിലേറ്റീവ്സിൽ കറണ്ട് ഇയറിൻ്റെ വാല്യൂ ഇൻറ്റു ഓരോ വർഷം വെയ്റ്റ്, അതിൻ്റെ സമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയ്റ്റിൻ്റെ സമ്മിനെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ആൻ ആൻസർ. അപ്പോൾ ഇവിടെ പി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ
P1/P0 × 100. കുറച്ചുകൂടെ വർക്ക് കാൽക്കുലേഷൻ കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പ്രൈസ് റിലേറ്റീവ്, അതേപോലെ വി മീൻസ് വാല്യൂ ഓഫ് വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയും. യെസ്. ഇനി വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ്. വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡിൽ നമുക്ക് ഒന്ന് നോക്കാം. വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇവിടെ കുറേ പേരുകൾ കാണാൻ പറ്റില്ലേ. നേരത്തെ ഇത് പറഞ്ഞിരുന്നു, ആ വലിയൊരു ടേബിൾ കാണിച്ച സമയം, ഒരു ഫിഗർ കാണിച്ച സമയത്ത് വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡിൽ എന്താ സംഭവിച്ചാൽ in it commodities are assigned weights on the basis of the quantities purchased. Okay, അല്ലെങ്കിൽ എന്താണ്, so it is based on the weight of the price of the selected commodities. സെലക്റ്റഡ് കമ്മോഡിറ്റിയുടെ ബേസിൽ നമ്മൾ ഇവിടെ പ്രൈസ് കാൽക്കുലേറ്റ് നോക്കാം. ഇവിടെ നമുക്ക് അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഹാവ് യൂസ്ഡ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് അസൈനിങ് വെയിറ്റ്. അപ്പോൾ ഇവിടെ ലാസ്പിയർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ മെത്തേഡല്ല ആര് ഫോളോ ചെയ്ത് പാസിസ് മെത്തേഡിൽ കാണുന്നത്. ഫിഷറുടെ മോഡൽ വേറെ മെത്തേഡ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലാസ്പിയേഴ്സ് മെത്തേഡിൽ ലാസ്പിയർ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ദ ബേസ് ഇയർ ആകുമ്പോൾ അത് പാസിയിൽ ഉപയോഗിക്കുന്നതാണ് ക്വാണ്ടിറ്റി ഓഫ് ദ കറണ്ട് ഇയർ ആണ് എടുക്കുന്നത് മാത്രം. നോക്കാം. നമുക്കിതിൻ്റെ ഇതെല്ലാം ഒന്ന് മൈൻഡിലാണ്. അതിൽ പ്രധാനപ്പെട്ട ലാസ്പിയേഴ്സ് മെത്തേഡ് ഒന്ന് നോക്കണം നിങ്ങൾ. ലാസ്പിയറുടെ മെത്തേഡിൽ ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, എല്ലാം സെയിം ആണ്, ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. വെയിറ്റിന് പകരം എന്താണ്, ലാസ്പിയേഴ്സ് മെത്തേഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇൻ ദിസ് മെത്തേഡ് ദ വെയ്റ്റ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ക്വാണ്ടിറ്റീസ് ഇൻ ദ ബേസ് ഇയർ. വെയിറ്റ് നമ്മൾ എന്താണ്, ക്വാണ്ടിറ്റീസ് ഇൻ ദ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റീനാണ് വെച്ചത്. അതായത് നിങ്ങൾ നോക്കൂ, ഈ ഇക്വേഷൻ നോക്കൂ. നിങ്ങൾ ഇതിൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നല്ലത് ഇതിൻ്റെ നോട്ട് ചെയ്യുമ്പോൾ ലാസ്പിയറും പാഷി എല്ലാം ഇതിൻ്റെ ഒരു ടേബിൾ ഒരുമിച്ചുണ്ടാക്കിയിട്ട് എല്ലാ ഇക്വേഷനുകൾ എഴുതി കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം മനസ്സിലാൻ പറ്റും. സിഗ്മ P1Q0 ഡിവൈഡ് ബൈ സിഗ്മ P0Q0 × 100. ഇവിടെ ലാസ്പിയർ എടുത്തത് ക്വാണ്ടിറ്റി ഏത് ഇതിലാണ്, ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയാണ് ലാസ്പിയർ എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിലും ബുക്കിൽ നമ്മളൊരു 24th പേജ് നമ്പർ 24 ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് കാണാൻ പറ്റും. അതിൽ 24th മുതൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്പിയർ പാഷി എല്ലാവരുടെയും മെത്തേഡിൽ സൊല്യൂഷൻ ചെയ്യാം. അപ്പോൾ അത് ക്വസ്റ്റ്യന് പിന്നെ എല്ലാവരും വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ Q1 Q0 ഒക്കെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ലാസ്പിയറുടെ ക്വസ്റ്റ്യൻസ് കിടക്കുന്നത് 27th പേജിലാണ്. നിങ്ങളത് ജസ്റ്റ് നമ്മൾ സ്ലൈഡിൽ കാണിക്കുന്നില്ല എന്നുള്ളൂ, അത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആ മെത്തേഡ് മനസ്സിലാവും. അപ്പോൾ അവിടെ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സമ്മാനം എടുത്തതെന്ന് മാത്രം നോക്കാനേ ഉള്ളൂ. P1Q0 മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേപോലെ എന്താണ് P0Q0 മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അവിടെ പാസിസ് മെത്തേഡ് ആകുമ്പോൾ എന്താണ്, ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ എന്താണ്, ഇവിടെ ലാസ്പിയർ P1Q0 അതിന് പകരം എന്താണ് Q1 2 എന്താണ് Q0 എടുത്തിന് പകരം ഇവിടെ Q1 ആണ് എടുത്ത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് ഇനി പെട്ടെന്ന് പോവാം. ഇനി നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, പെട്ടെന്ന് തീരും. ഒരുപാട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും ഇവിടെ നിങ്ങൾക്ക് വരുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഇക്വേഷൻ അങ്ങോട്ടും മാറരുത്. ഡോർബിഷ് ആൻഡ് ബൗളിഷ് മെത്തേഡ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് അല്ലേ. സിഗ്മ P1Q0 ഡിവൈഡ് ബൈ സിഗ്മ P0Q0 പ്ലസ് സിഗ്മ P1 4 ഫിഗർ കൊടുക്കുന്നുണ്ട്. P1Q1 ഇവിടെ Q0 എടുത്തു, ഇവിടെ Q1 എടുത്തു, ഇവിടെ രണ്ട് ഭാഗത്ത് എന്താണ് Q0 എടുത്ത് അതേ ഫിഗർ കൊണ്ട് വന്ന് Q1 എടുത്തിട്ട് പിന്നെ ഡിവൈഡ് ബൈ 2 അങ്ങനെ ചെയ്യുന്നത്. ഫിഷറുടെ മെത്തേഡ് എന്താണ്, റൂട്ട് ഓഫ് ഈ ഡോർബിഷ് ബൗളിഷ് മെത്തേഡിൻ്റെ റൂട്ട് ഓഫ് എന്താണ് സിഗ്മ. ഞാൻ നേരത്തെ ഇക്വേഷൻ വായിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. രണ്ട് ഇക്വേഷനും അതേപോലെ, പക്ഷേ റൂട്ട് ഓഫ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് വെച്ചിട്ടാണ് ചെയ്തത് എന്ന് മാത്രം. ഓക്കെ, ഫിഷറുടെ മെത്തേഡ് നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്. എന്താണ് ഫിഷർ മെത്തേഡ് ഈക്വൽ ടു P01 ഇൻഡെക്സ് ഈക്വൽ ടു എന്താണ് റൂട്ട് ഓഫ് ലാസ്പിയർ പ്ലസ് പാഷി, ഇങ്ങനെയും പറയാറുണ്ട് L+P. ഇങ്ങനെയും നിങ്ങൾക്കത് അതിൻ്റെ ഫോർമുല വെച്ചിട്ട് റൂട്ട് ഓഫ് ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, ആൻഡ് മാർഷൽ എഡ്ഗർവർത്ത് മെത്തേഡ് ഇതിലെന്താണ് റൂട്ട് ഓഫ് ഒന്നുമില്ല. ഇവിടെ ഇത് വ്യത്യാസം ഇതാ കണ്ടോ, ഈ പ്ലസ് സിമ്പിൾ ചെറിയ മാറ്റങ്ങളല്ലോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണ്. കണ്ടോ, സിഗ്മ P1Q0 പ്ലസ് സിഗ്മ P1Q1 ഡിവൈഡ് ബൈ സിഗ്മ P0Q0 പ്ലസ് സിഗ്മ P0Q1. ഇവിടെ നേരത്തെ ചെയ്തെന്താണ്
നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പ്ലസ് ഇവിടെ പ്ലസിൻ്റെ സ്പേസ് രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തത് മാത്രം. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. കെല്ലീസ് മെത്തേഡ് ആണെങ്കിൽ കെല്ലീസ് മെത്തേഡ് ഇവിടെ എന്താണ് സിഗ്മ P1Q ഇൻറ്റു സിഗ്മ P0Q. So that means Kelly think that the ratio of aggregate which with selected weights that not necessarily to the base over the current year ആണെന്നില്ലേ സെലക്റ്റഡ് ആയിട്ടുള്ള വെയിറ്റിന് മൾട്ടിപ്പിൾ ചെയ്യാൻ അവർ പറയുന്നുള്ളൂ gives the base index here. Okay, so Q refers the quantities of the last year of the year which last year അല്ല of the year which is selected as the base. അത് ഏതുമാവാം. നമ്മൾ ആ കാൽക്കുലേഷൻ നമ്മൾ ബേസ് ചെയ്യുന്നത് ഏതോ അതെടുത്തിട്ട് എന്ത് ചെയ്യാം. ഇറ്റ് മേ ബി എനി ഇയർ ഐദർ ബേസ് ഇയർ ഓർ കറണ്ട് ഇയർ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കാൽക്കുലേഷൻ പർപ്പസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ ടേബിൾസ് നമ്മളെ ബുക്കിൽ നിങ്ങൾ ആ ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം. അതിൽ സിമ്പിൾ കാൽക്കുലേഷൻ ആയതുകൊണ്ട് മാത്രമേ പ്രോബ്ലം ഇതിൽ ചെയ്യാതിരുന്നത്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ എല്ലാവരുടെയും ഇക്വേഷൻ സെപ്പറേറ്റ് ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒരു പേപ്പറിലേക്ക് മാറ്റിയിട്ട് വേണം അതിൽ എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മളിങ്ങനെ ഒരു പേപ്പർ വരയ്ക്കുന്നു, ലാസ്റ്റ് പെയർ, പാസി, കെല്ലി, ഇങ്ങനെ ഫിഷർ ഇങ്ങനെ വെക്കുന്നു. ഇവിടെ അവിടെ ഇക്വേഷൻസ് ഇങ്ങനെ കോളത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ എവിടെയാണ് വ്യത്യാസമുള്ള ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇല്ലെങ്കിൽ കുറേ ഇക്വേഷൻ പഠിച്ചിങ്ങനെ പോകുന്ന പക്ഷേ നമുക്ക് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാകും. ഇനി ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ടേമാണെന്ത്, ചെയിൻ ഇൻഡെക്സ് മെത്തേഡ് നമ്പർ. ചെയിൻ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മാത്രമാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. ചെയിൻ ഇൻഡെക്സ് നമ്പർ മീൻസ് എന്താണ്, ഈ നമുക്കതിൻ്റെ നോട്ടിലൂടെ നോക്കാം. ഇൻ ദ ഫിക്സ്ഡ് ബേസ് മെത്തേഡ് നേരത്തെ നമ്മൾ കണ്ടത് അല്ലേ. ഓരോ വർഷം നമ്മളിപ്പോൾ 2008 ഫിക്സ്ഡ് ആയിട്ട് ബേസ് ഇയർ വെക്കുന്നു. ദെൻ 2008 വെച്ചിട്ട് ഓരോ ഇയറേയും കമ്പയർ ചെയ്യുന്നു. ഹിയർ ഇൻ ഫിക്സ്ഡ് ബേസ് മെത്തേഡ് വിച്ച് ഈസ് ഡിസ്കസ് ഓഫ് ദ ബേസ് റിമൈൻസ് ദ സെയിം, ദാറ്റ് ഇസ് ഇഷ്യൂ ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ഓൾ ത്രൂ ഔട്ട് ദ സീരീസ്. അതിലൊരു മാറ്റം സംഭവിക്കുന്നില്ല. ഇൻ ദ ഫിക്സ്ഡ് ബേസ് മെത്തേഡ് ഡസ് നോട്ട് സ്യൂട്ട് വെൻ ദ the conditions change. In such a case, the changing base period may not be more suitable. അതായത് ഈ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ബേസ് മാറ്റണം എന്നുള്ളതാണ് ഈ ചെയിൻ ഇൻഡെക്സ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ടു under this the figures for each year are first expressed as the percentage of the preceding year, that is called link relative. Then they are chained together by the successive multiplication of the chain index. അപ്പോൾ ഇങ്ങനെ ഒരു ചെയിൻ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പേര് ഇങ്ങനെ വരാൻ കാരണം. അപ്പോൾ ഫിക്സഡ് ബേസ് പീരിയഡ് അല്ല, ചേഞ്ചിങ് ബേസ് പീരിയഡ് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് വ്യത്യസ്തത ഉള്ളത്. ഓക്കെ, നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ചെയിൻ ഇൻഡെക്സ്. നമുക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ദ ഫിഗേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ആസ് ദ percentage of the preceding year to get the link relative. അത് നമ്മൾ എന്ത് ചെയ്യും, റിംഗ് റിലേറ്റീവ് കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്, പ്രൈസ് ഓഫ് ദി കറണ്ട് ഇയർ ഇത് തിയറിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ. അത് ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ദ പ്രീവിയസ് ഇയർ. കറണ്ട് ഇയർ പ്രീവിയസ് നമ്മളെന്ത് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയിൻ ഇൻഡെക്സ് ഫോർമുല നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് കറണ്ട് ഇയർ ലിങ്ക് റിലേറ്റീവ് പ്രീവിയസ് ഇയർ ലിങ്ക് റിലേറ്റീവിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചെയിൻ ഇൻഡെക്സ് ഉണ്ട്. കുറച്ചുകൂടെ ആക്യുറസി ഉണ്ട് എന്നുള്ളതാണ് ഇത് പ്രപ്പോൺ ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ നോക്കണം. രണ്ടാമത്തെ കാര്യം, BBA സ്റ്റുഡൻസ് മാത്രമാണ് അവിടെ സിലബസിലാണ് ടൈം സീരീസും അതേപോലെ ഇൻഡെക്സ് നമ്പറും ഉള്ളത്. BCom സ്റ്റുഡൻസിന് ഇത് രണ്ടുമില്ല എന്നുകൂടി മനസ്സിലാക്കുക. Okay, now we are discussing about correlation and regression. Firstly, we are moving to the topic correlation. Before that, correlation and regression എന്ന ടോപ്പിക്ക് BCom BBA രണ്ട് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഉള്ളതാണ്. ഈ ടോപ്പിക്കിൽ കോറിലേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ റിഗ്രഷൻ, അതുമായി ബന്ധപ്പെട്ട റിഗ്രഷൻ അനാലിസിസ്, ഈ രണ്ട് ടോപ്പിക്കും ടൈപ്സ് ഓഫ് കോറിലേഷൻ വേഴ്സസ് റിഗ്രഷൻ, ഇത്തരം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ്ലി വി ആർ മൂവിങ് ടു ദ ടോപ്പിക് കോറിലേഷൻ. വാട്ട് ഈസ് കോറിലേഷൻ? ദെൻ സോ യു ക്യാൻ സീ ദ സിലബസ്. So correlation means correlation. It is the analysis or the statistical technique which can be used to study the relations between two or more variables. രണ്ട് വേരിയബിൾസ് നമ്മൾ കോറിലേറ്റഡ് ആണോ അല്ലേ, there is any relation. So
അങ്ങനെ റിലേഷൻ ഉണ്ടോ ഇല്ലേ എന്ന് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്, മെത്തേഡാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ അറ്റംപ്റ്റ് ടു ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻസാണ് ഇവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടേം കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് മീൻസ് ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. സോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. സോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 and +1. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കും അല്ലാതിലും നമുക്കിത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഇത് രണ്ടും നോട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കോറിലേഷനുമായി ബന്ധപ്പെട്ട് നമ്മളിത് പഠിക്കുമ്പോൾ. നൗ which are the significance of correlation analysis, why we are studying correlation. So ഞാനിതിൽ മാർക്ക് ചെയ്തിട്ട് എൻ്റെ ഹിൻറ്റുകൾ നിങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ പെട്ടെന്ന് ഈ ഒരു ഏരിയ പറയാം. കോറിലേഷൻ അനാലിസിസ് മീൻസ് ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ സിംഗിൾ ഫിഗർ ടു മെഷർ ദ ഡിഗ്രി ഓഫ് റിലേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് മെഷർ ചെയ്യുക, ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇക്കണോമിക് ബിഹേവിയർ ഓഫ് ദി വേരിയബിൾസ് ആൻഡ് ഓൾസോ what to estimate. The correlation analysis helps us to estimate the cost, price and other variables. Then it also used for the as a basis for the study of regression. Regression base ആയിട്ട് നമ്മൾ correlation analysis യൂസ് ചെയ്യുന്നു. Then it helps to reduce the range of uncertainty associated with the decision making. So it also നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കോറിലേഷൻ ഒരു രണ്ട് ഡയറക്റ്റ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കോറിലേഷൻ അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. എനിവേ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ. ഈ ഒരു ഏരിയ നമ്മൾ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയയാണ് ക്ലാസിഫിക്കേഷൻ. പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, അതേപോലെ എന്താണ് സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ഇത് നമുക്ക് ഒരു എസ് എ ക്വസ്റ്റ്യനൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതാൻ പറ്റും. സോ വാട്ട് ഈസ് പോസിറ്റീവ് കോറിലേഷൻ? പോസിറ്റീവ് കോറിലേഷൻ മീൻസ് എന്താണ്? ഇഫ് ദ വേരിയബിൾസ്, നമുക്കതിൻ്റെ ഡെഫിനിഷനിലൂടെ നോക്കാം. വെൻ ദ വേരിയബിൾസ് ആർ വേരിയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് ആൻ ഇൻക്രീസ് in the value of variable is accompanied by an increase in the value of other variable. ഒരു വേരിയബിൾ കൂടുന്നതനുസരിച്ച് അഡ്വർടൈസ്മെൻറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കൂടുന്നതനുസരിച്ച് സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നു, സെയിം ഡയറക്ഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഡിഗ്രീസ് ആണെങ്കിലോ സെയിം ഡയറക്ഷനിൽ ഡിഗ്രീസും ചെയ്യുന്നു എന്നർത്ഥം. സോ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പ്ലസ് സംഖ്യ എന്നുള്ളതല്ല, ഡയറക്ഷൻസ് സെയിം ആണ്. പോസിറ്റീവ് മീൻസ് എന്താണ്? ദ ചേഞ്ച് ഇൻ ദ സെയിം ഡയറക്ഷൻ. അത് ഒരു വേരിയബിൾ പോസിറ്റീവ് അപ്പ് ആവുമ്പോൾ മറ്റേ വേരിയബിൾ അതിനനുസരിച്ച് അപ്പ് ആവുന്നു, അല്ലെങ്കിൽ എന്താണ് ഒന്ന് ഡൗൺ ആവുകയാണെങ്കിൽ മറ്റൊന്ന് അതിനനുസരിച്ച് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് നെഗറ്റീവ് കോറിലേഷൻ? If when the one variable is varying in the same direction, in the opposite direction, when the variables are moving in the opposite direction, that means ഒന്ന് അപ്പ് ആവും മറ്റേ ഡൗൺവേർഡ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, that means if an increase in value of one variable, x എന്ന് പറയുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ it is accompanied by the decrease in another variable. x ഇൻക്രീസ് ചെയ്യുമ്പോൾ y ഡിക്രീസ് ചെയ്യുന്നു, y ഇൻക്രീസ് ചെയ്യുമ്പോൾ x ഡിക്രീസ്. ഇങ്ങനെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് വാല്യൂസ് പോകുന്നതെങ്കിൽ, സി ആൻ എക്സാമ്പിൾ ഞാൻ ഇവിടെ കണ്ടോ, 5 a എന്ന് പറയുന്ന വേരിയബിൾ 5 ആകുമ്പോൾ 5, 10, 15 ഇങ്ങനെ ഇൻക്രീസ് ആവുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള b എന്താ ചെയ്യുന്നത്? 16. പിന്നെ ഇത് എയുടെ വാല്യൂ 10 ആകുമ്പോൾ ഇത് 16 10 ആവുകയാണ് ചെയ്യുന്നത്. 15 ആകുമ്പോൾ ഇവിടെ 8 ആവുകയാണ് ചെയ്യുന്നത്. വൺ ഈസ് ഇൻക്രീസിങ്, അനദർ ഈസ് ഡിക്രീസിങ്. ഓക്കെ, സോ ഇത്തരം റിലേഷനാണ് എന്ത്? നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്ന് മൈനസ് ആവുക എന്നുള്ളൊരു മീനിങ്ങിലേക്ക് പോകരുത്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവും, സെയിം ഡയറക്ഷനിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനും ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, നൗ ഇനി നമുക്ക് റിലേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ റിലേഷൻ കാണാൻ വേറെ ഒരു ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. സോ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? If you are studying or analyzing the only two variables, x and y മാത്രമേ ഉള്ളൂ. So this is that means എന്താണ്? സെയിൽസ് ആൻഡ് പ്രൈസ് അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് പ്രൈസ്. അപ്പോൾ ഇത് രണ്ടും ഉള്ള അനാലിസിസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ. ദാറ്റ് മീൻസ് ഇഫ് ദ
statistician or the person is analyzing only two variables, it is called the relation between price and demand, it is called simple correlation. Now multiple correlation, ഇപ്പോൾ സിമ്പിൾ പറഞ്ഞാൽ എന്താണ് മൾട്ടിപ്പിൾ നമുക്ക് മനസ്സിലാവും അല്ലേ. സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ മീൻസ് എന്താ, see if there are three or more variables are studied, if you are analyzing three or more variables, it is at a time, that is multiple correlation. So for example, when we are studying the relation between the yield of rice with both rainfall and fertilizer together, see an example, റെയിൻഫാളും ഫെർട്ടിലൈസറും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈൽഡിൽ ഈ മൂന്ന് വേരിയബിൾ, ത്രീ ഓർ മോർ വേരിയബിൾസ് ആവാം. അങ്ങനെ പക്ഷേ സിമ്പിളാകുമ്പോൾ രണ്ട് വേരിയബിളെ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഈ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പാർഷ്യൽ മീൻസ് എന്താ, we recognize more than two variables but consider one dependent variable and one independent variable and keeping other independent variable as constant. പാർഷ്യൽ ആണ്, മൾട്ടിപ്പിൾ അല്ല. മോർ ദാൻ വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ബട്ട് എന്താണ്, one will be the dependent variable and another independent variable and another variable will be constant. That means, for example, see an example. I have shown an example here. See, yield of rice is influenced the amount of rainfall and the amount of fertilizer used. Okay, right? So but if we study the correlation between yield of rice and amount of rainfall by keeping the amount of fertilizer used as constant, it is a problem of partial correlation. So we are studying what, yield of rice and amount of rainfall. yield of rainfall നമുക്ക് എമൗണ്ട് ഓഫ് yield of റൈസിന് നമുക്ക് എമൗണ്ട് ഓഫ് റെയിൻഫാളും ഫെർട്ടിലൈസറും ബാധിക്കാം. അത് മൂന്നും കൂടെ അങ്ങോട്ടും റിലേഷൻ പഠിക്കണമെങ്കിൽ മൾട്ടിപ്പിൾ ആണ്. ബട്ട് ഹിയർ വി ആർ കീപ്പിംഗ് ദ ഫെർട്ടിലൈസർ യൂസ്ഡ് ആസ് കോൺസ്റ്റൻറ്റ് ആൻഡ് സ്റ്റഡിയിങ് ദ yield of rice and amount of rainfall at a time. So this is called partial correlation. So ഇങ്ങനെ നമുക്കൊരു വേറൊരു 3 ലെവൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നൗ another method is linear and non-linear correlation. So what is linear correlation? So in linear correlation, like correlation analysis, if the ratio of change between two sets of variable is same, then it is called linear correlation. Change of two set in the same proportion. That means, for example, when 10% increase in one variable accompanied by 10% increase in another variable, it is called a linear correlation. See, avരുടെ ratio എന്തായിരിക്കും, ratio between first and second variable will be the same. That is a relation. That means same proportion ആണെങ്കിൽ linear. അപ്പോൾ എന്താണ്, നോൺ ലീനിയർ എന്ന് പറഞ്ഞതായിരിക്കും, സെയിം പ്രൊപ്പോർഷൻ അല്ല, നമുക്കത് മനസ്സിലാക്കാം അല്ലേ. സോ സെയിം, നേരത്തെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ പറഞ്ഞത് എന്താണ്, ഇൻക്രീസ് ആണോ മറ്റതും ഇൻക്രീസ് ആണോ, ഡിഗ്രീസ് ആണെങ്കിൽ രണ്ടാമതും ഡിഗ്രീസ് ആണ്. പക്ഷേ ലീനിയറും അതും ഒന്നല്ല. ലീനിയർ ഇത് സെയിം പ്രൊപ്പോർഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, മറ്റത് അതിനനുസരിച്ചല്ല, ഇൻക്രീസ് ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് ആയിക്കോണമെന്നില്ല. ബട്ട് സി ഹിയർ നമുക്കിവിടെ 10 എന്നുള്ളത് 15 ആയി, 15 എന്നതിന് 30 ആവുന്നു. അപ്പോൾ ഇവിടെ അതേ പ്രൊപ്പോർഷനിലാണ് ഇൻക്രീസ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. സോ വാട്ട് ഇസ് നോൺ ലീനിയർ കോറിലേഷൻ? നോൺ ലീനിയർ കോറിലേഷൻ മീൻസ് വാട്ട്? So the amount of change in variable does not bring the same ratio, that is what? Non-linear correlation. So ഇത്ര നമുക്ക് ഇതിൻ്റെ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ പറയാനുള്ളത്. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സിമ്പിൾ പാർഷ്യൽ മൾട്ടിപ്പിൾ കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ഓക്കെ, നൗ ദ മെത്തേഡ്, ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. So a correlation between two variables can be measured by graphic method and algebraic method. രണ്ട് മെത്തേഡാണ്, ഗ്രാഫിക് ആൻഡ് ആൾജിബ്രൈക്ക്. ഗ്രാഫിക് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കാറ്റർ ഡയഗ്രാം, സിലബസിൽ പ്രത്യേകിച്ച് പറയുന്ന ടോപ്പിക്കാണിത്. സ്കാറ്റർ ഡയഗ്രാം ആൻഡ് കോറിലേഷൻ ഗ്രാഫ് വരച്ചിട്ടാവാം. ആൾജിബ്രൈക്ക് മെത്തേഡ് മേ ബി, ഓർ ഇറ്റ് ഈസ് കോൾഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓർ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ആൾജിബ്രൈക്ക് മെത്തേഡാണ് നമുക്ക് കാൽപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, സോ വാട്ട് ഈസ്
സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്. ഇതൊരു എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് എസ്സേ ചോദിക്കുകയാണെങ്കിൽ പ്രോബ്ലം ആയിരിക്കില്ല, ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ കാൾപിയേഴ്സനോ സ്പിയർമാൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യതയുണ്ട്. നോക്കാം. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് under this method all the values of the two variables are plotted in a chart in the form of dots. അതിൻ്റെ മീനിങ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാവും അല്ലേ? ഡോട്ട് നമ്മൾ ചാർട്ടിൽ സ്കാറ്റർ ഡയഗ്രാംസ് വരയ്ക്കുന്നു. സോ അതുകൊണ്ട് ഈ സ്കാറ്റർ ഡയഗ്രാം ഈസ് ഓൾസോ കോൾഡ് വാട്ട് ഡോട്ട് ചാർട്ട്. എനിവേ അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി എന്താണ്. ബൈ ഒബ്സർവിംഗ് ദ സ്കാറ്റർ of various dot we can form an idea that whether the variables are related or not. റിലേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, ഈ ഡോട്ടുള്ള ബേസിൽ. ദെൻ സ്കാറ്റർ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ ആൻഡ് ടെൽസ് us how closely the two variables under study are related. Greater the scatter of the dots, lower is the relationship. ഓക്കെ, നമുക്കത് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. നിങ്ങളുടെ ബുക്കിൽ നമുക്കതിൽ ഇത് കാണാൻ, സ്കാറ്റർ ഡയഗ്രാം കാണാൻ പറ്റും. സോ നമ്മളിതിൻ്റെ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ഇവിടെ ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, നോ കോറിലേഷൻ. കണ്ടോ, ഈ ലാസ്റ്റ് ഇമേജും മറ്റു രണ്ട് ഇമേജിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ കോറിലേഷൻ ഉണ്ട് അല്ലേ, പക്ഷേ നോ കോറിലേഷൻ പറഞ്ഞാൽ ഇതാകെ സ്കാറ്റർ ചെയ്ത് പല ഭാഗത്തോടാണ് കിടക്കുന്നത് ലാസ്റ്റ് ഇമേജ്. സോ സ്കാറ്റർ ഡയഗ്രാം നമ്മുടെ ഡാറ്റകളെല്ലാം ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു പല ഭാഗത്തും, എന്നിട്ട് ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് അത് നോക്കും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് കോറിലേഷൻ, എല്ലാം അപ്വാർഡാണ്. ഇതൊരു നെഗറ്റീവ് കോറിലേഷൻ കാണുന്നുണ്ട്. പക്ഷേ എന്താണ്, നോ കോറിലേഷൻ ഇവിടെ എന്താ? നോ കോറിലേഷൻ ഹിയർ മീൻസ് ഇവിടെ ആകെ ഈ ഡാറ്റകൾ നമുക്ക് ഒരു ഇമേജും ഒരു ഐഡിയയും തരുന്നില്ല. മറ്റേ നമുക്കിതിങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഓരോ ലൈന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് കിട്ടും. സോ സ്കാറ്റർ ഡയഗ്രാം ഇങ്ങനെ നമ്മൾ വരയ്ക്കാൻ പറ്റും. ഇനി കോറിലേഷൻ ഗ്രാഫാണ് അടുത്തത്. കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? സോ അണ്ടർ ദിസ് ഗ്രാഫിക് മെത്തേഡ് ദ ഇൻഡിവിജ്വൽ വാല്യൂസ് ഓഫ് ദ ടു വേരിയബിൾസ് ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ രണ്ടോ അതിലധികമോ ഉള്ള വേരിയബിൾസ് തമ്മിലാണ് അനലൈസ് ചെയ്യുന്നത്. സോ വി വിൽ അനലൈസ് ഓർ വി പ്ലോട്ടഡ് ദീസ് വാല്യൂസ് ഇൻ എ ഗ്രാഫ്. ഒരു ഗ്രാഫിക്കൽ നമ്മൾ റെപ്രസെൻറ്റ്, എന്നിട്ട് ദെൻ ദ ഡോട്ട്സ് relating to these variables are joined separately so as to get two curves. ഈ കർവിൻ്റെ ക്ലോസ്നെസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് റിലേഷൻ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ദ ബോത്ത് കർവ്സ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ദാറ്റ് മീൻസ് എന്താണ്, ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ. ദെൻ എന്നല്ലെങ്കിൽ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് കോറിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനതൊരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങളിതിൽ കാണല്ലേ, ഇത് ഒന്നാമത്തെ ഡാറ്റ, ഇത് രണ്ടാമത്തെ ഡാറ്റ. ഇത് രണ്ടും വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻ എക്സിസ്റ്റ് ഹിയർ. സോ ഡയറക്ഷൻ ഏറെക്കുറെ സെയിം ആണെങ്കിലും ഒന്നാമത്തെ ഫസ്റ്റത്തെ ഡാറ്റയും ഇതും വ്യത്യാസങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഫ്ലക്ച്വേഷൻസ് കൂടുതലാണ് താഴെയുള്ള ഈ ഡാറ്റ. സോ കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ് നേരത്തെ നമ്മൾ സ്കാറ്റർ ഡയഗ്രാമിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ പോയിൻറ്റ്സിലും ഡോട്ട് ചെയ്തിട്ട് ഈ ഡോട്ടുകൾ തമ്മിൽ ക്ലോസ്നെസ് നോക്കുക ചെയ്യുന്നത്. ക്ലോസ്നെസ് നോക്കുമ്പോൾ നല്ലവണ്ണം അടുത്താണോ അല്ലെങ്കിൽ കുറേ ആകെ പരന്നിട്ടാണോ? സോ മൊത്തത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണെങ്കിൽ അത് നമുക്ക് നോ കോറിലേഷനിലേക്ക് എത്തുന്നു ഇൻ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്. ക്ലോസ്നെസ്സിൻ്റെ ഇവിടെ നമ്മൾ ഗ്രാഫായിട്ട് വരയ്ക്കുക ചെയ്യുന്നത്. ഗ്രാഫിക്കൽ രണ്ടും ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് ആ ലൈനുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഇതിൻ്റെ റിലേഷൻ മനസ്സിലാക്കാൻ നോക്കുന്നു എന്നാണ്. സോ കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ്. ഇനി ഇതിന് പുറമെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ടോപ്പിക്കുകളാണ് മെത്തേഡ്സിൽ നമ്മൾ പറഞ്ഞ ആൾജിബ്രായിക് മെത്തേഡ്. ഓക്കെ, ആൾജിബ്രായിക് മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മൂന്ന് ടേം ഇവിടെ പറഞ്ഞു. പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ദെൻ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ, പിന്നെ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളതും സാധ്യതയുള്ളതും എന്ത് തന്നെയാണ്? പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. നമുക്കതൊന്ന് നോക്കാം. പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് correlation. Okay, so Pearson's coefficient of correlation is the most popular method among the algebraic method of measuring correlation, and it is propounded by the Professor Carl Pearson in 1896. Okay, so ഈ Pearson coefficient of correlation ആര് ഡെവലപ്പ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കില്ല. കാരണം എന്താ, ആ പേരിൽ അതുണ്ട് അല്ലേ. എനിവേ 1896 it is not so important. Anyway, so it is also called the product moment correlation coefficient. See the point.
Pearson's coefficient of correlation is also called. നിങ്ങളുടെ ഒബ്ജക്റ്റീവിന് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, ഒന്നാമത്തെ പോയിന്റ്. Then Pearson's coefficient of correlation is defined as the ratio of the covariance between x and y to the product of their standard deviation. നമുക്ക് അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? സോ ദിസ് Pearson's coefficient of correlation is denoted by R അല്ലെങ്കിൽ RXY. So R is equal to എന്താണ്? Covariance of XY divided by standard deviation of X into standard deviation of Y. This is a method or what? Pearson's coefficient of correlation. അപ്പോൾ ഇവിടെ നമുക്ക് Pearson's coefficient of correlationനും അതിൻ്റെ വെച്ചിട്ടുള്ള പ്രോബ്ലംസൊക്കെയാണ് നമുക്കതിൽ നോക്കേണ്ടത്. അതിൽ ഒരുപാട് ഏരിയകൾ നമുക്ക് കവർ ചെയ്യും. എനിവേ നമുക്ക് ആദ്യം അതിലെ എന്താണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് നോക്കാം. ഇതിൽ ഈ ഇൻ്റർപ്രിട്ടേഷൻ എല്ലാം എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇൻ്റർപ്രിട്ടേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് നോക്കാം. Interpretation of coefficient of correlation. So Pearson's coefficient of correlation is always lies between +1 and -1. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, സോ ജനറൽ റൂൾസ് വിൽ ഹെൽപ്പ് ടു ഇൻ്റർപ്രറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. നമുക്ക് ഇവിടെ കോറിലേഷൻ R is equal to +1 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദർ ഇസ് എ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, +1 ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ -1 ആണെങ്കിലോ ഇത് ഇൻ്റർപ്രിട്ടേഷൻ ശ്രദ്ധിക്കണേ. +1 ഉം -1 ഇടയിലാണ് ഇതിൻ്റെ വാല്യൂസ് കിടക്കുക. സോ +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും -1 മീൻസ് ദർ ഇസ് എ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇഫ് ഇറ്റ് ഈസ് 0 ആണെങ്കിൽ ദർ ഇസ് നോ കോറിലേഷൻ, നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ. ദെൻ ക്ലോസർ ടു പോസിറ്റീവ് ആണെങ്കിലോ നമ്മളത് കിട്ടുന്ന വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ക്ലോസർ ടു +1 ആണെങ്കിൽ that means there is high degree of positive correlation. High degree of positive correlation എന്താണ്? Near to +1. Then അതിന് ഓപ്പോസിറ്റ് എന്താ? -1 ആണെങ്കിലോ ഇറ്റ് മീൻസ് there is high degree of negative correlation. ഓക്കെ, ഇതൊക്കെ ഒന്ന് കണക്റ്റഡ് ആണ് കേട്ടോ. ദെൻ നിയർ ക്ലോസർ ടു 0 ആണെങ്കിൽ എന്താണ്? there is less relationship between variable. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങൾ ആകെ 2 പോയിന്റ് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ 6 പോയിന്റ് പറഞ്ഞത്. +1 -1. +1 ആണെങ്കിൽ R is equal to -1 ആണെങ്കിൽ, ക്ലോസർ ടു -1 ആണെങ്കിൽ, ക്ലോസർ ടു +1 ആണെങ്കിൽ, ദെൻ 0 ആണെങ്കിൽ, ക്ലോസർ ടു 0 ആണെങ്കിൽ. ഇത്ര 6 കണ്ടീഷൻ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്? ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പറഞ്ഞു. ഇതേപോലെ നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായി വേറെ പഠിക്കേണ്ട ഒരു ടേമാണ് പ്രോപ്പർട്ടീസ് ഓഫ് Pearson's കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കാം. ഒന്ന്, properties or features. If there is a correlation between variables, the coefficient of correlation lies between +1 and -1. Already നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, 2, if there is no correlation, the coefficient of correlation is denoted by 0. This is also നമ്മൾ പറഞ്ഞു. 0 means R is equal to 0 means there is no correlation x and y അല്ലേ? x ഉം y ഒരു കോറിലേഷനും ഇല്ല. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? coefficient of correlation measures the degree and direction of change. ശരിക്കും coefficient of correlation അല്ലെങ്കിൽ കോറിലേഷൻ അനലൈസ് ചെയ്യുന്നതിനാണ് ടു മെഷർ ദ ഡിഗ്രി ആൻഡ് എത്രത്തോളം ആൻഡ് എന്താണ് ഡയറക്ഷൻ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇത് രണ്ടും മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? coefficient of correlation അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇഫ് it simply measures the correlation and does not help to predict causation. കോറിലേഷൻ മാത്രമേ ഇത് പ്രഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം വരാം കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇത് ഇഫ് ലൈറ്റ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മെഷേഴ്സ് ദ കോറിലേഷൻ. അതിലെ കോസുകളോ അത് പ്രഡിക്ഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടെത്തിക്കുന്നില്ല. ഓൺലി ദ വെദർ ഇറ്റ് ഈസ് റിലേറ്റഡ് ഓർ നോട്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ ജോമെട്രിക് എന്താണ് ജോമെട്രിക് ആണെങ്കിൽ റൂട്ട് ഓഫ് ജോമെട്രിക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിലാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വാല്യൂ ഇത്രയേ ഉള്ളൂ. R is equal to BXY. ജോമെട്രിക് മീൻ ഓഫ് 2 റിഗ്രഷൻ ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് കോറിലേഷനും ജോമെട്രിക് മീനുള്ള ഇവിടെ മീൻ ജസ്റ്റ് വിട്ട് വാല്യൂ മിസ്സിംഗ് ആണ്. എനിവേ യു കീപ് ഇൻ മൈൻഡ് ജോമെട്രിക് മീൻ ഓഫ് 2 റിഗ്രഷൻ കോഎഫിഷ്യൻ ഈക്വൽ ടു എന്താണ്? R is equal to BXY into BYX എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വേറെ ഒന്ന് പഠിക്കാനുള്ള പോയിന്റ്. ദെൻ
നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ കാൽപിഎസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പഠിക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഷൻ കാൽക്കുലേഷനും കൂടെ ഒന്ന് നോക്കണം. അതിൽ കാൽക്കുലേഷനിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ മെത്തേഡിലും അസ്യൂംഡ് മീൻ മെത്തേഡിലും ഡയറക്റ്റ് മെത്തേഡ് 3 മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാം, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. വി ആർ കാൽക്കുലേറ്റിംഗ് ബേസ്ഡ് ഓൺ ദ അസ്യൂംഡ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. ഇവിടെ നമ്മൾ ബുക്കിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ സ്ലൈഡിൽ നമ്മൾ ഈ വീഡിയോ അരിത്തമെറ്റിക് മീൻ മെത്തേഡുമാണ് കാൽക്കുലേഷൻ പഠിപ്പിക്കുന്നത് പറയുന്നതൊന്ന് നോക്കാം. അപ്പോൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് നമ്മൾ എന്താണ്, അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ എന്ത് കോഎഫിഷ്യൻ്റ് കോറിലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ R is equal to sigma x minus x bar divided into y minus y bar divided by root of sigma x minus x bar whole square into sigma y minus y bar whole square. അല്ലെങ്കിൽ നമുക്ക് സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ ഇങ്ങനെ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. എനിവേ, സോ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരുപാട് തിയറി നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആവും. കാൽക്കുലേറ്റ് പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഏജ് ആൻഡ് പ്ലേയിങ് ഹാബിറ്റ്സ് ഓഫ് സ്റ്റുഡൻസ്. ഏജ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, റെഗുലർ പ്ലേയേഴ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് അതേപോലെ എന്താണ് നമ്മൾ ഇക്വേഷൻ നമുക്കറിയാലോ, എക്സ് മൈനസ് എക്സ് ബാർ. സോ എക്സ് എന്ന് പറഞ്ഞാൽ ഏജും വൈ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് റെഗുലർ പ്ലേയേഴ്സ് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ വൈ കാണണം ആദ്യം. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് റെഗുലർ പ്ലേയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഓരോ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 500 സ്റ്റുഡൻസിൽ റെഗുലർ പ്ലേയേഴ്സ് 20 വയസ്സുള്ള 400 ആളുകൾ കളിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എത്രയായിരിക്കും, 400 ഡിവൈഡഡ് ബൈ 500. 500 കുട്ടികളിൽ 400 ആൾ കളിക്കുന്നത് എത്ര പെർസെൻറ്റേജ്, 80% ആളുകൾ കളിക്കുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ അടുത്ത ഡാറ്റ ആക്കി എന്ത് ചെയ്തു വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റ കിട്ടി. ഇനി നമുക്ക് പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യം സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ കാണണം, വൈ മൈനസ് വൈ ബാർ കാണണം. എന്നിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യണം, റൂട്ട് ഓഫ് ഇത്രയും കാൽക്കുലേഷൻസ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണണം, വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ കാണണം. നമുക്ക് വലിയൊരു ടേബിൾ ആക്കിയിട്ട് ഇതെല്ലാം എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. സോ ഏജ് നമുക്ക് ആൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓരോ ഫിഗറും ഞാൻ പറയാം. പെർസെൻറ്റേജ് ഓഫ് റെഗുലർ പ്ലേയേഴ്സ്, അപ്പോൾ വൈ ആയി കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എങ്ങനെ കാണുക, ടോട്ടൽ ഓഫ് എക്സ്, ദാറ്റ് മീൻസ് എത്രയാണ്, ഏജിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്ത് 135 നമുക്ക് കിട്ടും. ഡിവൈഡ് ബൈ എത്ര ഉണ്ട്, 6 ഉണ്ട്. സോ എക്സ് ബാർ മീൻസ് ആവറേജ്, നമുക്കത് കിട്ടി. എത്ര കിട്ടുന്നു, 22.5 കിട്ടി. ഇതേപോലെ വൈ ബാർ നമുക്ക് കണ്ടുകൂടെ. വൈ ബാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 300 ടോട്ടൽ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് 80, 75 ഇങ്ങനെ എല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ വൈ ബാർ കിട്ടി. സോ സിഗ്മ വൈ ബൈ എൻ ചെയ്ത് നമുക്ക് വൈ ബാർ കിട്ടും, 50 എന്ന് കിട്ടി. നൗ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഇക്വേഷൻ എന്താണ്, എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എത്ര, 22.5 എന്ന് എക്സ് കുറക്കുക. അപ്പോൾ 20 മൈനസ് എന്ന് പറയുമ്പോൾ -2.5. ദെൻ എക്സ് മൈനസ്, അതായത് അടുത്ത് 21 എന്ന് ഇത് കുറക്കുമ്പോൾ 1.5 കിട്ടും. ഇങ്ങനെ ഫിഗറുകൾ കിട്ടുന്നു. ഇനി എന്താ, വൈ മൈനസ് വൈ ബാർ ചെയ്യണം. വൈ മൈനസ് വൈ ബാർ പറഞ്ഞാൽ എന്താ, വൈ ബാർ നമുക്ക് ഇവിടെ 50 കിട്ടി, ആവറേജ് കിട്ടി. ദെൻ വൈ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്, 80, 75 ഈ വാല്യൂ ആണ്, റൈറ്റ്. ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത ഈ വാല്യൂ. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് റെഗുലർ പ്ലേയേഴ്സ് ഇത് നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് മൈനസ് ചെയ്ത് കിട്ടും. ഇതൊക്കെ നമുക്ക് നോക്കി ചെയ്യാൻ മാത്രമേ ഉള്ളൂ, സിമ്പിൾ കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, അതിൽ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സിഗ്മ കണ്ടാൽ മതി അല്ലേ. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് മൈനസ് എക്സ് ബാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്, വൈ മൈനസ് വൈ ബാർ നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടും, റൈറ്റ്. അപ്പോൾ അതിൻ്റെ സിഗ്മ ടോട്ടൽ എത്രയാണ്, -240 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇക്വേഷൻ്റെ താഴെ എന്താണുള്ളത്, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതിന് ഉത്തരം നമുക്ക് -240 എന്ന് കിട്ടി. ഇനി അതിൻ്റെ താഴെ എന്തായിരുന്നു, റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം, എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് എക്സ് ബാർ ആൾറെഡി ഇവിടെ ഉണ്ട്, 0.25.
ദെൻ 0.1 മൈനസ് 2.5 മൈനസ് 1.5 ഇങ്ങനെ ഫിഗറുകൾ അവിടെ ഉണ്ട്. സോ നമുക്കതിൻ്റെ ആൻസർ ഇവിടെ കിട്ടി. ഇതാണ് 6.25. ഇങ്ങനെ ചെയ്തു. അതിൻ്റെ സമ്മ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അതേപോലെ y മൈനസ് y ബാർ ഇവിടെ കാണണം. അതിൻ്റെ സമ്മ് 3350 എന്നും കിട്ടും. സോ നമ്മളത് നമ്മുടെ കോറിലേഷൻ്റെ എന്താണ് കാൽക്കുലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇക്വേഷൻ നമ്മൾ ഇടുമ്പോൾ r = ഇവിടെ നമ്മളിതാ 240 ഡിവൈഡഡ് ബൈ -240 കേട്ടോ, റൂട്ട് ഓഫ് നമ്മളതിൻ്റെ രണ്ട് വാല്യൂസും ഇട്ടുന്നു. അതിൻ്റെ ആൻസർ കണ്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ എന്താ കിട്ടിയത്? -0.9912. എന്താണ് നിയർ ടു എന്താണ് 0 ആണ്, പക്ഷേ എന്താണ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. നിയർ ടു -1 ആണ്. ഓക്കെ, സോ നിയർ ടു -1 ആണ്, നിയർ ടു 0 അല്ല, നിയർ ടു -1ലേക്കാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ കോറിലേഷൻസ് കാണാൻ പറ്റുമെന്നർത്ഥം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നമ്മളിപ്പോൾ ചെയ്തത് പിന്നെന്താണ് അരിത്തമെറ്റിക് മീൻ മെത്തേഡാണ്. ഇതേ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇൻ കേസ് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് യൂസ് അസ്യൂംഡ് മീൻ മെത്തേഡാണെങ്കിൽ നമുക്കവിടെ ഈ ഇക്വേഷൻ മീൻ മീഡിയനൊക്കെ നിങ്ങൾ മുമ്പത്തെ സെമ്മിൽ നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് അവിടെ അസ്യൂംഡ് മീൻ നമ്മൾ ഇക്വേഷൻ ചെറിയൊരു മാറ്റം n/σ dx/dy കണ്ടോ, -σ dx/σ dy ഇങ്ങനെ ഇക്വേഷൻ എന്ത് ചെയ്യും? ചെറിയ മാറ്റം വരും എന്നുള്ളതാണ്. അപ്പോൾ dx എന്താണ്? ഡീവിയേഷൻ ഫ്രം എക്സ് ഫ്രം ദ അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ കൂടെ നമ്മൾ പരിഗണിക്കും. എ എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ dy നമ്മൾ ഇത് കൺസിഡർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഇക്വേഷനിൽ ചെറിയൊരു സ്ട്രക്ചറിലൊരു മാറ്റം ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇനി അത് ഡയറക്റ്റ് മെത്തേഡിലൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താ വെച്ചാൽ n/xy. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വൽ മീൻ അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ ഒന്നും എടുക്കാതെ n/xy എടുക്കുന്നു. മൈനസ് σx σy റൂട്ട് ഓഫ് n/σx² - x² ഇൻറ്റു n/σy² - y². ഓക്കെ, ഇപ്പോൾ 3 ഇക്വേഷൻ ഒരുമിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എഴുതി നോക്കി ഏകദേശം അതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടണം. ഇങ്ങനെയാണ് ഇതിൻ്റെ. പക്ഷേ ഇതിൻ്റെ 3 വെച്ചുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ 1 മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും കാൽക്കുലേഷൻ ടേബിൾ കണ്ട് ഒരുപാടുള്ള പോലെ തോന്നുമെങ്കിലും നമ്മൾ ഇത് നമ്മുടെ എക്സാമിൻ്റെ പർപ്പസിൽ പ്രത്യേകിച്ച് കോറിലേഷൻ കാണാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമുക്കതിൽ ചെയ്യാനുള്ളത് രണ്ടാമത് ഉള്ളത് എന്താണ്? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ്. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്താണ്? ചാൾസ് എഡ്വേർഡ് സ്പിയർമാൻ എന്ന് പറയുന്ന ആൾ സ്റ്റാറ്റിസ്റ്റിഷ്യൻ 1904 ഡെവലപ്പ് ചെയ്ത മാത്തമാറ്റിക്കൽ കോറിലേഷൻ കാണാനുള്ള മെത്തേഡാണിത്. ഇത് നമ്മൾ റാങ്ക് കോറിലേഷനാണ് വിളിക്കുന്നത്. സോ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ റാങ്ക്സ് ഓഫ് ദി വേരിയബിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ദെയർ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്. ഇപ്പോൾ ഇവിടെ സ്പിയർമാൻ എന്ത് ചെയ്യുന്നു? റാങ്ക് ബേസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് മാത്രം. ഇനി നമുക്ക് അവിടെ ഇക്വേഷന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇത് ഈ ഇക്വേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ സെപ്പറേറ്റ് ഒക്കെ ചോദിക്കാം. ആൻഡ് സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ക്യാപിറ്റൽ R കൊണ്ട് സൂചിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 6σ d² ഡിവൈഡ് ബൈ n³ - n. ഈ ഇക്വേഷൻ ഇങ്ങനെ പറയും. ഇവിടെ d എന്ന് പറഞ്ഞാൽ d മീൻസ് ദ ഡിഫറൻസ് ഓഫ് റാങ്ക് ബിറ്റ്വീൻ ദ 2 വേരിയബിൾ ആൻഡ് n ഈസ് എ നമ്പർ ഓഫ് പെയേഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ദ poverty and overcoming from the information given below. So you have question town നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. Then poverty, so overcrowding. Okay, so based on this data you can calculate the Spearman's rank correlation, and you have the equation as 1 - 6σ d² divided by n³ - n. Okay, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്? n10 ആണെന്ന് നമുക്കറിയാം. ബാക്കി ഡാറ്റ നമുക്ക് ഈ ടേബിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ യുവർ ടൗൺ ഈസ് ഹിയർ. ദെൻ പുവർട്ടി എന്ന് പറയുന്ന ഡാറ്റ ഇവിടെ ഉണ്ട്. ഓവർ ക്രൗഡിങ് എന്ന് പറയുന്ന ഇത് രണ്ടാമത്തെ ഡാറ്റ ഉണ്ട്. ഇവിടെ നമുക്ക് റാങ്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഏരിയ ഈ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് ഓവർ ക്രൗഡിങ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഇതിനെ റാങ്ക് ചെയ്യാം. ഓക്കെ, R1 R2 ഇങ്ങനെ d നമുക്കിങ്ങനെ d² ചെയ്തിട്ട് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ കാൽക്കുലേഷൻസിൻ്റെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല.
നിങ്ങൾക്ക് എന്ത് കിട്ടും? ദ ആൻസർ വിൽ ബി 0.7333 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ ഒന്ന് നോക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 1 - 6 സിഗ്മ ഡി സ്ക്വയർ മൈനസ് എൻ ക്യൂ മൈനസ് എൻ. ഈ ഒരു ഫോർമുല നമ്മൾ മറക്കരുതെന്ന് മാത്രം. ഇത്രയാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ കോറിലേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2 ടേം, കാൽപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതിൽ 3 മെത്തേഡ്, അതായത് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, അതേപോലെ ഡയറക്റ്റ് മെത്തേഡ്, അതേപോലെ അസ്യൂംഡ് മീൻ മെത്തേഡ്. ഈ മെത്തേഡാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മളതിൽ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ, അത്തരം കാര്യങ്ങളും പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ, ഈ ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഓക്കെ, now we have to discuss about the regression. Now we are discussing about regression analysis. We know that regression and correlation are one of the important tool used in statistics and quantitative techniques. So regression, firstly we have to understand the meaning of regression and the classification of regression analysis, and also its properties. Then the correlation versus regression. Firstly, the term regression, it is firstly used by Sir Francis Galton in 1877, and regression, the term regression is defined as the measure of average relationship between two or more variables in terms of the original units of the data. Units of data, it is not date. So regression means the estimation of prediction. We are predicting some data, prediction of the unknown value on the variable from the known value of the other variable. So regression is used for prediction from the known to the and to reaching to the unknown figures. So here നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻ ആണതിൽ. ഒന്ന് മീനിങ് ഓർ ഡെഫിനിഷൻ ഓഫ് റിഗ്രഷൻ, 2 ഒബ്ജക്റ്റീവ് ടൈപ്പിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലേക്ക് വേണ്ട ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് ഇത് പറഞ്ഞത്. ഈ ടേം യൂസ് ചെയ്തെന്നുള്ള ഈ 2 ടേമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് റിഗ്രഷൻ അനാലിസിസ്. സോ റിഗ്രഷൻ അനാലിസിസ് നമുക്ക് 2 ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് ചേഞ്ച് ഇൻ പ്രൊപ്പോർഷൻ. ഇതിൽ നമുക്ക് ലീനിയർ റിഗ്രഷൻ, അതേപോലെ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറയാം. ഇനി നമ്പർ ഓഫ് വേരിയബിൾസിൻ്റെ ബേസിൽ സിമ്പിൾ റിഗ്രഷൻ, പാർഷ്യൽ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ, ഇങ്ങനെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഇത് നമ്മൾ കോറിലേഷനിൽ പറഞ്ഞ സമയത്ത് സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ പറഞ്ഞിരുന്നു. അതേപോലെ പോസിറ്റീവ്, നെഗറ്റീവ് പറഞ്ഞിരുന്നു. ലീനിയർ, നോൺ ലീനിയർ അതും പറഞ്ഞിരുന്നു. റിഗ്രഷൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ലീനിയർ, നോൺ ലീനിയർ, അല്ലെങ്കിൽ സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. സോ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ലീനിയർ, so it's a type of regression in which uses one independent variable to explain or predict the dependent variable. So simple എന്ന് പറഞ്ഞ പോലെ തന്നെ ലീനിയർ റിഗ്രഷനിൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? this uses one independent variable to explain or predict dependent variable predict ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ യൂസ് ചെയ്യുന്നു എന്നർത്ഥം. അത് മൾട്ടിപ്പിൾ റിഗ്രഷൻ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. മൾട്ടിപ്പിൾ റിഗ്രഷൻ മീൻസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിഗ്രഷൻ വിച്ച് യൂസസ് 2 or more independent variable. So it is clear from these 2 definition. Linear regression means we are using one independent variable, whereas multiple regression uses 2 or more independent variable to predict the dependent variable. And another term is regression line. So what is regression line? Regression line is a graphic technique to show the functional relationship. See, this is the meaning. It shows the regression line shows the function relationship between 2 variables, and here the 2 variable is termed as x and y. This is called regression line. That means it is a line which shows the average relation between the variables x and y. X ഉം y ഉള്ള ആവറേജ് റിലേഷൻ കാണിക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിൽ പറയുന്നത് വിച്ച് ആർ ദ മെത്തേഡ് ഓഫ് ഡ്രോയിങ് റിഗ്രഷൻ ലൈൻ. സോ റിഗ്രഷൻ ലൈൻ ക്യാൻ ബി ഡ്രോൺ. എന്താണ് അതിൻ്റെ മെത്തേഡ് ഓഫ് ഡ്രോയിങ് എന്ന് പറയുന്നത്? വി ക്യാൻ ക്ലാസിഫൈ ഇൻടു 2 മെത്തേഡ്, ദാറ്റ് ഈസ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് അല്ലെങ്കിൽ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്.
സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ ഹാൻഡ് കർവ് പറയുന്നതിന് മുമ്പ് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ ലൈൻ നോക്കാം. നമ്മൾ പറഞ്ഞു റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ലൈൻ ദാറ്റ് ഷോസ് ദ ഫംഗ്ഷൻ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ. സോ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ ലൈൻ മീൻസ് നോക്കാം നമുക്ക്. പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ ലൈൻ മീൻസ് ദ ടു റിഗ്രഷൻ ലൈൻസ് കട്ട് ഈച്ച് അതർ അറ്റ് ദ പോയിന്റ് ഓഫ് ആവറേജ് എക്സ് ആൻഡ് ആവറേജ് ഓഫ് വൈ. എക്സിൻ്റെയും വൈൻ്റെ ആവറേജിൽ ഈ റിഗ്രഷൻ ലൈൻ ക്രോസ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ട്, R is equal to 1, the two regression lines coincide each other and give one line. R is equal to 1 ഉള്ള ഭാഗത്ത് നമ്മൾ രണ്ട് റിഗ്രഷൻ ലൈൻ കോയിൻസൈഡ് ചെയ്യുന്നു. ദെൻ R is equal to 0 ആണെങ്കിൽ the two regression lines are mutually perpendicular. So these are the important properties of regression line. എനിവേ നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടെ നോക്കണം. ഫസ്റ്റ് മെത്തേഡ് എന്താണ്, ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിൽ എങ്ങനെ റിഗ്രഷൻ ലൈനിൽ നമുക്ക് നോക്കാം. സോ ദിസ് മെത്തേഡ് സേസ് ദാറ്റ് ഒറിജിനൽ ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് പേപ്പർ. ഫ്രീ ഹാൻഡ് കർവ് that give you clue about what it is. So usually the original data when plotted on a graph gives a wave-like curve, but it depicts the general tendency of the data. An independent variable is taken along the horizontal axis and also dependent variable in the vertical axis. അത് പ്ലോട്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വെർട്ടിക്കലിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും പ്ലോട്ട് ചെയ്യുന്നത്. Then we can draw a smooth freehand line in such a way that they clearly indicate the tendency of the original data. So ആ ടെൻഡൻസി നോക്കിയിട്ട് നമുക്ക് അവിടെ അതിൻ്റെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അൺനോൺ ഫിഗേഴ്സ്. സോ ദിസ് ലൈൻ ഈസ് മിയർലി ഫിറ്റഡ് ബൈ ഇൻസ്പെക്ഷൻ. സോ ദിസ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഇത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ നമുക്കത് നോക്കാം. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് മീൻസ് ദിസ് മെത്തേഡ് the line should be drawn through the plotted points in such a way that the sum of squares of the deviation of the actual y values from the computed y value is minimum or least. So a line fitted by this method is called line of best fit. നേരത്തെ നമ്മളത് കോറിലേഷൻ്റെ കേസിൽ പറഞ്ഞിരുന്ന പോലെ in the line of best fit the deviation above the line are equal to the deviation below the line. So method of best fit നമുക്ക് ഇവിടെ നമ്മൾ റിഗ്രഷൻ മെത്തേഡിൽ അല്ലെങ്കിൽ റിഗ്രഷൻ ഡ്രോയിങ് മെത്തേഡിൽ നമ്മൾ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സും യൂസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമുക്ക് റിഗ്രഷൻ ഇക്വേഷനാണ് നമ്മുടെ എക്സാമിന് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടതും അത് വെച്ചുള്ള പ്രോബ്ലം ചെയ്യേണ്ടതും. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ എന്താ, അല്ലെങ്കിൽ എസ്റ്റിമേറ്റിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ റിഗ്രഷൻ ഇക്വേഷൻ. നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് റിഗ്രഷൻ ലൈനിൻ്റെ ബേസിൽ നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്നും റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന രണ്ട് രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. So it is a regression equation means it is a algebraic expression of the regression line. Regression line നമ്മൾ mathematically express ചെയ്യുന്ന regression equation x on y and y on x. So x on y is used to describe the variations in the values of x for a given change in y, and also regression equation of y on x means that describe the variation in the value of y for a given change in x. So നമുക്കതിൽ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് നോക്കാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x is equal to ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ, y is equal to a plus bx. നോർമൽ ഇക്വേഷൻ എന്താണ്, ഇവിടെ എയും ബിയും സിഗ്മ ഈ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. സിഗ്മ y ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. സിഗ്മ എക്സ് വൈ മീൻസ് എന്താണ്, എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ഇതേപോലെ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണെങ്കിൽ നമ്മൾ വൈ ഓൺ എക്സ് കണ്ടത്, ദെൻ എക്സ് ഓൺ വൈ ആണെങ്കിൽ എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്താണ്, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു എൻ എ. നേരത്തെ നമ്മൾ എക്സ് പറഞ്ഞിടത്തൊക്കെ എന്ത് ചെയ്യും, വൈ വരുന്നതെന്നുള്ളൂ, എൻ എ പ്ലസ് സിഗ്മ y, then sigma xy is equal to a sigma y plus b sigma y square. Okay,
നൗ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ട് ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ആൻഡ് വൈ ഓൺ എക്സ് ഫ്രം ദ ഫോളോയിങ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ട് ഡാറ്റ എക്സും വൈയും തന്നിട്ടുണ്ട്. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സ് വേണം. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ നമ്മൾ എന്താ കാൽക്കുലേറ്റ്, നേരത്തെ ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു എ പ്ലസ് ബി വൈ. ഓക്കെ, നേരത്തെ ഞാനത് മാറിയിട്ട് എ പ്ലസ് ബി എക്സ് ആണ് പറഞ്ഞത്. എക്സ് ഇസിക്കൽ എ പ്ലസ് ബി വൈ ആണ്. വൈ ഇസിക്കൽ ബി. ഓക്കെ, കറക്റ്റാണ്. യെസ്. സോ എക്സ് ഇസിക്കൽ ടു എ പ്ലസ് ബി വൈ. അപ്പോൾ നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണ് ഇവിടെ ആദ്യം നോക്കുന്നത്. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ, എക്സ് ഇസിക്കൽ ടു നമ്മൾ എന്ത് ചെയ്യും, സിഗ്മ എക്സ് വെച്ചിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. എൻ എ പ്ലസ് സിഗ്മ ബി സിഗ്മ വൈ ആൻഡ് ആൾസോ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. നമുക്കിവിടെ എന്ത് ചെയ്യണം, ഇതൊക്കെ വാല്യൂസ് കാണണമെങ്കിൽ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇതെല്ലാം കാണണം. അപ്പോൾ നമ്മളെല്ലാം ടേബിളിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. നമുക്കത് ആ ഫോർമുല ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എക്സ്, ഇത് മാത്രം നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കിനി എന്ത് ചെയ്യണം, എക്സ് സ്ക്വയർ കാണണം. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ താഴെ കിട്ടും. വൈ സ്ക്വയർ കാണും. സോ വി വിൽ ഗെറ്റ് സിഗ്മ വൈ സ്ക്വയർ. ദെൻ എക്സ് വൈ സിഗ്മ എക്സ് വൈ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, എക്സും വൈ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഈ ടേബിൾ. ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ടേബിളിലെ പോലെ എന്തൊക്കെയോ തോന്നണ്ട. ഇത്രയേ ഉള്ളൂ. നൗ നമ്മുടെ ഫസ്റ്റത്തെ എന്താണ്, റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ നമുക്ക് അതിന് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് എക്സ് ഓൺ വൈയിൽ ആദ്യത്തെ ഫോമുല എന്തായിരുന്നു, എക്സ് ഇസിക്കൽ ടു എ പ്ലസ് ബി വൈ, ദാറ്റ് ഈസ് വൈ സിഗ്മ എക്സ് ഇസിക്കൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ വൈ അല്ലേ. സോ സിഗ്മ എക്സ് ഇസിക്കൽ ടു സിഗ്മ എക്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് 280. സോ അത് വെച്ചിട്ട് ഇവിടെ നമ്മൾ ആദ്യം അതിൻ്റെ രൂപം ഉണ്ടാക്കുന്നു. ഓക്കെ, 7a പ്ലസ് സി എൻ എ മീൻസ് 7 ആണ് ഇതിലെ ഡാറ്റാസ്. എൻ അതാണ് 7 എ പ്ലസ് ദെൻ സിഗ്മ ബി വൈ എന്ന് പറയുമ്പോൾ എന്താണ്, സിഗ്മ വൈ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണുള്ളത്, 252 ഇതാ. അപ്പോൾ ഇവിടെ 252b. ഇത് ഇക്വേഷൻ 1. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോം മാറ്റിയിട്ട് അതിൻ്റെ രണ്ടാമത്തെ എന്തായിരുന്നു, രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ എക്സ് വൈൻ്റെ ഇക്വേഷൻ. സിഗ്മ എക്സ് വൈ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് വൈ ഇവിടെ നമുക്കുണ്ട് 1920 ഈക്വൽ ടു ദെൻ അതിൽ എന്താണ് എ സിഗ്മ വൈ ആണ് ഇവിടെ 252 എ എന്ന് പറയുന്നത്. എ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ എത്രയാണ്, ഇവിടെ താ ഞാനൊന്നും കൂടെ ഇത് ക്ലിയർ ചെയ്തിട്ട് പറയാം. എന്താ സിഗ്മ വൈ, അപ്പോൾ 252 വൈ പ്ലസ് ഇക്വേഷൻ എന്താ, ഇക്വേഷൻ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണേ എന്താണ്, ബി സിഗ്മ വൈ സ്ക്വയർ. ബി സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ അവിടെ സിഗ്മ വൈ സ്ക്വയർ അതാ 10,080 ബി. ഇത് ഇക്വേഷൻ 2 കിട്ടി. ഇനി ഇത് ഫസ്റ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ സിഗ്മ വൈ ഓൺ എക്സും എക്സ് ഓൺ വൈ ഒരേപോലെയാണ്. പക്ഷേ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ നമ്മളെന്ത് ചെയ്യണം, ഇതിനൊരു ഇതിൽ നിന്നുള്ള വാല്യൂവിന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ പഠിച്ച് കൂടുതൽ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്ത് ചെയ്യണം, ഒന്നിനെ കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 287 a 252 എന്നാണ്. ഇത് രണ്ടും ഈ സെക്കൻഡ് ഇക്വേഷൻ്റെ അതേപോലെ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ ഒരേപോലെ ആക്കണം. നമ്മളതിനെന്താ ചെയ്തത്, ഇവിടെ 36 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നമ്മൾ ആ ന്യൂമറിക്കൽ സ്കെല്ലിൽ നിങ്ങൾ പഠിച്ച ഓർമ്മയിൽ നിങ്ങളതിവിടെ എന്ത് ചെയ്യണം. സോ 36 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10,080 ഈക്വൽ ടു 252a പ്ലസ് എന്താണ് 9,072b എന്ന് കിട്ടും. അതേപോലെ ഇപ്പുറത്ത് നമുക്കതിൻ്റെ വാല്യൂ 1920, അത് ആൾറെഡി നമ്മൾ മുകളിൽ നമ്മൾ ചെയ്തതാണ്. 1920 ഇവിടെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. എസ് 20 ഈക്വൽ ടു 252a. എന്തുകൊണ്ട് നമ്മളിതിന് 36 മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡൗട്ട് ഉണ്ടാവില്ല. ഈ 252a ഇവിടെ എയും ബിയും ഇതിൻ്റെ പ്രത്യേകങ്ങൾ ഒന്ന് മൈനസ് 0 ആണെന്നാലേ മറ്റേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഐ തിങ്ക് യു ആർ അവെയർ അബൌട്ട് ദാറ്റ്. സോ ബിയും ബിയും ഇത് ചെയ്യുന്നു. നമുക്ക് ഇതിന് ആൻസർ എന്ത് കിട്ടുന്നുണ്ട്, 840 ഈക്വൽ ടു 0 പ്ലസ് 1080b എന്ന് കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് എന്ത് കിട്ടും, ബി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം,
ബി ഈസ് ഈക്വൽ ടു നമുക്ക് 850 ഡിവൈഡ് ബൈ ഇങ്ങനെ ഇവിടെയുള്ള 1008 നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും. സോ 0.83 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു റിഗ്രഷൻ ഇക്വേഷൻ എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ബി എ കിട്ടിയിട്ടുള്ളൂ. എ കിട്ടാൻ ഈ ഇക്വേഷനിൽ എഴുതി ഇട്ടാൽ പോരെ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്താണ് 80 × 7a, ഇതിലെന്ത് ചെയ്യുന്നു, ബിയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ ഇവിടെ 7 മാത്രമല്ല, ഇതിങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു 10.12 എന്ന് കിട്ടും. ഇവിടെ നമുക്കെന്താണ് റിഗ്രഷൻ ഇക്വേഷൻ, ഈ രണ്ട് വാല്യൂ വെച്ചിട്ട് നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ഈസ് ഈക്വൽ ടു റിഗ്രഷൻ ഇക്വേഷൻ നേരത്തെ നമ്മൾ എന്താണ് എക്സ് ഓൺ വൈ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എ പ്ലസ് ബി വൈ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ബിയും ഇതും കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 10.12 താഴെ കാണുന്നത് പ്ലസ് 0.83 വൈ. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത എക്സ് ഓൺ വൈ. ഇതേപോലെ റിഗ്രഷൻ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, വൈ ഓൺ എക്സും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളതിൽ ചെയ്യേണ്ട മെത്തേഡുകൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ മെത്തേഡാണ്. റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ് ഇതേ മെത്തേഡ് തന്നെ. ഇതിൽ അത് ഓർഡർ ഞാൻ ഫസ്റ്റിൽ അതേപോലെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഇക്വേഷൻ നമുക്കറിയാം വൈ ഈക്വൽ എ പ്ലസ് ബി എക്സ്. ഇതിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, എക്സ് വൈയും ഈ രണ്ടിൻ്റെ ഫോർമുല നമ്മൾ കാണുന്നു. സിഗ്മ വൈ സിഗ്മ എക്സ് വൈ എൻ എ സിഗ്മ വി ഇതെല്ലാം നമ്മൾ നേരത്തെ കാണിച്ച ടേബിളുണ്ട്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ അതേപോലെ ഫോർമാറ്റ് ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുന്നു, ഇവിടെ നേരത്തെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റീസൺ ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മളിവിടെ ഈ സമത്തിൻ്റെ അപ്പുറത്ത് 280 എന്താണ് ഇവിടെ ബിയും ഉണ്ട്. രണ്ടും കൂടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഒന്നിന് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ ഇത്തരം ഇഷ്യൂ വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ ഒന്നിന് നമ്മൾ 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും, എല്ലാത്തിനും ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് നമുക്ക് ആ ലോജിക്ക് അവിടെ വരണം. അപ്പോൾ ഇത് 280 ഇതിന് 280 ആകുമ്പോൾ 0 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് 840 700 ബി. ഇതിൽ നമുക്ക് എന്ത് കിട്ടും, ബി കിട്ടും 1.2 എന്ന് കിട്ടി. ബി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നേരത്തെ നമ്മൾ എ കണ്ട അതേപോലെ ഇവിടെ എന്ത് ചെയ്യാം, ഇത് വൈ ഓൺ എക്സ് ആണ്, നേരത്തെ നമ്മൾ എക്സ് ഓൺ വൈ ആണ് ചെയ്തത്, സെയിം പാറ്റേൺ. നമുക്കിവിടെ ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടും. എത്രയാണ് കിട്ടുക, എ ഈസ് ഈക്വൽ ടു -12 എന്ന് കിട്ടും. ബി എന്ന് പറഞ്ഞാൽ 1.2 കിട്ടും. അതായത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പറ്റും റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈ ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻ എന്ന് പറഞ്ഞ പോലെ എന്താണ് എ പ്ലസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ബി എക്സ് വൈ ആകുമ്പോൾ -12 + 1.2 എക്സ്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ നമുക്ക് കിട്ടി, വൈ ഓൺ എക്സും കിട്ടി. ഇതാണ് നമ്മോട് എക്സാമിന് പിന്നെ ചോദിക്കുക. നമ്മുടെ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചത് എന്താ, ഫൈൽ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ആൻഡ് വൈ, എക്സ് ഓൺ വൈ ആൻഡ് വൈ ഓൺ എക്സ്. അപ്പോൾ ഇത് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്നും വൈ ഈസ് ഈക്വൽ ടു എന്താണ് എ പ്ലസ് ബി എക്സ് എന്നുള്ളതാണ്. അതിലേക്കുള്ള ഡാറ്റ ചെയ്യണമെങ്കിൽ ഇത്തരം രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണം. പക്ഷേ നമ്മളിവിടെ ടേബിൾ കാണുമ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് കാണുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നണ്ട. ഇത് നമ്മൾ ആ രണ്ട് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയുള്ള സ്ക്വയർ കാണലും ആഡ് ചെയ്യലൊക്കെ അതിലുള്ളൂ. സോ അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. കോറിലേഷനും റിഗ്രഷനും എന്താ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ഏരിയകളാണ് ഇത് രണ്ടും. ഓക്കെ, ഇനി നമുക്കിതിൽ അടുത്തത് പഠിക്കാനുള്ളത് അതേപോലെ ചെറിയൊരു ടോപ്പിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒന്ന് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്, അതേപോലെ എന്താണ് റിഗ്രഷൻ്റെയും കോറിലേഷനും ഡിഫറൻസ്. അപ്പോൾ അതും ഈ പറയുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം. ഇനി ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് എറർ എന്താണെന്ന് നോക്കാം. ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്. So regression equation provides us with a method of obtaining likely values. Only prediction with 10% accuracy is not possible. Okay, അപ്പോൾ അവിടെ there is a possibility എന്താണ് to have an error. Okay, so ഇവിടെ the difference between actual value and predicted value is the error in prediction. So standard error of the estimate is the square root of mean of squares of these errors. See, actual വാല്യൂൻ്റെയും പ്രഡിക്റ്റഡ് വാല്യൂൻ്റെയും ഡിഫറൻസ് ആണ് എറർ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് കോമൺ നമ്മൾ ലോജിക്ക് യൂസ് ചെയ്ത് മനസ്സിലാകുന്ന കാര്യം. ദെൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് മീൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദീസ് എറർ.
ഈ എററുകളുടെ സ്ക്വയർ റൂട്ടിൻ്റെ മീൻസിൻ്റെ സ്ക്വയർ റൂട്ടിനെ പറഞ്ഞ പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ. So just as the standard deviation measures the variability around the mean, the standard error of the estimate measures variability around the fitted line of regression. അപ്പോൾ regression line അതിൻ്റെ ഈ variability of the regression line, that is standard error of the estimate എന്ന് പറയുന്നു. ഒരു ടെക്നിക്കൽ ടേം നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. See the definition of correlation and regression. Correlation measures studies the degree of relation. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബട്ട് റിഗ്രഷൻ എന്താണ്? നാച്ചർ ഓഫ് റിലേഷൻ ആണ് പഠിക്കുന്നത്. നമുക്കതിൻ്റെ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കണം ഈ പോയിന്റ് പഠിക്കുമ്പോൾ. കോറിലേഷൻ studies the degree of relation, whereas regression the nature of relations between variables. It is not used for prediction. This is a major difference. But the regression used for the prediction purpose. ഓക്കെ, നമുക്ക് റിഗ്രഷൻ ലൈൻസ് യൂസ് ചെയ്യുന്ന റിഗ്രഷൻ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് വാട്ട് വിൽ ഹാപ്പൻ വേരിയബിൾ. ഇവിടെ നിന്നല്ല, കോറിലേഷൻ നമ്മൾ റിലേഷൻ മാത്രം, എന്താണ് റിലേഷൻഷിപ്പ് മാത്രമേ ഇവിടെ അസസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദ കോറിലേഷൻ ഈസ് ബേസിക്കലി യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ ഡിറ്റർമിനിങ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ ടൂൾ ഫോർ സ്റ്റഡിയിങ് കോസ് ആൻഡ് എഫക്റ്റ്. നമ്മൾ കോറിലേഷനിൽ പറഞ്ഞ സമയത്ത് പറയുന്നു ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി കോസസ്, അല്ലേ, അല്ലെങ്കിൽ കോസേഷൻ. ബട്ട് റിഗ്രഷൻ എന്ത് പറയുന്നുണ്ട്? കോസ് ആൻഡ് ഇഫക്റ്റ് പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദ കോറിലേഷൻ may be nonsense there may be nonsense correlation between two variable, but there is no such nonsense regression നമ്മൾ അങ്ങനെ ഒരു ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. then there is no question of dependent and independent variable. കോറിലേഷനിൽ എന്തില്ല? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ ബട്ട് ഇൻ റിഗ്രഷൻ ദർ മസ്റ്റ് ബി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. കോറിലേഷനും അങ്ങനെ ടേമുകളൊന്നും അധികം ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ കോറിലേഷൻ റിഗ്രഷനുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പർപ്പസിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിഗ്രഷനും കോറിലേഷനും നമുക്ക് പറഞ്ഞു. രണ്ടും BCom സ്റ്റുഡൻസിനും BBA സ്റ്റുഡൻസിനും പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്, അതായത് പ്രോബബിലിറ്റി, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആ ഏരിയയിലേക്ക് പോകാം. Yes, once again welcome. Here in BBA syllabus it is the fourth module is probability and set theory. In BCom it is the third module about probability and set theory and set operations. Anyway, here we have to discuss about the concept of probability, then meaning, definition, approaches of probability theorem, and also addition theorem, multiplication theorem, conditional probability, inverse probability, etc., and also Bayes theorem. Then brief introduction about set theory, adepole and the Venn diagram. So these are the area that we had to discuss here. Firstly, let's see what is probability, its meaning and significance. Then which are the terms that is used in probability theory. So probability means probability, that word indicates the chance of happening or not happening an event. So ഇവിടെ നമ്മൾ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്? ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ. സോ ന്യൂമറിക്കൽ വാല്യൂ ഗിവൺ ടു ദ ലൈക്ലിഹുഡ് ഓഫ് ആൻ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് ഹിയർ മീൻസ് ലൈക്ലിഹുഡ് ഓഫ് ഒക്കറൻസ് മീൻസ് ഇറ്റ് മേ ബി ഹാപ്പൻ ഓർ നോട്ട് ഹാപ്പൻ. So if you are the probability is a number that lies between 0 and 1. ഇത് നമുക്ക് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരും. കാരണം എന്താ വെച്ചോ, നമ്മൾ കോറിലേഷൻ -1 +1 എന്ന് പറഞ്ഞ പോലെ പ്രൊബബിലിറ്റി കിടക്കുന്ന എവിടെയാണ്? മൈനസ് എന്ന് പറയുന്നതിൽ സാധ്യതയില്ല. 0ക്കും നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം, അല്ലേ? 0 and 1 ഇടയിലാണ് പ്രൊബബിലിറ്റി വരിക, മൈനസ് വരില്ല. ഓക്കെ, ഹിയർ ദ 0 ഡിനോട്ട് എന്താണ്? വിച്ച് കനോട്ട് ബി ഒക്കർ. ഓക്കെ, then not happen. 1 means it's certainly it will occur. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാന്ന് പറയുമ്പോൾ there is a 2 chances. Which are the chances? 2 possible outcomes എന്ന് നമുക്ക് പറയാം. Either we will get a head or a tail. Okay, so the probability of getting head is neither 0 or 1. 0 means we will get head, we will not get head.
then 1 means we will get head. So ഇതിൻ്റെ probability എന്ന് പറയുന്നത് എന്താണ്? Probability means it is 50% or 1/2. എനിവേ ഇപ്പോൾ ഡെഫിനിഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇറ്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ ഗിവൺ ഇൻ ടു ദ ലൈക്ലിഹുഡ് ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. ഓക്കെ, സോ നമുക്കിവിടെ ഒരുപാട് ടേംസ് ഡിഫൈൻ ചെയ്യാണ്ട്. ആദ്യം നമുക്കത് നോക്കാം. ഫസ്റ്റ് ടേം ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം ഇപ്പോൾ ഇതിൽ നമ്മളെ എക്സാമിന് ഇത്തരം ടേംസ് സ്പെസിഫൈ ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. റാൻഡം എക്സ്പെരിമെൻറ്റ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻറ്റ് that has 2 or more outcome which vary in an unpredictable manner from the trial to trial when conducted under uniform condition. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 or more outcome അതിൽ വരാം. കോയിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? ഐദർ ഹെഡ് ഓർ ടെയിൽ. സോ അത് അൺപ്രഡിക്റ്റബിൾ മാനറിൽ എന്ത് ചെയ്യും? സിമിലർ കണ്ടീഷനിൽ അത് ടോസ് ചെയ്യുമ്പോൾ, കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് വി കാനോട്ട് പ്രഡിക്റ്റ് വെദർ ഹെഡ് വിൽ ബി ഓക്കർ ഓർ ടെയിൽ വിൽ ബി ഓക്കർ. സോ അതിനെയാണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സ്പെരിമെൻറ്റ് വിച്ച് ഹാസ് 2 or more outcome which vary in an unpredictable manner from the trial is called what? A condition a random experiment. In a random experiment, all the possible outcomes are known in advance, but none of the outcomes can be predicted. അതാണ് അതിൻ്റെ പ്രത്യേകത. ഔട്ട്കം ഏതാണ് വരിക? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരും, ടൈൽ വരും, അതിനപ്പുറത്തേക്കൊന്നും വരില്ല. അത് നമുക്ക് ഇറ്റ് ഈസ് സെർട്ടൻ, ബട്ട് വെദർ ഹെഡ് ഓർ ടൈൽ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അൺസെർട്ടൻ ആണ്. ഓക്കെ, സോ അനദർ ടേം ഈസ്, അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. വാട്ട് ഈസ് സാമ്പിൾ പോയിൻറ്റ്? സോ സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിൾ പോയിൻറ്റ്. എവരി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ പോയിൻറ്റ്. ദിസ് ഈസ് ആൾസോ കോൾഡ് സാമ്പിൾ ഇവൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? വെൻ എ ഡൈ ഈസ് ത്രോൺ ഗെറ്റിംഗ് 3 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സാമ്പിൾ പോയിൻറ്റ്. അപ്പോൾ ഒരു ഇവൻ്റ് ആണ് എന്ത്? സാമ്പിൾ പോയിൻറ്റ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാലോ, ഇറ്റ്സ് എ സെറ്റ് ഓഫ് a set containing all the sample points of a random experiment is called sample space. That means എന്താണ്? നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാത്തിനെയും സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. you will get if you are ക്രോസിങ് ഒരു ടൈൽ ഇത് ചെയ്യുക, ഹെഡ് ടൈൽ കിട്ടുക എന്നുള്ളത്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുക എന്നുള്ളതും ടൈൽ കിട്ടുക എന്ന് പറയുന്നത് രണ്ടും എന്താണ്? ഇറ്റ് ഈസ് സാമ്പിൾ സ്പേസ്. അപ്പോൾ രണ്ടും കിട്ടുന്നതല്ല, രണ്ടിലൊന്ന് പക്ഷേ അതിലുള്ള സാധ്യതയുള്ള പോസിബിൾ ഒക്കറൻസ് ഹെഡ് ടൈൽ. ദിസ് ഈസ് സാമ്പിൾ സ്പേസ്. സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദ സാമ്പിൾ പോയിൻറ്റ്സ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ദെൻ അനദർ ടേം ഈസ് ഷുവർ ഇവൻറ്റ് അല്ലെങ്കിൽ സെർട്ടൻ ഇവൻറ്റ്. സോ അതെന്താണ്? ഇപ്പോൾ ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് ഓൾ വൈറ്റ് ബോർഡ് വൈലല്ല വൈറ്റ് ബോർഡ്. ഓക്കെ, സോ നമുക്ക് ഒരു ബാഗിൽ ഫുൾ വൈറ്റ് ബോർഡാണ്. നമ്മൾ അതിൽ എങ്ങനെ സെലക്ട് ചെയ്താലും വി വിൽ ഗെറ്റ് എന്താണ്? ഷുവർലി വി വിൽ ഗെറ്റ് എ വൈറ്റ് ബോർഡ്. ഓക്കെ, ഇപ്പോൾ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇവൻറ്റ് ഹൂസ് ഒക്കറൻസ് ഈസ് ഇമ്പോസിബിൾ. നോട്ട് പോസിബിൾ ഗെറ്റിംഗ് എ വൈറ്റ് ബോർഡ് ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് ഓൾ റെഡ് ബോൾസ്. റെഡ് ബോളാണ് കൂടുതൽ, എല്ലാം റെഡ് ബോളാണ്. അത് നമുക്ക് വൈറ്റ് ബോൾ കിട്ടുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇവൻറ്റ്. പോസിബിൾ ഇവൻറ്റ് അതാണ് പോസിബിൾ ഇമ്പോസിബിൾ, അതാണ് ഷുവർ ഇവൻറ്റും ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അൺസെർട്ടൻ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോൾ. നമുക്ക് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് നോട്ട് ഷുവർ. ഒക്കറൻസ് ഈസ് നൈദർ ഷുവർ നോർ ഇമ്പോസിബിൾ. അതാണ് അൺസെർട്ടൻ. നോർ ഇമ്പോസിബിൾ എന്ന് കൂടി മനസ്സിലാക്കണം. സാധ്യത ഉണ്ട്, ബട്ട് എന്താണ്? ഉറപ്പില്ല. യു വിൽ ഗെറ്റ്, ഇഫ് യു ആർ ഡ്രോയിങ് എ ബോൾ യു വിൽ ഗെറ്റ്, ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വാട്ട്? white or black ball, but it is not sure because it contains 2 type of balls. So that is uncertain event. Equally likely events പറഞ്ഞാൽ എന്താണ്? That means if you are getting head and getting tail when a coin is tossed are equally likely events. That means 2 events are said to be equally likely if any one of them cannot be expected to occur in the preference to other. ഓക്കെ, അപ്പോൾ ഒന്ന് എനി വൺ ഓഫ് ദ കനോട്ട് ബി എക്സ്പെക്റ്റഡ്. ഏത് എന്നുള്ളത് നമുക്ക് രണ്ടിനും സാധ്യത ഉണ്ട്. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡിനും സാധ്യതയുണ്ട്, അതിൻ്റെ ടൈലിനും സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ടും ഒക്കർ ചെയ്യുക എന്നുള്ളത് ഈക്വലി ലൈക്ലി ഇവൻസ് ആണ്. ഓക്കെ,
Then, so mutually exclusive event. Mutually exclusive event ഏതാ? Mutually exclusive means a set of events are said to be mutually exclusive of the occurrence of one of them excludes the possibility of the occurrence of other. ഒന്ന് സംഭവിച്ചാൽ മറ്റത് എന്തായാലും സംഭവിക്കില്ല. സോ ദാറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്താ? ഡിപ്പെൻഡൻ്റ് ആണ്. two or more events are said to be dependent if the happening of one of them affect the happening of the other. ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ ഇത്രയും അതിലെ ടേംസ് പ്രധാനമായിട്ട് പറയാം. ഇനി ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ടേം നമുക്ക് പറയാം. ഇൻവേഴ്സ്, വാട്ട് ഈസ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി? Inverse probability means if an event has happened as a result of several causes. ഒരു ഇവൻറ്റിന് സംഭവിക്കാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം അല്ലേ. സോ then we may be interested to find out the probability of particular cause of happening that event. This type of problem is called inverse probability. So here the inverse probability is based on the Bayes theorem. So what is Bayes theorem? നമുക്ക് ബേസ് തിയറം നോക്കിയിട്ട് അതിലൂടെ ഇൻവേഴ്സ് പ്രോബബിലിറ്റി പറയാം. സി, ബേസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൊപ്പോർഷൻ ദാറ്റ് ബേസ് തിയറം സേസ് ദാറ്റ് probabilities should revise on the basis of all the available information. The revision of probabilities based on available information will help to reduce the risk involved in decision making. The probabilities before revision is called priori probabilities and the probabilities after revision is called posterior probabilities. ബേസിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? എല്ലാ probabilities റിവൈസ് ചെയ്തിരിക്കും. probabilities should be revised on the basis of all the available information. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ റിവിഷൻ നടത്തുന്ന ബിഫോർ റിവിഷൻ ആണെങ്കിൽ നമ്മൾ പ്രയറി probability എന്നും ആഫ്റ്റർ റിവിഷനെ നമ്മൾ വിളിക്കുന്നത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്നുമാണ്. ഓക്കെ, സോ ബേസ് തിയറം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു ദിസ് തിയറി പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റീസ് ആഫ്റ്റർ റിവിഷൻ. പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എ ഫോർ എ പർട്ടിക്കുലർ റിസൾട്ട് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, that means revision B, may be found from the following formula. That is ബേസ് തിയറം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പി എ ബാർ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് നോട്ട് എ ഇൻറ്റു പി ഓഫ് ബി നോട്ട് എ. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ഈ തിയറം അനുസരിച്ച് ഇതിൽ ഫോർമുല വെച്ച് സോൾവ് ചെയ്യിച്ചാൽ ഇതിൻ്റെ സ്റ്റെപ്പ് പറയുന്നതാണ്. ഫൈൻഡ് പ്രയർ probability, then find conditional probability, then find joint probability by multiplying the step 1 and 2, that means prior probability and conditional probability. Find posterior probabilities as a percentage of the total joint probability. Anyway, നമുക്കൊരു ക്വസ്റ്റ്യൻ അതിൽ ചെയ്ത് നോക്കാം. ഇങ്ങനെ തിയറി പറയുന്നതിൽ കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ് നല്ലത്. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? എ മാനുഫാക്ചറിംഗ് ഫേം പ്രൊഡ്യൂസസ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ട്സ് ഇൻ 4 plants ABCD from the past records of the proportions of defective defectives produced at each plant. The following conditional probabilities are set. ഏതാണ് conditional probabilities? A 0.5, 10, then what 15 and 0.02. Okay, അപ്പോൾ ഇനി നമുക്കതിൽ എന്താണ് പറയുന്നത്? ഫസ്റ്റ് പ്ലാൻ പ്രൊഡ്യൂസസ് 30% ഓഫ് ഔട്ട്പുട്ട്, സെക്കൻഡ് 25%, തേർഡ് 40% and fifth 5%. A unit of products made at one of these plants is tested and is found to be defective. ഇതിൽ ഒരു യൂണിറ്റിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഡിഫക്റ്റീവ് ആണ്. പക്ഷേ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ യൂണിറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ് സി. അത് സി ഡിഫക്റ്റീവ് അതാവാൻ സി ആവാനുള്ള എന്താണ് പ്രോബബിലിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബബിലിറ്റി ദാറ്റ് എന്താണ് എത്രത്തോളമാണ് ഈ ഡിഫക്റ്റീവ് മെഷീൻ സി ആവാൻ എത്രത്തോളമാണ് പ്രോബബിലിറ്റി ഉള്ളത്. സോ നമ്മളതിൻ്റെ സ്റ്റെപ്പ് എന്താണ് 4 സ്റ്റെപ്പ് പറഞ്ഞിരുന്നു അല്ലേ. നോക്കാം നമുക്ക് ഇത് ചെയ്ത് എന്നിട്ട് ഒന്നുകൂടെ നിങ്ങൾ തിയറി നോക്കുകയാണെങ്കിൽ റിവൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈസിയായി മനസ്സിലാവും. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി നോക്കാം. മെഷീൻ നമുക്ക് 4 ഉണ്ട് ഇവിടെ. ഇതിനെന്താണ് പ്രയറി പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരുന്നു?
30% ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആര്, പ്ലാന്റ് എ. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് മെഷീൻ എ. ഓക്കെ, അപ്പോൾ മെഷീൻ എ 30% മീൻസ് 0.3, അതാണ് പ്രയർ പ്രോബബിലിറ്റി പറഞ്ഞാൽ. ബി എന്താണ്, ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 25% അല്ലേ, അപ്പോൾ 0.25, അത്രയും അതിന് സ്കോപ്പ് ഉണ്ട്. ദെൻ സി ആൻഡ് ഡി, നമുക്കതെല്ലാം ഡാറ്റ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ കണ്ടീഷണൽ പ്രോബബിലിറ്റീസിൽ പറയുന്നത് വെച്ചാൽ എന്താണ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ആൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 0.5, 10 ഒക്കെ തന്നിട്ടുണ്ട്. സോ കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് എഴുതി. നൗ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തല്ലേ, പ്രയറി പ്രോബബിലിറ്റി ഇൻറ്റു കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് കാൾഡ് ജോയിൻറ്റ് പ്രോബബിലിറ്റി. ഇത് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി കിട്ടുന്നു. സോ വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. ഓക്കെ, നൗ ഇനി എന്താണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.101 ആണ്. നമ്മുടെ ബേസ് തിയറത്തിൽ പറഞ്ഞ എന്താണ്, ഫൈൻ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ജോയിൻറ്റ് പ്രോബബിലിറ്റി. ടോട്ടൽ ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ പെർസെൻറ്റേജ് ആയിട്ട് എന്ത് ചെയ്യുക, പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കാണാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് 0.101 എത്രയാണ് മെഷീൻ എ ആവാൻ സാധ്യത, അതിൻ്റെ പ്രോബബിലിറ്റി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏത് 0.015, എവിടെ നിന്നാണ് 0.015 കിട്ടിയെങ്കിൽ മനസ്സിലായോ? 0.015 എന്നാൽ നമ്മുടെ ഇതാണ് ഡാറ്റ. ഇതിലെത്ര പെർസെൻറ്റേജ് എന്നുള്ള ഇതിൽ പറയണം. അപ്പോൾ ഇതിൻ്റെ അണ്ടർ ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും അല്ലേ, 14.85 വരും. എനിവേ 0.1485. ദെൻ 0.025% ഈ ജോയിൻറ്റ് പ്രോബബിലിറ്റി ആയ 105 എത്രയാണ്, 2 something. ദെൻ എന്താണ് നെക്സ്റ്റ് സി നമുക്ക് വാല്യൂ കിട്ടും. ഇവിടെ സിയുടെ വാല്യൂ എത്രയാണ്, 0.59. അതേപോലെ ലാസ്റ്റ് ഡി നമുക്ക് കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല. എന്താണ് ടോട്ടൽ പ്രോബബിലിറ്റി വേണമെങ്കിൽ 1ന് മുകളിൽ പോകില്ലല്ലോ അല്ലേ. അപ്പോൾ സിയുടെ ഈ ഡിഫക്റ്റീവ് സി ആവാനുള്ള സാധ്യത എത്രയാണ്, 0.5941 ആണ് പ്രോബബിലിറ്റി. ഇങ്ങനെയാണ് ബേസ് തിയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്രയറി പ്രോബബിലിറ്റി തന്നിട്ടായിരിക്കും, കണ്ടീഷണൽ പ്രോബബിലിറ്റിയും ജോയിൻ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഇവിടെ ഇത് രണ്ടും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ പെർസെൻറ്റേജിൽ ഓരോന്ന് പെർസെൻറ്റേജ് മീൻസ് ഇവിടെ പെർസെൻറ്റേജിക്ക് ആക്കിയിട്ടില്ല, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ ആ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ. ബേസ് തിയറം എങ്ങനെ ഇത് ചെയ്യുക വെച്ചാൽ, സ്റ്റെപ്പ് ഇൻ കമ്പ്യൂട്ടേഷൻ ബേസ് തിയറം, ദാറ്റ് മീൻസ് ഫൈൻഡ് ദ പ്രയർ പ്രോബബിലിറ്റി. ദെൻ എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടെത്തുക. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തരും. ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ജോയിൻറ്റ് പ്രോബബിലിറ്റി. ആ സ്റ്റെപ്പിൽ പറയുന്നുണ്ട് എന്താണ്, ഫൈൻഡ് പ്രയർ പ്രോബബിലിറ്റി പ്രയർ പ്രോബബിലിറ്റിയും കണ്ടീഷണൽ പ്രോബബിലിറ്റിയും മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റി കിട്ടും. അതിൽ നമുക്ക് പോസിറ്റീവ് പ്രോബബിലിറ്റി കണ്ടെത്താൻ പറ്റും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ബേസ് തിയറിയിൽ നമ്മൾ ഈ തിയറി. അപ്പോൾ പ്രോബബിലിറ്റീസ് ബിഫോർ റിവിഷൻ ഈസ് കാൾഡ് പ്രയറി പ്രോബബിലിറ്റി, പ്രോബബിലിറ്റീസ് ആഫ്റ്റർ റിവിഷൻ ഈസ് കാൾഡ് പോസിറ്റീവ് പ്രോബബിലിറ്റി. അപ്പോൾ പോസിറ്റീവ് പ്രോബബിലിറ്റിയുടെ ബേസ് നമുക്ക് ഒന്നുകൂടെ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ ഈ സിലബസിൽ പ്രധാനമായിട്ട് പറയുന്ന വേറെ ടേമാണെന്ത്, തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. നോക്കാം, തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. തിയറംസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ വി ഹാവ് മേജർ 2 തിയറംസ്, ദാറ്റ് ഈസ് അഡീഷൻ തിയറം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. അഡീഷൻ തിയറം എന്ന് നമുക്ക് എന്താണ്, 2 സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റും. ഇവൻറ്റ്സ് ദാറ്റ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഇവൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, അപ്പോൾ ആദ്യം അതിൻ്റെ കാര്യം നോക്കിയിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. അഡീഷൻ തിയറം ഇവൻറ്റ്സ് വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇവൻറ്റ് വിച്ച് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് നോക്കാം. എന്താണ്, ഇഫ് 2 events A and B are mutually exclusive, the probability of the occurrence of either A or B is the sum of the individual probabilities of A and B. This is called addition theorem. മ്യൂച്വൽ എക്സ്ക്ലൂസീവിൻ്റെ കേസിലാണെങ്കിൽ ഇതിൽ പറയത്തേ ഉള്ളൂ, എയും ബിയും മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പ്രോബബിലിറ്റി ആണെങ്കിൽ പ്രോബബിലിറ്റീസ് ഓഫ് ഒക്കറിങ് ഐദർ എ ഓർ ബി, അങ്ങനെയുള്ള മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവൻറ്റിൽ സംഭവിക്കുള്ളൂ. സോ ഇത് ഐദർ എ ഓർ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി എയുടെയും ബിയുടെയും സമ്മിനെ നമ്മൾ എന്ത് പറയുന്നു, അഡീഷൻ തിയറത്തിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയും. നമുക്കത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അഡീഷൻ തിയറം അനുസരിച്ച് പി ഓഫ് എ ഓർ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ദാറ്റ് ഈസ് പി ഓഫ് എ ഓർ ബി നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഇങ്ങനെ
എഴുതാൻ പറ്റും. ഇത് നമുക്ക് നോക്കട്ടെ. ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് എ കാർഡ് ദാറ്റ് വാസ് റെഡ് ഓർ ബ്ലാക്ക്? അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി റെഡ് ഓർ ബ്ലാക്ക് ആണ്. സോ ഹിയർ ദ ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, ഒന്നിരിക്കുക റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക്. അപ്പോൾ പിക്കിംഗ് എ റെഡ് കാർഡ് എന്നുള്ളത് നമുക്ക് ഒന്നെടുക്കുക. അത് എത്ര കിട്ടുക? ടോട്ടൽ 52 കാർഡിൽ അതിൽ എന്താണ് 26/52 നമുക്ക് പറയാൻ പറ്റും. ദെൻ പിക്കിംഗ് എ ബ്ലാക്ക് കാർഡ് ആണെങ്കിലും അതും അതേപോലെ തന്നെ അല്ലേ, 26/52 തന്നെ അല്ലേ. അപ്പോൾ പിക്കിംഗ് റെഡ്, ഐദർ റെഡ് ഓർ ബ്ലാക്ക്, റെഡ് ഓർ ബ്ലാക്ക് ഈസ് ഈക്വൽ ടു എന്താണ് 26/52 പ്ലസ് 2. നമ്മൾ പറഞ്ഞെന്താ, ഈ തിയറത്തിൽ പറഞ്ഞെന്തായിരുന്നു നോക്കൂ. നമ്മൾ തൊട്ട് മുമ്പ് തിയറത്തിൽ പറഞ്ഞെന്താണ്, എന്താണ് ഇതിൻ്റെ സി? ഇതാണ് എ ഓർ ബി മീൻസ് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബബിലിറ്റി ഓഫ് 26/52. ബി എന്ന് പറഞ്ഞാലോ, ബി ഹിയർ മീൻസ് ബ്ലാക്ക്, മറ്റേത് റെഡ് 25. രണ്ടും കൂടെ കൂട്ടിയാൽ എന്താ കിട്ടുക, 1 എന്നാണ് കിട്ടുക. സോ ഹിയർ ദ പ്രോബബിലിറ്റി ഓഫ് പിക്കിംഗ് എ റെഡ് ഓർ ബ്ലാക്ക് കാർഡ് ഈസ് വാട്ട്, 1. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിലെ ആപ്ലിക്കേഷനിലൊക്കെ ഉപയോഗിക്കാം. ഇത് ഒരു ഇത്തരം ഗെയിംസുമായി ബന്ധപ്പെട്ട് പറയുന്നത് മാത്രം. ഇനി ഇത് നമുക്ക് അഡീഷൻ തിയറത്തിൽ 2 കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി എന്താണ് മ്യൂച്വലി അഡീഷൻ തിയറം നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് അല്ലാത്തതിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? സോ ഇഫ് 2 events എ ആൻഡ് ബി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, സോ the probability of occurrence of either A or B is the sum of their individual probability. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി അത്രേ പറഞ്ഞിട്ടുള്ളായിരുന്നു, മൈനസ് പ്രോബബിലിറ്റി ഫോർ ബോത്ത് ടു ഹാപ്പൻ. രണ്ടിനെയും സമ്മിൽ നിന്നും രണ്ടും എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ടു ഹാപ്പൻ എന്നുള്ളത്, അതായത് എ യൂണിയൻ ബി എന്നർത്ഥം, അതിനെ നമുക്ക് എന്ത് കുറക്കുന്നതാണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റിൻ്റെ സൊല്യൂഷൻ. സോ അവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് എന്താണ്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി, അത് എന്ത് കുറക്കണം നമ്മൾ, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി രണ്ടും കൂടെ വരുന്നത്, അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി നമുക്ക് എന്ത് ചെയ്യണം, കുറക്കണം. സോ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇത് രണ്ടും ഒരുമിച്ച് നിങ്ങൾ എഴുതിയൊക്കെ ഒരു കാണാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഈസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ. ഞാനതിങ്ങനെ വായിച്ച് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഈസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളായിരുന്നു നേരത്തെ, ഞാനിപ്പോൾ റെഡ് മാർക്ക് ചെയ്തത്. അതാണെന്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ ഇവിടെ അഡീഷണലായിട്ട് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. ഇതാണ് അഡീഷൻ തിയറത്തിൽ. ഇപ്പോൾ നമ്മൾ തിയറം അഡീഷൻ തിയറും മൾട്ടിപ്ലിക്കേഷൻ തിയറാണ് പറയാനുള്ളത്. അതിൽ അഡീഷൻ തിയറത്തിൽ 2 മ്യൂച്വൽ എക്സ്ക്ലൂസീവും നോട്ട് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവൻറ്റും പറഞ്ഞു. യെസ്, നൗ ഇതെല്ലാം ബുക്കിൽ അതിൻ്റെ എക്സാംസൊക്കെ കൊടുത്ത് നിങ്ങൾ അത് നോക്കണം. ഞാൻ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഏരിയ പറഞ്ഞു എന്ന് മാത്രം. മൾട്ടിപ്ലിക്കേഷൻ തിയറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവൻറ്റ്സ് നമുക്കിവിടെ രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്, ഇവൻറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ്. അഡീഷൻ തിയറിൽ നമ്മൾ എന്താ പറയുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നമ്മൾ ഇവിടെ 2 സിറ്റുവേഷൻ ആണുള്ളത്, ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ കേസ് എന്താണെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഓക്കെ, സോ ഇഫ് 2 events ആർ ഇൻഡിപെൻഡൻറ്റ്, then the probability of occurring both will be product of the individual probability. എന്ന് പറഞ്ഞാൽ 2 events ആർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ probability of occurring both രണ്ടും സംഭവിക്കാനുള്ള സാധ്യത എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ probability. അപ്പോൾ എന്തില്ല, probability of എ അല്ലേ, എയുടെയും ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഇത് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ രണ്ടും സംഭവിക്കാനുള്ള സാധ്യത എത്രയാണ്, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി, ഇൻഡിവിജ്വൽ ആണ് പ്രോബബിലിറ്റി എ എന്ന് പറഞ്ഞാൽ, ഇൻറ്റു ഒരു ഡോട്ട് ഇട്ടാൽ ഇൻറ്റു എന്നർത്ഥം പ്രോബബിലിറ്റി ഓഫ് ബി.
ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ. ഇതൊക്കെ സിമ്പിൾ ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ടും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതാനുണ്ടാവുള്ളൂ. QT ഒരുപാട് എഴുതാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കത് ആ സമയത്ത് കൺഫ്യൂഷൻ ആവരുത്. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ അഡീഷൻ തിയറും അതിനൊന്നും എഴുതരുത്. അത് കറക്റ്റ് ഓർഡറിലും മൈൻഡിലുണ്ടാവണം. നോക്കാം നമുക്കൊരു ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻ 5 white ball and 8 black balls. One ball is drawn at random from the bag and is then replaced. 1 ball ആണ് ഇത് ചെയ്തത്. ഓക്കെ, അപ്പോൾ വൈറ്റ് ബോൾ ഉണ്ട്, ബ്ലാക്ക് ബോൾ ഉണ്ട്. അഗെയിൻ അനദർ ബോൾ ഈസ് ഡ്രോൺ. ഇനി പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾസ് ആർ വൈറ്റ്. രണ്ടും വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക് സിറ്റുവേഷൻ എന്താണ്. നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻസുകളാണ് അല്ലേ. സോ ഡ്രോയിങ് വൈറ്റ് ബോൾ എന്നുള്ളത് ആദ്യം നോക്കുക. ഡ്രോയിങ് ഇൻഡിവിജ്വൽ ആദ്യം നോക്കേണ്ടത്. നമ്മൾ കിട്ടുന്ന ഒന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? മൊത്തം എത്ര ബോളുകളുണ്ട്? 5ഉം 8ഉം 13 ബോളിൽ എത്ര ഉണ്ട്? വി ആർ ഡ്രോയിങ് 1 ball. സോ 5/13. ദെൻ ഡ്രോയിങ് വൈറ്റ് ബോൾ ഇൻ സെക്കൻഡ് റോ. അതിലും എന്താണ്? അതിൽ നമുക്ക് 13 ബോൾ 5 തന്നെയല്ലേ ഉള്ളത്. കാരണം രണ്ടും നമ്മൾ ഡ്രോ ചെയ്യുന്ന വൈറ്റ് ബോൾ ആവാൻ സാധ്യത ചോദിച്ചാൽ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഫസ്റ്റ് സിറ്റുവേഷനിൽ തന്നെ 5/13 5/13. ഇനി 5 എന്താണെന്ന് മനസ്സിലായല്ലോ. 5 വൈറ്റ് ബോൾ ഉള്ളതുകൊണ്ട് 5 ഒന്നല്ലേ വരാൻ സാധ്യതയുള്ളൂ. 13 എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം എത്ര ബോളുണ്ട്? 5 8 13. ഓക്കെ, സോ നമ്മുടെ ചോദ്യം എന്താ? രണ്ടും സംഭവിക്കാനുള്ള സാധ്യത പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B ആണ് ഉദ്ദേശിക്കുന്നത്. സോ 5 ഇൻറ്റു 5/13 ഇൻറ്റു 5/13 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 25 ഡിവൈഡ് ബൈ 1 69 ഈസ് ദ ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ കേസിൽ. നമ്മൾ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? രണ്ടിൻ്റെയും സാധ്യതകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, നൗ അനദർ ഈസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ കേസിൽ എന്താ നോക്കാം. ഇഫ് 2 events A and B are dependent, the probability of occurring second event will be affected by the outcome of the first. Second event it is എന്താണ്? ഫസ്റ്റത്തെ ഇവൻറ്റിൻ്റെ റിലേറ്റഡ് ആണെങ്കിൽ, പ്രോബിലിറ്റി ഓഫ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ, ഫസ്റ്റ് ഒന്ന് സംഭവിക്കും മറ്റത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ, ഇവിടെ നമ്മൾ ഈ സിറ്റുവേഷനിൽ പ്രോബിലിറ്റി ഓഫ് AB എങ്ങനെ എന്താ ചെയ്യുക? പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ P of A ഇൻറ്റു P of B bar A ആണ് ഇവിടെ ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒന്നുകൂടെ മനസ്സിലാവും. എ ബാഗ് കണ്ടെയ്ൻ, നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ മോഡലിനെ 5 white ball and 8 black ball. ശ്രദ്ധിക്കണം, അതിലെ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. 1 ball is drawn random from the bag. എഗെയിൻ ഒന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റതിനെ അത് ബാധിക്കും കേട്ടോ. എഗെയിൻ അനദർ 1 ഈസ് ഡ്രോൺ വിത്തൗട്ട് റീപ്ലേസിങ് ദ ഫസ്റ്റ് ബോൾ. നേരത്തെ റീപ്ലേസ് ചെയ്ത് നമ്മൾ പറയുന്നു. ഓക്കെ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ ഡ്രോൺ വൈറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മൾ ഫസ്റ്റ് ഒരു ബോൾ എടുത്തു എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് വൈറ്റ് ബോൾ രണ്ടും വൈറ്റ് ആവണമെങ്കിൽ ഫസ്റ്റത്തെ കേസിൽ എത്രയാണ്? മൊത്തം 13 ബോളുകളുണ്ട്, അതിൽ 5 ബോൾ വൈറ്റ് ആണ്. അപ്പോൾ 5/13 ഫസ്റ്റത്തെ കണ്ടീഷൻ, നോ ഡൗട്ട്. ഇനി ഇത് റീപ്ലേസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിൽ 13 ബോളുകളിൽ എത്ര ബോളുകളേ ഉള്ളൂ? 12 ബോളേ ഉള്ളൂ. അടുത്ത് കണ്ടോ, രണ്ടാമതും വൈറ്റ് ആവാനുള്ള സാധ്യത ഫസ്റ്റത്തത് ഡിപ്പെൻഡൻ്റാണ്. ഡിപ്പെൻഡൻസ് ഇവിടെ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ പക്ഷേ വൈറ്റ് ബോൾ ടോട്ടൽ 5ൽ ആദ്യം എടുത്തത് വൈറ്റ് ബോൾ ആണെങ്കിൽ പിന്നെ അവിടെ വൈറ്റ് എത്ര ഉണ്ടാവുള്ളൂ? 4 ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഇവിടെ 5/13 സെക്കൻഡ് ഡ്രോയിൽ 4/12 ആവും. ഇതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇങ്ങനെ ഇവിടെ 4 വന്നാൽ എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്തപ്പോൾ 5 വൈറ്റ് ബോൾ ഉണ്ട്, അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് എടുത്തിട്ട് പിന്നെ അതിലേക്ക് വെക്കുന്നില്ല, വീണ്ടും എന്താണ് വി ആർ ടേക്കിംഗ് അനദർ സെക്കൻഡ് 1. സോ 4/12 ആണ് അവിടെ വരിക. ഓരോന്ന് കുറയില്ലേ? 5 വൈറ്റ് ബോൾ ഇതിന് 1 കുറഞ്ഞു. അപ്പോൾ ടോട്ടലിൽ 13 എന്നുള്ളത് 12 ആവും. നൗ ദ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഇതൊരു പ്രൊഡക്റ്റ്. അപ്പോൾ 4 20 ഇത് ഗുണിക്കുമ്പോൾ 156 എന്ന് കിട്ടും. 156. സോ ഈ രണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. സോ വാട്ട് ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? സോ മൾട്ടിപ്ലിക്കേഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 events A, B are
dependent events, then the probability of happening both will be the product of A and B or B bar A. ഓക്കെ, ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇതിൻ്റെ ഇഫ് ഇതിൻ്റെ ഈ കേസാണ് പറയുന്നത്. ഇഫ് ദാറ്റ് ഈസ് ദ പി കണ്ടീഷണൽ പ്രോബബിലിറ്റി എങ്ങനെ എത്തുമെന്ന് ചോദിച്ചാൽ പി ഇൻറ്റു പി ഓഫ് എ ആൻഡ് ബി, അല്ലെങ്കിൽ എന്താണ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്താണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ ഇൻറ്റു ഇവിടെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബാർ എ. സോ ഹിയർ പി ഓഫ് ബി ബാർ എ ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. പി ഓഫ് ബി ബാർ എ നമ്മളെന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബാർ എയും ദാറ്റ് ഈസ് എന്താണ് പി ഓഫ് എ. അപ്പോൾ ഇവിടെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബാർ എ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നമുക്ക് തിരിച്ചിങ്ങനെ പറയല്ലേ, പി ഓഫ് എ യൂണിയൻ ബി. ഇത് തന്നെ. അപ്പോൾ പി ഓഫ് ബി ബാർ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? പി ഓഫ് എ യൂണിയൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ. ഇനി അത് തിരിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ഈ ഒരു ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ തിയറി വെച്ച് ഇങ്ങനെ പറഞ്ഞ അവസാനത്തിൽ എത്തുന്നത് എന്താ വെച്ചാൽ പി ഓഫ് ബി ബാർ എ എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി ബാർ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് എ യൂണിയൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി ബാർ എക്ക് പകരം പി ഓഫ് എ ബാർ ബി ആണെങ്കിൽ താഴെ കണ്ട പി ഓഫ് എ ബാർ ബി ആണെങ്കിൽ എന്തായിരിക്കും? പി ഓഫ് എ യൂണിയൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ എന്നുള്ളതിന് പകരം എന്തായാലും പി ഓഫ് ബി ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കണം. ഇതിൻ്റെ പ്രോബ്ലം ശരിക്കും നോക്കണം. ഈ കണ്ടീഷൻ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് പി ഓഫ് എ ഈക്വൽ 1/13 ആൻഡ് ബി ഈക്വൽ 1/4, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/52. നമ്മുടെ ചോദ്യം എന്താ അറിയോ? പി ഓഫ് എ ബാർ ബി എന്താണ്, അതേപോലെ പി ഓഫ് ബി ബാർ എ എന്താണ്? പി ഓഫ് എ ബാർ ബി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഇതാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ അവിടെ ചെറുതായിട്ട് എഴുതിയതാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്. അത് കാണിച്ചു തരുന്നത് കണ്ടോ? ഈ ഇക്വേഷനാണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റിയിൽ പറയുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും സോൾവ് ചെയ്താൽ മതി. ഇത് വെക്കുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എയും ബിയും കൂടിയത് 1/52 നമ്മളിവിടെ നോട്ട് ചെയ്തു. ഇനി ഡിവൈഡ് ബൈ ഇങ്ങനെ പറഞ്ഞാൽ പി ഓഫ് എ ബാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ്. പി ഓഫ് ബി എത്രയാണ്? 1/4. സോ ഇവിടെ 1/4 വെച്ചു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്കറിയാലോ മാത്തമാറ്റിക്കലി ഈ താഴെയുള്ളതിന് 1/4 തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഗുണിക്കാനാവും. സോ 1/52 ഇൻറ്റു 4 ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4/52 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 1/13 എന്ന് കിട്ടും. 1/13 ഇതാണെന്ത്? പി ഓഫ് എ ബാർ ബി. ഇതേപോലെ പി ഓഫ് ബി ബാർ എ ചെയ്യുമ്പോൾ എന്താണ്? നമുക്കിവിടെ താഴെ പി ഓഫ് എ യൂണിയൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ് ഇവരെ മേലെ ബി ബാർക്ക് പകരം. ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഫിഗേഴ്സ് പറയുന്നില്ല, കാരണം എന്താ ഇവിടെ ഒന്ന് മാറ്റാനേ ഉള്ളൂ. എക്ക് പകരം ബി ഇടാണ്, ബിക്ക് പകരം എ ഇടാനേ ഉള്ളൂ. സോ ദ ആൻസർ വിൽ ബി എന്താണ്? 1/4 ആണ് കിട്ടുക. അപ്പോൾ പി ഓഫ് എ ബാർ ബി ആവാൻ പ്രോബബിലിറ്റി ഓഫ് എ ബാർ ബി ആവാൻ 1/13 പ്രോബബിലിറ്റി ഓഫ് ബി ബാർ എ ആവാൻ 1/4 ചാൻസസ് ആണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഇൻവേഴ്സ് പ്രോബബിലിറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണെന്ന് കൂടി ഇവിടെ കൂടുതൽ മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് ചെറിയ 1-2 ടേം നമ്മുടെ ഈ എൻഡിൽ സിലബസിൻ്റെ എൻഡിൽ എന്ന് പറയുന്നത് ഒന്ന് വെൻ ഡയഗ്രാമും സെറ്റ് തിയറിയാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ അതിൽ പറയാനുള്ളത്. സോ സെറ്റ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓപ്പറേഷൻ അല്ലേ? തിയറി സെറ്റ് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ് ഒബ്ജക്റ്റ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ച് നന്നാവാതായിരിക്കും. അതിന് മുമ്പൊരു പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ജോർജ് കാൻഡർ ആണ് എന്താണ് ഇത് ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ജോർജ് കാൻഡർ ആണ് 1870 ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ പേര് നോട്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നമുക്കതിൽ എന്ത് ചെയ്യാം? സെറ്റ് ഓപ്പറേഷൻ എന്നതിൻ്റെ ചില ടേംസ് ഇവിടെ പരിചയപ്പെടാണ്ട്. ഒന്ന് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ല. യൂണിയൻ ഓഫ് സെറ്റ് ഓഫ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് ആൾ ദോസ് എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ഓർ ടു ബി ഓർ ടു ബോത്ത്. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്യുക വെച്ചാൽ എ യൂണിയൻ ബി. യൂണിയൻ ഓഫ് സെറ്റ് മീൻസ് എ
യൂണിയൻ ബി. ഇങ്ങനെയാണ് ഇതിനെന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്യുക. എ യൂണിയൻ ബി എന്നാണ് ഇത് വായിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ആൾ ദോസ് എലിമെൻറ്റ്, എല്ലാ എലിമെൻറ്റ്സും. ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. അതിന് എക്സാമ്പിൾ കണ്ടോ ഇവിടെ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇഫ് എ ഈസ് ഈക്വൽ ടു ഒരു സെറ്റാണെന്ത് എ ഈസ് ഈക്വൽ ടു 1 2 3 4 സെറ്റ്. ബി എന്ന് പറഞ്ഞാൽ 3 4 5 6. ദെൻ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂടിയത് എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 ഒന്നാമത്തിലല്ലേ 1 2 3 4. പിന്നെ ബിയിൽ എന്താ ഉള്ളത്? 3 4 ആൾറെഡി ഇവിടെ എഴുതി, രണ്ടിലും ഇല്ലേ, പിന്നെ 5 6 ഇവിടെ എഴുതിയാൽ മതി. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിന് നമ്മൾ പറയുന്നത് യൂണിയൻ ഓഫ് സെറ്റ്, സിമ്പിൾ. അടുത്ത് നമുക്ക് എന്ത് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് നോക്കാം. ഇൻ്റർസെക്ഷൻ നമ്മൾ നേരത്തെ അത് കണ്ടു. എന്താണ്? The intersection of two sets is the set of consisting of all elements which belong both A and B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, ഇങ്ങനെ എ ഇൻ്റർസെക്ഷൻ ബി. എ യൂണിയൻ ബി ആണെങ്കിലോ എ യു ബി എന്നുള്ള ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. എനിവേ നമ്മളെന്താ പറഞ്ഞത്? ഇവിടെ എ എന്ന് പറയുന്നത് നേരത്തെ എക്സാമ്പിൾ, ഇവിടെ ബി ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാ? 3 4 3 4. സോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? 3 4. ഇത് ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇവിടെയൊക്കെ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി രണ്ട് ടേം വന്നിട്ട് റൈറ്റ് ദ എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതുക, എല്ലാം എഴുതുക പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യരുതെന്ന് മാത്രം. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും ഇൻ്റർസെക്ഷൻ, ആ വേർഡുള്ള സംഭവം തന്നെ. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്. ഡിഫറൻസ് ഓഫ് ടു സെറ്റ് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബി, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എയിലും ബിയിലും എയിലുണ്ട് പക്ഷേ ബിയിലില്ല എന്ന് പറയില്ലേ. എ മൈനസ് ബി ആണെന്ത്? ഡിഫറൻസ് ഓഫ് സെറ്റ് എന്നാണ്. അത് നമ്മൾ എ മൈനസ് ബി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്താ? എയിൽ 1 2 3 4 ഉണ്ട്, ബിയിൽ 3 4 5 6 ഉണ്ട്. അപ്പോൾ എയിലും ബിയിലും ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ 3 4 ഇതിലുണ്ട്, ഇതിലും 3 4 ഉണ്ട്. ദെൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ എയിലുള്ള 1 2 എന്തില്ല? ബിയിലില്ല. അപ്പോൾ അതാണ് എ മൈനസ് ബി. ബി മൈനസ് എ അല്ല കേട്ടോ, എ മൈനസ് ബി എന്നാണ് ആ ക്വസ്റ്റ്യൻ. ബി മൈനസ് എ ആണെങ്കിൽ എന്തായിരിക്കും? 5 6 ആയിരിക്കും വരിക. അതേപോലെ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ദ യൂണിവേഴ്സൽ സെറ്റ് ബട്ട് നോട്ട് ബിലോങ്ങിങ് ടു എ. അത് നമ്മൾ എ കോംപ്ലിമെൻറ്റ് ഇങ്ങനെയാണ് നോട്ട് ചെയ്യുക. നമുക്കത് നോക്കാം. അതായത് യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ യു കൊണ്ട് അടയാളപ്പെടുത്തും. ഇതിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഈ യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 5 ആണ്. ഇനി നമ്മൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 5 ആണ്. അപ്പോൾ ഇതിൽ 2 ഇല്ല, അതേപോലെ 4 ഇല്ല. സോ 2 4 ആണ് എന്ത് പറയുന്നത്? എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ്, അതായത് എ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സെറ്റ് കുറച്ചത്. അനദർ ടേം ഈസ്, ഇനി ഏതാ ടേം നമുക്ക് ഉള്ളത്? ഇവിടെ ഒരു എക്സാമ്പിൾ അല്ലേ. കുറച്ച് 2 ക്വസ്റ്റ്യൻ. ലെറ്റ് യു യൂണിവേഴ്സൽ സെറ്റാണ് ഈക്വൽ ടു എന്താണ്? ഇവിടെ 1 to 10 വരെയാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 5 7 9. ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇവിടെ സിമ്പിളാണ്. എ കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ കുറച്ചത്. അപ്പോൾ നമുക്ക് 1 3 5 1. അപ്പോൾ ഇവിടെ 2 വന്നിട്ടില്ല അല്ലേ. പിന്നെ 3 കഴിഞ്ഞിട്ട് 5 ആണ്, അപ്പോൾ 4 വന്നിട്ടില്ല. പിന്നെ 7 9. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 6 വന്നിട്ടില്ല, 8 വന്നിട്ടില്ല, 10 വന്നിട്ടില്ല. ആൻസർ നോക്കൂ, 2 ഇതാ ഇവിടെ താഴെ 2 4 6 8 10. എ മൈനസ് ബി, യു മൈനസ് എ. ഇത്രയേ ഉള്ളൂ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരും. ഇതൊക്കെ എന്താണ്? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് യു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 to 10 ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്. ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എന്താണ്? ബി. ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെൻ്റ്, ഈ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് എന്നാണ് അർത്ഥം കേട്ടോ. അത് 2 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതായത് 2 രീതിയിൽ നമുക്ക് വായിക്കാം. എ കോംപ്ലിമെൻ്റ് തന്നെയാണ് എന്ത്? എ കോംപ്ലിമെൻ്റ് തന്നെയാണ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ. എനിവേ സോ അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്താണ്? വിച്ച് ഈസ് നോട്ട് ബിലോങ് ടു യൂണിവേഴ്സ് ബട്ട് നോട്ട് ഇൻ എ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? യൂണിവേഴ്സിലുള്ളതും എയിലില്ല അതും നോക്കാം. അപ്പോൾ എന്താണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 1 4, അപ്പോൾ 2 ഇല്ല, 3 ഇല്ല, പിന്നെ 7 8 7 10. അപ്പോൾ എന്തില്ല അതിൽ? 4 ഉണ്ട് അല്ലേ. ഓക്കെ, 5 6 7 ഉണ്ട്, അപ്പോൾ 8 10 ഉണ്ട്, അപ്പോൾ 9. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത്
എ മൈനസ് ബി അല്ലെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന രീതിയിൽ വരുന്നത്. യൂണിവേഴ്സൽ ഇതിൽ എയിലുണ്ട് നോട്ട് ഇൻ എ ബട്ട് ഇറ്റ് ഈസ് ഇൻ യൂണിവേഴ്സൽ സെറ്റ്. ഇനി പറഞ്ഞാൽ എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് പറഞ്ഞത്. ഇനി ഇപ്പോൾ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് 2 4 5 8 ആണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാലോ 2 3 5 6 8 9. രണ്ടിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഏത് കോളാണെന്ന് അറിയോ? ഞാൻ രണ്ടും മാർക്ക് ചെയ്യാം. ഒന്ന് ഇത്, രണ്ട് ഇത്. ഇതിൽ രണ്ടിലും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ കോമൺ ആയിട്ടുള്ളത്? രണ്ടിലും 2 ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് 2 എഴുതാം. പിന്നെ 4 ഇതിലില്ല, പിന്നെ 3 ഇല്ല, 5 രണ്ടിലും ഉണ്ട് അല്ലേ? ഇതിൽ രണ്ടിലും 5 ഉണ്ട്. നോക്കൂ 5 ഉണ്ട്. അപ്പോൾ 5 2 5. പിന്നെ ഏതാണ് 8 ഉണ്ട് അല്ലേ? 8 ഉണ്ട്. 2 5 8. ബാക്കി വരുന്ന എന്തില്ല 3 6 9 ഒന്നുമില്ല. സോ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്തരം കണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങ് ഉത്തരം വന്നതെന്ന് ആദ്യം നോക്കുക. എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി മീൻസ് എ കോംപ്ലിമെൻ്റ് ആദ്യം കാണാം, എന്നിട്ട് കുറച്ച് സമയം എടുക്കുക, ചെറിയ ഇതേ ഉള്ളൂ, തെറ്റരുതെന്ന് മാത്രം. പിന്നെ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? എ കോംപ്ലിമെൻറ്റിലുണ്ട്, ബിയിലും ഉള്ളതിന് ആണ് കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ എന്തോ സാധനം വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. ഇതിനെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണം, നല്ല മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസാണ് വെൻ ഡയഗ്രാമെന്ന് നമ്മുടെ സെറ്റ് തിയറിന്ന് സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്ലൈനാണ് മാത്രമാണ് സെറ്റ് തിയറുമായി ബന്ധപ്പെട്ട സിലബസിൽ പറയുന്നത്, അതിൽ വരുന്നത്. നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് വെൻ ഡയഗ്രാം. സോ വെൻ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ജസ്റ്റ് തിയറി പറയാനുള്ളൂ. റിലേഷൻ ബിറ്റ്വീൻ സെറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് ഡയഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റർസെക്ഷനും യൂണിയനും ഇതെല്ലാം എന്താണ് നമുക്ക് മൈനസൊക്കെ അല്ലേ, ഇതെല്ലാം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു ഡയഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ദറ്റ് ഈസ് കോൾഡ് വെൻ ഡയഗ്രാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെക്റ്റാങ്കിൾ ആൻഡ് സർക്കിൾസ്. റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ദ യൂണിവേഴ്സൽ സെറ്റ്. റെക്റ്റാങ്കിൾ ഉണ്ടായിരിക്കും, ഇതാണ് എന്ത് യൂണിവേഴ്സൽ സെറ്റ്. ഇതിൽ സർക്കിൾ ഉണ്ടാകും, സർക്കിൾ എ, സർക്കിൾ ബി. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അതിനെ അനാലിസിസിന് ഉപയോഗിക്കുന്നതൊക്കെ ടേംസുകളാണ്. നോക്കാം, നമുക്കിതിൽ 3 പ്രധാന ടേമാണ് ഉള്ളത്. അതായത് എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി, എ മൈനസ് ബി, അതേപോലെ എന്താ എ കോംപ്ലിമെൻറ്റ്. നോക്കാം അതിൻ്റെ ഇമേജ് കൂടെ. യെസ്, നമ്മുടെ ഇപ്പോൾ ചോദിക്കുന്നതാണ് ഇൻ കേസ് നമ്മൾ ഡാറ്റ ഉണ്ടെങ്കിൽ റെപ്രസെൻറ്റ് എ യൂണിയൻ ബി ബൈ യൂസിങ് വെൻ ഡയഗ്രാം. ഒക്കെ റയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എ യൂണിയൻ ബിയും ബി യൂണിയൻ സിയും ഒക്കെ ക്വസ്റ്റ്യനും സൊല്യൂഷനും നമ്മുടെ ബുക്കിൽ ഇതെല്ലാത്തിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ട് കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. വീഡിയോ മാത്രം കണ്ടാൽ പോരാ, നമ്മളതിൽ ഈ ക്ലാസ് ആകുമ്പോൾ ഒരു ഔട്ട്ലൈൻ എല്ലാത്തിനും തരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിവേ എ യൂണിയൻ ബി നോക്കൂ, ഇതാണ് എന്ത് ഫസ്റ്റത്തെ ഫിഗറാണ് എ യൂണിയൻ ബി. ഐ തിങ്ക് ഇറ്റ് ഈസ് വിസിബിൾ ടു യു. എ യൂണിയൻ ബി. ഓക്കെ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് എയുടെയും ബിയുടെയും യൂണിയൻ. ഇത് നമുക്ക് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ നടുക്കത്തെ ഭാഗമല്ലേ, ഇതാണ് എ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സൽ ഇതിൽ നമുക്കെന്താണ് എല്ലാം എന്താണ് എ യൂണിയൻ ബി ആണ്, റൈറ്റ്. പക്ഷേ എ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടും കൂട്ടിമുട്ടിയ ഇതിലാണെങ്കിൽ ഇൻ്റർസെക്ഷൻ ഇതിൻ്റെ രണ്ട് ഈ പാർട്ട് മാത്രമാണ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ എ മൈനസ് ബി കണ്ടോ, ഇത്രയും പാർട്ട്. ദെൻ എ മൈനസ് ബി ഒക്കെ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതായത് ഡിഫറൻസ് ഓഫ് 2 സെറ്റ് എന്ന് പറഞ്ഞില്ലേ, ദാറ്റ് മീൻസ് all elements in A which are not in B, all elements in A which are not in B, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ദെൻ എ കോംപ്ലിമെൻ്റ് പറഞ്ഞാൽ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ, അതാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് വെൻ ഡയഗ്രാം ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വെൻ ഡയഗ്രാം, അതേപോലെ പ്രൊബബിലിറ്റി, സെറ്റ് തിയറി, ഈ കാര്യങ്ങൾ. ഇതിലേറ്റവും കൂടുതൽ സിലബസിൽ പറയുന്ന ടേം പ്രൊബബിലിറ്റി മുതലുള്ള ടേംസാണ്. സെറ്റ് തിയറിയും അതേപോലെ വെൻ ഡയഗ്രാമും ചെറിയ പാരഗ്രാഫ്, ചെറിയ ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ. താങ്ക് യു.
BBAയുടെ സിലബസിലെ അവസാനത്തെ മൊഡ്യൂള് BComൻ്റെ സിലബസിലെ 4th മൊഡ്യൂളായ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം. ഇതിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രധാനമായിട്ടും പറയുന്ന സിലബസിൽ പറയുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 3 തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രതിപാദിക്കുന്നത്. നോക്കാം നമുക്ക്. സോ എന്താണ് probability distribution അല്ലെങ്കിൽ theoretical distribution? So the definition says that theoretical distribution is a distribution obtained for a random variable on the basis of mathematical model. മാത്തമാറ്റിക്കൽ മോഡലിൻ്റെ ബേസിൽ നമുക്ക് കിട്ടിയ ഒരു റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറയുന്ന പേരാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ probability distribution. And it is obtained on the basis of actual observation or experiments, but on the basis of probability law. Probability lawയുടെ ബേസിലായിരിക്കും നമ്മൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്തത്. എനിവേ it is an expression describing the variation in population. ഓക്കെ, പോപ്പുലേഷനിൽ വേരിയേഷൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷനാണ് നമ്മൾ എന്ത് ചെയ്യും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സിംപ്ലി ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഒബ്റ്റെയിൻ ഫ്രം ദ റാൻഡം വേരിയബിൾ ഓൺ ദ ബേസിസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ. നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് probability distribution. The probability distribution can be classified as in two broader area, that is discrete probability distribution and continuous probability distribution. And the discrete probability distribution include binomial distribution and Poisson distribution. Then the continuous probability distribution include normal distribution. So probability distribution include binomial distribution, Poisson distribution and normal distribution. So എന്താണ് discrete probability distribution? So discrete probability distribution means it assumes the specific values only. Specific values ആണ് അതിൽ നമ്മൾ assume. That is called discrete because it assumes specific values only. And the binomial and Poisson is a discrete probability distribution, already I told you. And the continuous probability distribution means there will be a value in a given interval. So if the random variable of a probability distribution assumes any value in a given interval, then it is called a continuous probability distribution. So the normal distribution is example of continuous probability distribution. Here there will be a possibility of objective multiple choice questions, especially discrete probability distribution means, first question, continuous probability distribution means, then binomial distribution and Poisson distributions are dash discrete or continuous. So such like question will be asked from this area. So we have to discuss about the binomial distribution. So binomial by means 2. So binomial distribution it is associated or introduced by the mathematician and statistician James Bernoulli. Okay, so ഈ പേര് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. Then this is so that it is called Bernoulli distribution. Then binomial distribution is the probability distribution expressing the probability of one set of dichotomous alternative. Dichotomous alternative means 2, yes or no, success or failure, good or bad. This is dichotomous questions. ഓക്കെ, അത്തരം ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്ന probability distribution എന്ന് പറയുന്നത് ബൈനോമിയൽ. 2 ബൈ മീൻസ് 2. ഓക്കെ, എനിവേ നമുക്കതിൻ്റെ എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ അത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. അതിലൊരു വേറെ ഡെഫിനിഷൻ ഉണ്ട്. ടു ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എക്സ്പെരിമെൻറ്റ് ഓൺ വിച്ച് ദർ ആർ ഓൺലി 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആയി. 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് സംഭവിക്കുന്ന മറ്റേതിനെ ബ്ലോക്ക് ചെയ്യും. ഈ വൺ ഈസ് ഹാപ്പനിങ് അതർ വിൽ നോട്ട് ബി ഹാപ്പൻ. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ ഈ നമുക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, പാരാമീറ്റേഴ്സ് എന്നും പിയും വെച്ച് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇങ്ങനെ NCR into P raised to R into Q raised to N minus R. This is the probability function of binomial distribution. Here P എന്ന് പറയുന്നത് probability of success in a single trial. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Q എന്തായിരിക്കും, Q means 1 minus P, probability of success minus 1 minus P.
ദെൻ n ആൾറെഡി നമ്പർ ഓഫ് ട്രയൽസ്, 6 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽ. ഈ ഒരു നിങ്ങളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊരു ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനും നേരെ നമ്മൾ ഈ പറയുന്ന എന്നും പിയും ക്യൂ എന്താണെന്നുള്ളതും അതേപോലെ നേരത്തെ നമ്മൾ കാണിച്ച ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ജെയിംസ് ബെർണോളി, ഇത്തരം അതിൻ്റെ മീനിങ്ങും മിനിമം എഴുതി കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് എവിടെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്, സിറ്റുവേഷൻസ് വേർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് ആർ ക്യാൻ ബി അപ്ലൈഡ്. ഒന്ന്, ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹാവ് 2 ഔട്ട്കം. നേരത്തെ നമ്മൾ പറഞ്ഞു സക്സസ് ഓർ ഫെയിലിയർ, 2 ഔട്ട്കം ഉണ്ടാകുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫ്രം ദ ട്രയൽ ടു ട്രയൽ ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. അത് 2 എക്സ്പെരിമെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്നർത്ഥം. ആൻഡ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ ഫിനിറ്റ് നമ്പർ ഓഫ് ടൈം. എത്ര തവണയും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് ഈ എക്സ്പെരിമെൻ്റ് എങ്കിൽ. ദെൻ ദ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്ന് മറ്റേത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, വിച്ച് ആർ ദ പ്രോപ്പർട്ടീസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് പേപ്പർ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് പ്രോപ്പർട്ടീസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ്റെയും, അതേപോലെ നമ്മൾ നേരത്തെ കോറിലേഷൻ്റെയും റിഗ്രഷൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു. ഇതിലേതെങ്കിലും ഒന്ന് പൊതുവേ ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ചോദിക്കുന്ന പോലെ തന്നെ. നമുക്കിവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറേ ഇപ്പോൾ ഒരു 8ഓളം പോയിന്റുകളുണ്ട്, ജസ്റ്റ് നോക്കാം. ഒന്ന്, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ആൾറെഡി നമ്മളത് പറഞ്ഞു. ദെൻ ദ ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ചേഞ്ചസ് ആസ് പി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, ദ മോഡ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ആർ വിച്ച് ഹാസ് ദ ലാർജസ്റ്റ് പ്രോബബിലിറ്റി. മീൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മോഡ് പറഞ്ഞു, മീൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസ് ആസ് എൻ ഇൻക്രീസസ് വിത്ത് പി റിമൈനിങ് കോൺസ്റ്റൻറ്റ്. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എൻ പി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കാൾഡ് ഡാഷ്. ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ റൂട്ട് എൻ പി, വെരി ഇമ്പോർട്ടൻറ്റ് അതും. ദെൻ ഇഫ് എൻ ഈസ് ലാർജ്, ഇഫ് neither p nor q is too close to 0, binomial distribution may be approximate to normal distribution. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റും. ഇഫ് 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദെയർ സം ആൾസോ ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ എല്ലാ പോയിന്റും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ ഒന്ന് പറയാനുള്ളത്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 6 coins are tossed simultaneously. What is the probability of obtaining 4 head? 6ൽ 4 കിട്ടാനുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ 6 coins ആണ് ടോസ് ചെയ്യുന്നത് 4 ഹെഡ് കിട്ടാൻ. ഓക്കെ, എനിവേ, അപ്പോൾ ഇവിടെ നമ്മുടെ 6 എന്ന് പറഞ്ഞാൽ എന്താണ്, 6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 4 കിട്ടും. നമ്മൾ ഈ probability of r is equal to NCR p raised to r q raised to n മൈനസ് ആർ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ r എന്ന് പറയുന്ന നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് r is equal to n കിട്ടും, 4 കിട്ടും. n is equal to 6, നമുക്ക് എത്ര ടൈം നമ്പർ ഓഫ് ട്രയൽ. ദെൻ ഇനി നമ്മൾ p എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യതയും ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ഹെഡ് കിട്ടാനുള്ള സാധ്യത 0.5 മീൻസ് ഇപ്പോൾ 50%, അതായത് 1/2% ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 0.5%. എനിവേ, നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടും. 4 probability of getting 4 heads, probability of r is equal to 4 എന്നർത്ഥം. 6c4 into 1/2 whole square into 1/2 6 മൈനസ് 2 അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ അവസാനം നമുക്ക് 0.234 എന്ന് കിട്ടും. ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 heads out of tossing 6 coins. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ബൈനോമിയൽ ഇക്വേഷൻ യൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് 2 പ്രോബബിലിറ്റി ഉള്ളത്, ഒന്നിരിക്ക സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ, രണ്ടിലൊന്നേ ഉള്ളൂ. അതാണ് ഡിക്കോട്ടമസ് അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. യെസ് ഓർ നോ, ഗുഡ് ഓർ ബാഡ് എന്നൊക്കെ പറയുന്നത് ഈ സിറ്റുവേഷനാണ്. ഹെഡ് ഓർ ടൈൽ എന്നൊക്കെ പറയുന്ന പോലെ. ഹെഡും ടൈലും അല്ലാതെ വേറൊരു സിറ്റുവേഷൻ അവിടെ ഇല്ല. ഓക്കെ. Then another term related to this binomial distribution is we have to fit a binomial distribution. So which are the steps to fit a binomial distribution? One is find the value of n.
n കാണാം, p കാണാം, q കാണാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷനിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ put r is equal to 1, 2, 3 dash in the function. എന്ത് എവിടെ നമ്മുടെ ഈ ഇക്വേഷൻ സി ആർ ഇൻറ്റു പി ഓഫ് ആർ പി റൈസ് ടു ആർ ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ. ദെൻ മൾട്ടിപ്ലൈ ഈച്ച് such terms by total frequency, that means n, okay, to obtain the expected frequency. So we will get what നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറഞ്ഞതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ എന്ത് ചെയ്തത് പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെയാണ് എന്ത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. നോക്കാം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. And distribution under binomial distribution, the total number of trials are known previously. അറിയും, ആറ് തവണ ടോസ് ചെയ്യുന്നു പറഞ്ഞ പോലെ. ഇൻ certain റിയൽ ലൈഫ് സിറ്റുവേഷൻ നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ദ പർട്ടിക്കുലർ ഇവൻറ്റ് occurs or does not occur. So here we are using Poisson distribution. Okay, the Poisson distribution is a discrete probability distribution. Already നമ്മളത് പറഞ്ഞതാണ്. Then it was originated by Simon Dennis Poisson. Okay, ഇത്രയും പോയിന്റ് നമ്മൾ അവിടെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക ചോദിച്ചാൽ, പ്രോബിലിറ്റി ഓഫ് പി ആർ, പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ. സോ ഇവിടെ നമ്മൾ ആർ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽസ്. ഇ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ഇത്ര 2.7183 ആണ്. ഇനി മീൻസ് എന്താണ്, എം മീൻസ് എന്താണ്, മീൻസ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിൽ പ്രോപ്പർട്ടീസ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കണം. അതേപോലെ ഒരു പ്രോബ്ലം ഇതിൽ ചെയ്ത് നോക്കാം. ഇതിൽ നേരത്തെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ആൾറെഡി നമ്മളത് പറഞ്ഞു അല്ലേ. ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് സിംഗിൾ പാരാമീറ്റർ എം, ദറ്റ് ഈസ് മീൻ. ദെൻ വെൻ എം ഈസ് നോൺ, all terms can be found out. So it is a positively skewed distribution. അപ്പോൾ ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻ്റാണ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്കും രണ്ടിലേക്കും ആവശ്യമുള്ളതാണ്. മീൻ ആൻഡ് വാരിയൻസ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം. ദെൻ ഇൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ the number of success is relatively small എന്നുള്ളതാണ് പോയിന്റ്. The standard deviation of Poisson distribution is √m. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് പോയിസോണും ബൈനോമിയലും ഒന്ന് കോമൺ ആയിട്ട് എന്ത് ചെയ്യണം, ഒരുമിച്ചൊന്ന് വായിച്ച് നോക്കി ഏകദേശം ഇതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസും മനസ്സിലാവും. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു പോയാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ യു ഹാവ് ടു ഫോളോ ദാറ്റ് മെത്തേഡ്. ലെറ്റ്സ് ഡു എ പ്രോബ്ലം. A fruit seller from his past experience knows that 3% of apples in each basket will be defective. What is the probability that exactly 4 apples will be defective in a given basket? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ 3% എന്നുള്ളതാണ് എന്തിവിടെ നമുക്ക് എം. നമുക്ക് ഏതായാലും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ആദ്യം എഴുതാം. ഇക്വേഷൻ ഇതാ നമുക്കിവിടെ ആൾറെഡി അറിയാം. എം ഈസ് ഈക്വൽ ടു എന്നാണ് 3 ആയിരിക്കും വരെ. സോ നമുക്കിവിടെ പ്രോബിലിറ്റി ഓഫ് നമ്മളവിടെ റിസൾട്ട് എന്ന് സക്സസ് എന്ന് പറയുന്നത് എന്തായാലും അല്ല, റിസൾട്ട് എന്ന് പറയുന്നത് 3 ആണല്ലോ, 3%. നമ്മളത് 4 ആവാൻ എത്ര പ്രോബബിലിറ്റി ഉണ്ട്? ഇ റൈസ് ടു -3 ഇൻറ്റു 3 റൈസ് ടു 4 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈയുടെ വാല്യൂ നമുക്ക് ആൾറെഡി അറിയാം. ഈയുടെ വാല്യൂ ഞാൻ നേരത്തെ ഇതിൻ്റെ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞത് 2.7183. ഓക്കെ, അത് നമ്മൾ പഠിച്ചു പോകണം എക്സാമിന്. ദെൻ ഇതിൽ നമ്മളത് ഇട്ട് കൊടുക്കുന്നു. ദെൻ ഇവിടെ 3 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 81 കിട്ടുന്നു. ദെൻ 4 ഫാക്ടോറിയൽ പറയുന്നത് 4 × 3 × 2 × 1. നമ്മൾ പെർമ്യൂട്ടേഷനൊക്കെ ഭാഗത്ത് കൊണ്ട് പഠിച്ച ഓർമ്മ ഉണ്ടാവും. ഇനിവേ ഇങ്ങനെയാണ് ഇത് എഴുതുക ഫാക്ടോറിയൽ എഴുതുമ്പോൾ. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
0.16804 എന്ന് കിട്ടും. ദിസ് ഈസ് ദ probability that exactly 4 apples will be defective. 4 ആപ്പിൾ ഡിഫക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 0.16804 ആണ് ആസ് പെർ Poisson distribution. ഇതേപോലെ പ്രധാനപ്പെട്ട കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കതുകൂടെ നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കാര്യമായിട്ടൊന്നുമില്ല. ഡി മോവിയർ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ആണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ 3 പേരുകൾ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. നോർമലും ബൈനോമിയലും പോയിസണും. ദെൻ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇവിടെ കണ്ടിന്യൂസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദാറ്റ് മെനി പോപ്പുലേഷൻ സീംസ് ടു ഫോളോ അപ്രോക്സിമേറ്റ്ലി എ പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിസ്ക്രൈബ് ബൈ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈസ് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/√2 പൈ സിഗ്മ ഇൻറ്റു ഇ ഇൻറ്റു ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് മ്യൂ മൈനസ് സിഗ്മ ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പൈയുടെ വാല്യൂ ആൾറെഡി നമുക്കറിയാം 3.16. ഇ മീൻസ് 2.71828 ആൾറെഡി നമ്മൾ പറഞ്ഞു. മ്യൂ മീൻസ് മീൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ മീൻസ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്താണ്? ഇവിടെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പോയിന്റ് നമ്മളിതിൽ പറയാനുണ്ട്. ഓക്കെ, എനിവേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ബെൽ ഷേപ്പ്ഡ് ആയിരിക്കും. നമ്മളതിൻ്റെ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് പറയാം. സോ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ കർവ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആൾറെഡി പറഞ്ഞു. നോർമൽ കർവ് ഈസ് എ സിമെട്രിക്കൽ എബൌട്ട് മീൻ. ദെൻ ബോത്ത് സൈഡ്സ് ഓഫ് നോർമൽ കർവ് കോയിൻസൈഡ് എക്സാക്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അതാണ് സിമെട്രിക്, അതാണ് ബെൽ ഷേപ്പ്ഡ് ആയിരിക്കും. എനിവേ നെക്സ്റ്റ് ഈസ് നോർമൽ കർവ് ഈസ് എ ബെൽ ഷേപ്പ്ഡ് കർവ്. ഓക്കെ, അതൊക്കെ മേലത്തിൻ്റെ റിപ്പീറ്റേഷനാണ്. മീൻ മീഡിയൻ മോഡ് കോയിൻസൈഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദി കർവ്. നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഇങ്ങനെയല്ല. ഓക്കെ, സെൻട്രലായിരിക്കുന്ന മീൻ മീഡിയനും മോഡ് ഒക്കെ ഉണ്ടാവുക. ദെൻ ക്വാർട്ടൈൽസ് ആർ ഇക്യൂ ഡിസ്റ്റൻറ്റ് ഫ്രം ദ മീഡിയനിൽ നിന്നും ഇക്യൂ ഡിസ്റ്റൻ്റ് ആയും Q3 മൈനസ് Q2 അതേപോലെ Q2 മൈനസ് Q1 എന്ന് പറയുന്ന ക്വാർട്ടൽ ഡീവിയേഷൻസ്. ദെൻ നോർമൽ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദ ബേസ് ലെവൽ. അതേപോലെ എന്താണ്? ബേസ് ലെവൽ ഇങ്ങനെ തട്ടാതെ ഇങ്ങനെ പോകുന്നതായിരിക്കും. ദെൻ ടോട്ടൽ ഏരിയ അണ്ടർ നോർമൽ കർവ് ഈസ് 100%. Then the ordinate at the mean divide the whole area under a normal curve into 2 equal parts. The 2 equal parts in central ഭാഗത്ത് നിന്ന് ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. നോർമൽ കർവിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെയുണ്ട് ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ദ മാക്സിമം അറ്റ് ദ മീൻ. ടോപ്പിലായിരിക്കും മീൻ. ദെൻ ദ നോർമൽ കർവ് ഈസ് unimodal, that it has only one mode. Then normal curve is mesokartic എന്ന് പറയുമ്പോൾ ഒരു നോർമൽ കർവാണ് മെസോകർട്ടിക്. അത് ലെപ്റ്റോകർട്ടിക് ആകുമ്പോൾ എന്തായിരിക്കും? കുറച്ച് ഈ മുകളിലോട്ട് പീക്ക് പോയിട്ടായിരിക്കും. പ്ലാറ്റി കർട്ടിക് ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടിരിക്കണല്ലോ. പ്ലാറ്റി കർട്ടിക് കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കുന്നത്. മെസോകർട്ടിക് മിഡിൽ ലെവൽ ബെൽ ഷേപ്ഡ് ടൈപ്പിനാണ് മെസോകർട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, നൗ no portion of normal curve lies below the x-axis. Theoretically, a range of normal curve is minus a2 plus a. But practically the range is എന്താണ്? mu minus നമുക്കിങ്ങനെ പറയാം 3 sigma to mu plus 3 sigma. അപ്പോൾ മ്യൂ പ്ലസ് ഓർ മൈനസ് 3 sigma എന്ന് പറഞ്ഞാൽ എന്താണ്? 98.73% കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. മ്യൂ പ്ലസ് ഓർ മൈനസ് 2 sigma എന്ന് പറഞ്ഞാൽ 95% കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ദിസ് 14 points
is very important out of all these: normal, binomial, Poisson and normal distribution. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസും മറ്റ് പ്രോപ്പർട്ടീസിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതും പോയിന്റുകൾ പരീക്ഷയ്ക്ക് നോട്ട് ചെയ്യേണ്ടതും. മറ്റത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നർത്ഥമല്ലേ അതിന്. ഓക്കെ, നൗ വൺ ഓഫ് ദി ലാസ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ചെറിയ ടോപ്പിക് കൂടെ പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ നിൽക്കും, നമുക്ക് അവസാനിപ്പിക്കാം. സോ സ്റ്റാൻഡേർഡ് normal probability distribution: a random variable that has a normal distribution with mean 0 and standard deviation 1 is said to have a standard normal probability distribution. ഈ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ പഠിക്കണം നമ്മൾ. ഒരു സ്റ്റാൻഡേർഡ് ഒരു നോർമൽ വേരിയബിൾ ഒരു റാൻഡം വേരിയബിൾ എന്താണ്, ദാറ്റ് ഹാസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഓഫ് 0 and a standard deviation of 1, that is called standard normal distribution. And the standard normal curve extends indefinitely in both the direction, approaching but never touching the horizontal axis that it does so. ഇപ്പോൾ നോർമൽ എന്താണ്, ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇത് മൂവ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. So the standard normal curve is a bell shape, already I told you. Then is centered at the z is equal to 0 value. Almost all the area under the standard normal curve lies between that. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് z വാല്യൂ എന്തായിരിക്കണം, -3 ആൻഡ് +3 ഉള്ളിൽ ആയിരിക്കുന്നൊരു കണ്ടീഷനാണ് സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട നമ്മൾ 3 ഏരിയ ഇതാണ് പറയാനുള്ളത്. ഇപ്പോൾ BBA സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഏരിയയാണ് പഠിക്കാനുള്ളത്. ഇനി ഒരു ടോപ്പിക്ക് വരുന്നത് ഇതിനെ കുറച്ചുകൂടെ മാറ്റമുള്ള ചെറിയ ടോപ്പിക്ക് BCom സ്റ്റുഡൻസിന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, സോ താങ്ക് യു.